അതിന് നമ്മൾ ജോയിന്റ് എന്ന് വിളിച്ചു. ആ ജോയിന്റുകൾ മൂവ് ചെയ്യത്തില്ല. മൂവ് ചെയ്യാത്ത ആ ജോയിന്റുകളെയാണ് നമ്മൾ ഫൈബറസ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്യൂച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫൈബറസ് ജോയിന്റ് തലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹേർണിയത്തിലുള്ള ഈ ജോയിന്റുകൾ മൂവ്മെന്റുകളെ അലോ ചെയ്യുന്നില്ല. ശരിയാണ്. എന്നാൽ സൈനോവിയൽ ജോയിന്റ്സ് ആണ് അവര്. അല്ല, അവര് ഫൈബറസ് ജോയിന്റാ. അതേ കണ്ടോ, ഫൈബറസ് ജോയിന്റ്സ് shown by flat skull bones which fuse end to end with the help of fibrous connective tissue and അവർ ക്രേനിയത്തിലുണ്ട്. അത് സൈനോവിയൽ ജോയിന്റ്സ് അല്ല. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ദേ ആർ ഫൈബറസ് ജോയിന്റ്. ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ടോട്ടലി ബ്ലണ്ടർ ആണ്, തെറ്റാണ്. ആൻഡ് അല്ല, ദ അസേർഷൻ റീസൺ അല്ല, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ദ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. യെസ്. Which of the following is showing the correct sequential order of vertebrae in vertebral column? അപ്പോൾ നമുക്കറിയാം നമ്മുടെ വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത് ബോണുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എങ്ങനെ അറേഞ്ച് വെച്ചിരിക്കുന്നത് നോക്കാം. നമ്മുടെ ഈ കഴുത്തിൽ 7 സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട് കേട്ടോ. 7 സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഇതൊരു മെമാലിയൻ ഫീച്ചറാണ്. മാമൽസിനൊക്കെ ഇങ്ങനെയാണ്, ഒരു മെമാലിയൻ ഫീച്ചർ ആണ്. ചോദ്യമായിട്ട് വരാം, മാമൽസിന്റെ വെർട്ടിബ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെർട്ടിബിൾ കോളമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 7 വെർട്ടിബ്രേ ഉണ്ട്. 7 കഴുത്തിലെ വെർട്ടിബ്രേ അല്ലെങ്കിൽ സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട്. ഓൾറൈറ്റ്. അടുത്തതായിട്ട് 12 thoracic വെർട്ടിബ്രേ ഉണ്ട് കേട്ടോ. 12 thoracic വെർട്ടിബ്രേ ഉണ്ട്. സോ സെർവിക്കൽ വെർട്ടിബ്രേ, thoracic വെർട്ടിബ്രേ, 12 thoracic വെർട്ടിബ്രേ ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള റീജിയൻ ലംബാർ റീജിയനിൽ അഗൈൻ 5 ലംബാർ വെർട്ടിബ്രേ ഉണ്ട്. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റാണെങ്കിൽ നമ്മുടെ സാക്രം ആൻഡ് കോക്സി, ഇതാണ് ഓർഡർ. സോ ദ ഓർഡർ ഈസ് സെർവിക്കൽ, thoracic, lumbar, sacrum and coxy അല്ലെങ്കിൽ കോക്സീജിയൽ വെർട്ടിബ്രേ. ഈ 2 ആൾക്കാരെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവര് ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. മനുഷ്യ ശരീരത്തിലുള്ള 2 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ഏതൊക്കെയാണ്? സാക്രം ആൻഡ് കോക്സി, അല്ലെങ്കിൽ സാക്രീജിയൽ വെർട്ടിബ്രേ അല്ലെങ്കിൽ കോക്സീജിയൽ വെർട്ടിബ്രേ എന്നാണ് വിളിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഓർഡർ എന്താണ്? സെർവിക്കൽ, thoracic, lumbar, sacrum, coxageal vertebrae. The answer is fourth one. CTLSC. അടുത്തതായിട്ട് മാക്രോഫേജുകൾ ആൻഡ് ലൂക്കോസൈറ്റുകൾ. കൈയും കാലും ഒന്നും ഇല്ലാത്ത പാവം സെല്ലുകളാണ്. ലൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ WBC സെൽസ്. മാക്രോഫേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അടിപൊളിയായിട്ട് മനോജ് സാർ ഇപ്പൊ പറഞ്ഞു പോയതേ ഉള്ളൂ. ഏത് സെൽസ് ആണ്? നമ്മുടെ ആണെങ്കിൽ ഏരിയല ടിഷ്യൂലൊക്കെ കാണാവുന്ന മാക്രോഫേജുകൾ. ഓൾറൈറ്റ്. അപ്പൊ അവരെന്ത് മൂവ്മെന്റ് കാണിക്കുന്നത്? അമീബോയിഡ് മൂവ്മെന്റ്. ഡയറക്റ്റ് എൻസിആർട്ടിൽ നിന്ന് പറയുന്നതാണ്. ഇത് കണ്ട, മാക്രോഫേജുകൾ ആൻഡ് ലൂക്കോസൈറ്റുകൾ അമീബോയിഡ് മൂവ്മെന്റുകൾ കാണിക്കുന്നു. അമീബയ്ക്ക് എന്തുകൂടിയുണ്ട്? സ്യൂഡോപോഡിയ കൂടിയുണ്ട്. അവയ്ക്ക് കൈയും കാലും ഒന്നുമില്ല. അവയ്ക്ക് എന്തുണ്ട്? കപട കാലുകൾ എന്ന് വിളിക്കാവുന്ന സ്യൂഡോപോഡിയ ഉണ്ട്. ഇതുപോലെ തന്നെ ഇവരെയാണ് സിംപ്ലസ്റ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടി ഒന്ന് ആലോചിച്ച് വെക്കണേ. സിംപ്ലസ്റ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്ന 6 മൂവ്മെന്റിനെയാണ് അമീബയെ പോലെയുള്ള ലൂക്കോസൈറ്റിന്റെയും മാക്രോഫേജസിന്റെയും മൂവ്മെന്റ് ആണ്. എനിവേ നമ്മൾ പറഞ്ഞു, യെസ് കറക്റ്റ് ആണ്. ശാലിനി, മുഹമ്മദ് ഖുറാഷി, ഹിദ, ദിൽഷ്യ, റോഷൻ, ഫാത്തിമ, യു ഗൈസ് ഗോട്ട് ഇറ്റ്. അടുത്തതായിട്ട് നമ്മൾ വരികയാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എഗെയിൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻകറക്റ്റ്. ഹാർട്ട് മസിൽസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മസിലുകളെ എടുത്തു കഴിഞ്ഞാൽ വോളണ്ടറി മസിൽ ആര് മാത്രമേ ഉള്ളൂ? ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോ. വോളണ്ടറി മസിൽ ആര് മാത്രമേ ഉള്ളൂ? സ്കെൽറ്റൽ മസിൽ. സ്ട്രയേഷൻസ് ഉള്ള വോളണ്ടറി മസിൽ എന്താണ്? സ്കെൽറ്റൽ മസിൽ. സ്ട്രയേഷൻ ഉണ്ട്, ഇൻവോളണ്ടറി ആണ്. സ്ട്രയേഷൻ ഉണ്ട്, വരകൾ പോലെ സ്ട്രൈപ്പുകൾ ഉണ്ട്, ഇൻവോളണ്ടറി ആണ്. ആര് മാത്രമേ ഉള്ളൂ? ഹാർട്ട് മസിൽ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ. എന്നാൽ സ്ട്രയേഷൻസും ഇല്ല, ഇൻവോളണ്ടറിയുമാണ്. ഏത് മസിലാണ്? സ്മൂത്ത് മസിലാണ്. ഇന്റേണൽ ഓർഗൻസിലൊക്കെ കാണുന്ന സ്മൂത്ത് മസിലാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാർട്ട് മസിൽ സ്ട്രൈറ്റഡ് ആണ്, ഇൻവോളണ്ടറി ആണ്. ഹാർട്ട് മസിൽസിനെ തന്നെയാണ് നമ്മൾ കാർഡിയാക് മസിൽ എന്നും വിളിക്കുന്നത്. യെസ്, കറക്റ്റ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ അല്ല. മസിൽ ഓഫ് ഹാൻഡ് ആൻഡ് ലെഗ്സ്. കൈകാലുകളെ മസിലുകൾ നമുക്ക് എന്താണ്? നമുക്ക് വോളണ്ടറി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സ്കെൽറ്റൽ മസിൽസ് ആണ്, സ്ട്രേറ്റഡ് ആണ്, വോളണ്ടറി ഇന്റൻഷനലി മൂവ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മസിൽ ലൊക്കേറ്റഡ് ഇൻ ഇന്നർ വാൾസ് ഓഫ് എലിമെന്ററി കനാൽ. മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട മസിലുകൾ സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് എങ്ങനെയാണ്? സ്മൂത്ത് മസിൽസിന് സ്ട്രയേഷൻസ് ഇല്ല. വര പോലെയുള്ള പാടുകളൊന്നും നമ്മളൊരു മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല. സ്മൂത്ത് മസിൽസ് ആർ അൺസ്ട്രേറ്റഡ്. ഈ ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് മനസ്സിലായല്ലോ. യെസ്.
ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. മസിൽസ് ഇൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അൺസ്ട്രേറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി. ശരിയാണ്. ഏത് ഓപ്ഷൻ തെറ്റാണ്? തേർഡ് ഓപ്ഷൻ. യെസ്. ജീവൻ, റസൽ, സിൽസില, ഫ്യൂച്ചറിസ്റ്റ്. ഫ്യൂച്ചറിസ്റ്റ് എന്താ പറയുന്നത്? ഫ്യൂച്ചർ ഡോക്ടർ ആവും എന്നാണെന്ന് തോന്നുന്നു. യെസ് യെസ്. മസിൽ വിത്ത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രയേഷൻസ് ആൻഡ് ഇൻവോളണ്ടറി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മസിൽസ് ഓഫ് ഹാർട്ട് ആണ്. അടുത്തായിട്ട് ജോയിന്റ്സിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ക്രേനിയൽ ബോൺസിന്റെ ഇടയിലുള്ള സ്യൂച്ചേഴ്സ് ഇങ്ങനെ 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 കാണും. ദേ ആർ സ്യൂച്ചേഴ്സ്. ആൻഡ് അവരെ എന്ത് വെച്ചാ ആഡ് ചെയ്യുന്നത്? ഫൈബറസ് ടിഷ്യൂ വെച്ചാണ് ആഡ് ചെയ്യുന്നത്. സ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 3 കാര്യങ്ങളാണ്. സ്യൂച്ചേഴ്സ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ വരണം, ക്രേനിയം അല്ലെങ്കിൽ സ്കൾ ബോൺസ് എന്ന് മനസ്സിൽ വരണം, ആൻഡ് ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയണം, ആൻഡ് ദേ ആർ ഇൻമോബിൾ എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന അവസാനത്തെ ചാപ്റ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളു ബയോളജിയിൽ നിന്ന് റിമൈനിങ്. ബയോളജി ചാപ്റ്റേഴ്സ് വരികയാണ്. നമ്മുടെ NCERT ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെമിലറൈസ് ആയിട്ടുള്ള, ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലിവിങ് വേൾഡ്. ഒരു ചോദ്യമേ ഇതിൽ നിന്ന് വരത്തുള്ളൂ. പക്ഷെ ആ ഒരു ചോദ്യം ഈ ഒരു ലൈവിലെ സെക്ഷൻ കേട്ടിരുന്ന ഒരുപക്ഷെ ഇതിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിലോ? നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് കോൺസെപ്റ്റുകളേ ഉള്ളൂ, ഒരു ചോദ്യമേ വരത്തുള്ളൂ. ഈ ഒരു ചോദ്യം ഒരു ചോദ്യം അതായത് 4 മാർക്ക് കിട്ടിയാലോ? യെസ്. ശ്രദ്ധിച്ചിരിക്കുക. സെറ്റാണോ? ഫുള്ളി സെറ്റാണോ? യെസ്. എല്ലാവരും ഫുള്ളി സെറ്റാണ്. നാളെ ഇതേ എനർജിയിൽ കണ്ടോ, 2000 ഞാൻ കയറിയപ്പോൾ 1800 ആയിരുന്നു. ഇപ്പൊ 2000 കുഞ്ഞുങ്ങൾ നമ്മുടെ ലൈവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ മക്കളെ, നിങ്ങൾ ഉറപ്പായിട്ടും നാളെ നീറ്റ് അടിച്ചു പൊളിക്കും. ആൻഡ് ഈ ഒരു എനർജി ലെവല് നാളെ വൈകുന്നേരം 5:20 കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കിടന്നുറങ്ങിക്കും. ഈ ഒരു കുറേ ദിവസങ്ങളെ ഉറക്കമില്ലായ്മയും നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം പേ ഓഫ് ചെയ്യുകയാണ്. സോ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള റിവിഷന്റെ സമയത്തൊക്കെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ലിവിംഗ് വേൾഡിലാണ്. നമ്മുടെ ഫേവറേറ്റ് ലിവിംഗ് വേൾഡിലേക്ക് വരികയാണ്. സോ ലിവിംഗ് വേൾഡിൽ നിന്ന് ആദ്യത്തെ ചോദ്യമാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ട്വിൻ ക്യാരക്ടേഴ്സ് ഓഫ് ഗ്രോത്ത്. വളർച്ചയുടെ 2 ഇരട്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളർച്ചയുടെ ഇരട്ട സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒരിക്കലും മറക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. നമ്പർ ഇൻക്രീസ് ചെയ്യുക, മാസ് കൂടുക. സെല്ലുകളുടെ എണ്ണമാണ്, വ്യക്തികളുടെ എണ്ണമാണെങ്കിലും നമ്പർ ഇൻക്രീസ് ചെയ്യുക, മാസ് കൂടുക. സോ വാട്ട് ഈസ് ലിവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലിവിംഗ് വേൾഡ് ചാപ്റ്ററിൽ നിന്ന് തന്നെ വരികയാണ്. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ആണ് ഗ്രോത്തിന്റെ ഇരട്ട സ്വഭാവങ്ങൾ. പേടിയാവേണ്ട നിരഞ്ജന, ഒട്ടും പേടി വേണ്ട. നമ്മൾ ഈ ലൈവിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളെ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും കോൺസെപ്റ്റുകൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഒന്നും പേടിക്കണ്ട. ഇവിടെ കേട്ടു സെറ്റായിപ്പോയി. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം. നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. പെട്ടെന്ന് അറിയാവുന്നതും തെറ്റിപ്പോവാം, ഒരു പ്രശ്നമില്ല. നാളെ 2 മണി വരെ നമ്മളുടെ മനസ്സിലാണെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ 2 മണി വരെ പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്, അതായത് എക്സാം ഹോളിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് തെറ്റിപ്പോവാം. അത് കഴിഞ്ഞ് തെറ്റിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ തെറ്റുന്നതിന് പ്രശ്നമില്ല. ഉത്തരങ്ങൾ പടപടപടെ ഇന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ മിക്ക കുട്ടികളും ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. ഐ ക്യാൻ റിയലി സീ ഇറ്റ്. നിങ്ങൾ അത്രമാത്രം പ്രിപ്പയർഡ് ആണ്. ഇതൊരു ബൂസ്റ്റർ പോലെയാണ് നിങ്ങൾക്ക് ആക്ട് ചെയ്യുന്നത്. എനിവേ അടുത്ത ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ക്യാൻ ഡിഫറൻഷിയേറ്റ് ലിവിംഗ് ഫ്രം നോൺ ലിവിംഗ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിംഗ്. ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? all living things should exhibit it അല്ലെങ്കിൽ should show this. ഈ ക്യാരക്ടർ എല്ലാ ലിവിങ് തിങ്സും കാണിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നോ നോൺ ലിവിങ് തിങ് ഷുഡ് എക്സിബിറ്റ് ദിസ്. ഈ കാര്യങ്ങൾ ജീവനില്ലാത്ത ഒരു വസ്തുവും കാണിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഡിഫൈനിങ് ഫീച്ചർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും. അപ്പൊ എബിലിറ്റി ടു സെൻസ് സറൗണ്ടിങ് ജീവനുള്ള എല്ലാവർക്കും എബിലിറ്റി ഇല്ലേ? സം ലെവലിൽ നമുക്കൊരു ബാക്ടീരിയ ആയിരിക്കാം. ഒരു ബാക്ടീരിയ ലെറ്റ്സ് സേ ഒരു സയാനോ ബാക്ടീരിയ ആണ്. ഈ സയാനോ ബാക്ടീരിയക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്യും. ദാറ്റ് ഈസ് എ ലെവൽ ഓഫ് റെസ്പോൺസ് ടു എൻവയറമെന്റ്. അപ്പൊ ജീവനുള്ള എല്ലാവർക്കും, ജീവനില്ലാത്തവർക്ക് ഈ കഴിവുണ്ടോ? ഒരിക്കലുമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗ്രോത്തിന്റെ എന്ന് പറയുന്ന പ്രശ്നം എന്താണ്?
ഞാനാണെങ്കിൽ ഒരു ലെറ്റ്സ് സേ ഒരു മഞ്ഞുമലയിൽ പോയി. ഈ മഞ്ഞുമലയിൽ മഞ്ഞ് വീണ് 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 എന്ത് പറ്റും? ആ മഞ്ഞുമലയുടെ സൈസ് കൂടാൻ പറ്റും. കാരണം നോൺ ലിവിങ് തിങ്സ് ലൈക്ക് മഞ്ഞുമല അല്ലെങ്കിൽ ഡെസേർട്ടിലുള്ള ഡൂംസ്, ബിൽഡിങ്, ഇതിനെല്ലാം വലിപ്പം കൂടാൻ പറ്റും. നോൺ ലിവിങ് തിങ്സും ഗ്രോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് ഡിഫൈനിങ് ഫീച്ചർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. റീപ്രൊഡക്ഷന്റെ പ്രശ്നം എന്താണ്? എല്ലാ ജീവജാലങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മനുഷ്യരിൽ തന്നെ പല ആൾക്കാർക്ക് എന്നുള്ള എബിലിറ്റി ഇല്ല, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ മ്യൂൾസ്, കഴുതയുടെയും അതുപോലെ തന്നെ നമ്മുടെ കുതിരയുടെയും ഹൈബ്രിഡ് ആയിട്ടുണ്ടാവുന്ന സങ്കരയിനമായിട്ടുണ്ടാവുന്ന കോവർ കഴുത, അതിനൊന്നും എന്തിനുള്ള കഴിവില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. വർക്കർ ബീസ്, തേനീച്ചകളിൽ വർക്കർ ബീസിന് എന്നുള്ള കഴിവില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ഇതും എടുക്കാൻ പറ്റത്തില്ല. എബിലിറ്റി ടു മേക്ക് സൗണ്ട്, പ്ലാന്റ്സ് ലിവിങ് അല്ലേ, പ്ലാന്റ്സിന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഏത് മാത്രമാണ് നമ്മുടെ കാരണം എല്ലാ ലിവിങ്ങും കാണിക്കുന്നതും നോൺ ലിവിങ്ങും കാണിക്കാത്തതുമായിട്ടുള്ള ആ ഡിഫൈനിങ് ഫീച്ചർ ഏതാണ്? എബിലിറ്റി ടു സെൻസ് സറൗണ്ടിങ്. ഇതിനെയാണ് അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് ICZN. ICZN എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നൊമെൻക്ലേച്ചർ. ആനിമൽസിനെ പറ്റി പേരിടാനുള്ള ബൈനോമിയൽ നൊമെൻക്ലേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ പേരാണ് ICZN. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം. ICBN എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നൊമെൻക്ലേച്ചർ. ബൊട്ടാനിക്കൽ നൊമെൻക്ലേച്ചർ, ഇത് രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. ഓൾറൈറ്റ്. ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീഷീസ് ബേസ്ഡ് ഓൺ ഫോസിൽ റെക്കോർഡാണ്. ഫോസിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ടാക്സോണമിക്കൽ ഹൈറാർക്കി ചെയ്യാൻ നിർബന്ധമായിട്ടും തെറ്റിപ്പോയി. എ ലിസ്റ്റ് ഓഫ് ബൊട്ടാനിസ്റ്റ് ഓർ സുവോളജിസ്റ്റ് ഹു വർക്ക്ഡ്. ബൊട്ടാനിസ്റ്റുകളുടെയും സുവോളജിസ്റ്റുകളുടെയും പേരുകളാണോ ടാക്സോണമിക് ഹൈറാർക്കി? അല്ല. ടാക്സോണമിക് ഹൈറാർക്കി എന്താണ്? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഈ രീതിയിൽ നമ്മൾ ഓർഗാനിസങ്ങളെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. സോ എ ഗ്രൂപ്പ് ഓഫ് സീനിയർ ടാക്സോണമിസ്റ്റ്, മനുഷ്യന്മാരുടെ കാര്യമല്ല, പേര് സയന്റിസ്റ്റുകളുടെ പേരല്ല. എ സ്റ്റെപ്പ് വൈസ് അറേഞ്ച്മെന്റ്, സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഈ ലെവലിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ്. അത് ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം. സോ വളരെ കൃത്യമായിട്ട് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് അറേഞ്ച്മെന്റ് ആണ്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. ഫൈലം എന്ന് പറയുന്നത് ആനിമൽസിന്റെ കാര്യത്തിലും ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ കാര്യത്തിലും ഇക്വലന്റ് ആയിട്ട് വരും. ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണേ. അടുത്തതായിട്ട് few rules are written below regarding binomial nomenclature. ഇതിനെയാണ് നമ്മൾ സയന്റിഫിക് നെയിമിംഗ് എന്ന് വിളിക്കുന്നത്. ജീനസിനെയും സ്പീഷ്യസിനെയും ഉപയോഗിച്ചുകൊണ്ട്, രണ്ട് പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗാനിസങ്ങളെ പേരിടുന്നതിനെയാണ് സയന്റിഫിക് നെയിമിംഗ് അല്ലെങ്കിൽ ബൈനോമിയൽ നൊമെൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. സോ അതുമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ബയോളജിക്കൽ നെയിം നോർമലി ലാറ്റിനൈസ്ഡ് അല്ലെങ്കിൽ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്, ചരിച്ചെഴുതും, ലാറ്റിൻ ഭാഷ ഉപയോഗിക്കും. ശരിയാണ്. ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിംസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആണോ? അല്ല. ജനറിക് നെയിം മാത്രമാണ്, ഒൺലി ജനറിക് നെയിംസ് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒൺലി ജനറിക് നെയിം ക്യാപിറ്റൽ ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീഷ്യസ് നെയിം എന്തല്ല, ക്യാപിറ്റൽ ലെറ്റർ അല്ല. ഇത് നോക്കിയേ, ഹോമോ സാപ്പിയൻസ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമോ എന്ന് പറയുന്ന ജനറിക് നെയിമും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിതെറ്റുമാണ്. ES സ്മോൾ ലെറ്റർ ആയിരിക്കണം, H എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ ഇത് തെറ്റിപ്പോയി. സെക്കൻഡ് വൺ തെറ്റി. ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിം ആൻഡ് ഹാൻഡ് റിട്ടൺ ആർ അണ്ടർലൈൻ, ശരിയാണ്. ആൻഡ് ഫോർത്ത് വണ്ണ് നമുക്കാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഏതെടുക്കാൻ പറ്റുന്നത്? സെക്കൻഡ് വൺ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കൂട്ടത്തിൽ ചേരാത്തത് സെക്കൻഡ് വൺ ആണ്. Which of the following combination is correct for wheat? വീറ്റിനെ പറ്റി, വീറ്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ട്രൈറ്റിക്കം എസ്റ്റിവം എന്നാണ്. അപ്പം ജീനസ് ട്രൈറ്റിക്കം, യെസ്, ഓക്കെ. ഫാമിലി അനാകാർഡിയേസി ആണോ? അല്ല, ഇത് തെറ്റിപ്പോയി. അനാകാർഡിയേസി വരുന്ന ആരുടെ കാര്യത്തില? മാവിന്റെ കാര്യത്തില, മാഗ്നിഫറ ഇൻഡിക്കയുടെ കാര്യത്തില. ജീനസ് ട്രൈറ്റിക്കം, ഫാമിലി പോയേസി, ഓക്കെ. ഓർഡർ പോയൽസ്, ഓക്കെ. ക്ലാസ് ഡൈക്കോട്ടിലിഡൻ ആണോ? പുല്ലുകളൊക്കെ എന്താ, മോണോകോട്ടിലിഡൻ അല്ലേ? അപ്പൊ ഇതും തെറ്റിപ്പോയി. ജീനസ് ട്രൈറ്റിക്കം, ഫാമിലി പോയേസി, ഓർഡർ സാപ്പിൻഡൽസ് ആണോ? അത് മാവിന്റെ കാര്യത്തിലാണ് ശരിയാവുന്നത്. അപ്പൊ ഇതും തെറ്റിപ്പോയി. ജീനസ് ട്രൈറ്റിക്കം, ഫാമിലി പോയേസി, പുല്ലിന്റെ ഫാമിലി, ഓർഡർ പോയൽസ്, ക്ലാസ് മോണോകോട്ടിലിഡൻ, എല്ലാം കറക്റ്റ് ആണ്. ഫോർത്ത് വൺ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് വരുന്നത്.
അടുത്തതായിട്ട് ഈ ഒരു ടേബിൾ കേട്ടോ, ഈ ഒരു ടേബിളിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട വീറ്റ് വരുന്നത്. വീറ്റിനെ പറ്റി മാത്രമല്ല, മനുഷ്യന്റെ കാര്യം പറയുന്നുണ്ട്, ഹൗസ് ഫ്ലൈയുടെ കാര്യം പറയുന്നുണ്ട്, മാംഗോയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ടേബിൾ എന്തായാലും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. മനുഷ്യന്റെ കാര്യം അറിഞ്ഞിരിക്കണം, ആൻഡ് നമ്മുടെ ഈച്ചയുടെ കാര്യം, ഹൗസ് ഫ്ലൈയുടെ കാര്യം അറിഞ്ഞിരിക്കണം, മസ്ക ഡൊമസ്റ്റിക്കയുടെ കാര്യം അറിഞ്ഞിരിക്കണം, മാങ്ങ തരുന്ന മാവിനെ പറ്റി അറിഞ്ഞിരിക്കണം, ആൻഡ് വീറ്റ് തരുന്ന വീറ്റ് ചെടിയെ പറ്റി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടാക്സോണമിക് ഹൈറാർക്കി ഇസ് ഗിവൻ ഫോളോയിങ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലാസ് സാപ്പിൻഡൽസ് ക്ലാസ് ആണോ? അല്ല, സാപ്പിൻഡൽസ് എന്ന് പറയുന്ന ഒരു ഓർഡർ ആണ്, പ്ലാന്റ് ഓർഡർ ആണ്, തെറ്റിപ്പോയി. ഓർഡർ പ്രൈമേറ്റ് ഓർഡർ അല്ലേ, മനുഷ്യന്റെ ഓർഡർ അല്ലേ പ്രൈമേറ്റ്, പ്രൈമേറ്റ് അതുകൊണ്ടാണ് നമ്മൾ പ്രൈമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡിപ്റ്റെറ എന്ന് പറയുന്നത് ഈച്ചയുടെ ഓർഡർ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. ജീനസ് മസ്ക, പോയൽസ് എന്ന് പറയുന്ന ജീനസ് അല്ല, പോയൽസ് എന്ന് പറയുന്ന ഒരു ഓർഡർ ആണ്. ഫാമിലി ട്രൈറ്റിക്കം അല്ല, ട്രൈറ്റിക്കം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുള്ളത് ജീനസ് ആണ്. കണ്ട, ജീനസിന്റെ നേരെയാണ് വരുന്നത്. അപ്പൊ ഏത് മാത്രമാണ് ശരി? യെസ്, കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ മാത്രമാണ് ശരി. ജീനസ് റെപ്രസെന്റ്, ജീനസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തിന്റെ മുകളിലാണ് ജീനസ് വരുന്നത്? സ്പീഷ്യസ്, ജീനസ്. അപ്പൊ സ്പീഷ്യസുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ ജീനസ് എന്ന് വിളിക്കുന്നത്. ഇനി ടാക്സോണമി ഹൈറാർക്കി, ജീനസ് ഈസ് ഇന്റർപൊളേറ്റഡ്. ഇന്റർപൊളേറ്റഡ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തിരിക്കുക. എങ്ങനെ വരുന്നത്? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഇങ്ങനെയല്ലേ വരിക. അപ്പം എന്തിന്റെ ഇടയിലാണ്? ഇന്റർപൊളേറ്റഡ്, പൊസിഷൻ ഇൻ ബിറ്റ്വീൻ. എവിടെയാണ് വരുന്നത്? ദിസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് സ്പീഷ്യസ്, അല്ലെങ്കിൽ സ്പീഷ്യസ് ആൻഡ് ഫാമിലി. അടുത്തായിട്ട് when an organism are in same class but in no same family, അങ്ങനെയാണെങ്കിൽ അവർ എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഓർഡർ എന്ന് എഴുതുകയാണെ. സ്പീഷ്യസ് കഴിഞ്ഞാൽ ജീനസ് കഴിഞ്ഞാൽ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, ആൻഡ് ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം കഴിഞ്ഞാൽ പിന്നെ കിങ്ഡം. ഓൾറൈറ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരേ ക്ലാസ് ആണ്, പക്ഷെ ഒരേ ഫാമിലി അല്ല. അപ്പൊ എവിടെയായിരിക്കും വരിക? They should come in same order. ഒരേ ഓർഡറിലായിരിക്കും വരേണ്ടത്. ഏത് ഓപ്ഷൻ ആണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്ത്യൻ ബൊട്ടാനിക്കൽ, ഇതൊന്നും ഓർത്തിരിക്കണം. നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആയിട്ട് മൂന്ന് പേരുകൾ മാത്രമേ NCERT കൊടുത്തിട്ടുള്ളൂ. ഒന്ന് കീവിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ, ഇംഗ്ലണ്ടിലുള്ള റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പൊ ഞാൻ അതുകൂടി ഒന്ന് എഴുതാം. റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇംഗ്ലണ്ടിലെ കീവിലാണുള്ളത് കേട്ടോ. ഇംഗ്ലണ്ടിലെ കീവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, കീവ്. ഓൾറൈറ്റ്. അപ്പൊ ഇങ്ങനെ പിന്നെയുള്ളത് എന്താണ്? ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡനും നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും. ഇങ്ങനെ മൂന്ന് ആൾക്കാരുടെ കാര്യമേ NCERT പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ്? ഇന്ത്യൻ എവിടെയാണ്? നാഷണൽ എവിടെയാണ്? ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ വരുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ഹൗറയിലാണ്. ആൻഡ് നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ വരുന്നത് എവിടെയാണ്? ലക്നൌവിലായിരിക്കും വരുന്നത്. ഹൗറ ആൻഡ് ലക്നൗ. ഇത് ഞാൻ പേഴ്സണലി ഓർത്തിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടായിരുന്നുള്ളൂ? നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ രണ്ട് പേരിലും ബൊട്ടാനിക്കൽ കോമൺ ആണ്. നാഷണലിനകത്തത് കണ്ടോ, ഒരു എല്ലുണ്ട്. ലക്നൌവിലും ആ എല്ലുണ്ട്. സോ L4 L എന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത്. എനിവേ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 3 പേരുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ രണ്ട് ഇന്ത്യയിലെ ഗാർഡനും പിന്നെ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡനും. ഇനി ഇൻസെക്ട് ബോക്സുകളെ നമ്മൾ ഉണ്ടാക്കിയാണ്. ഇൻസെക്ട് ബോക്സുകളെ മ്യൂസിയത്തിലൊക്കെ കാണുന്ന ഇൻസെക്ട് ബോക്സുകൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം ഇൻസെക്റ്റിനെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. നെറ്റൊക്കെ വെച്ച് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ജീവനോടെ ഇൻസെക്ട് ബോക്സിൽ ഇടാൻ പറ്റും അല്ല, മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്യുക. ഡെഡ് ആൻഡ് പ്രിസർവ്ഡ് എന്നാണ് മ്യൂസിയത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യണം? കില്ല് ചെയ്യണം. കളക്ട് ചെയ്യണം, കില്ല് ചെയ്യണം. പിന്നെ അവരെന്ത് ചെയ്യണം? ഒട്ടിച്ച് വെക്കണം. പിൻ ചെയ്ത് വെക്കണം. ഒട്ടിച്ച് വെക്കില്ല, പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്ന് വെച്ച് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. കളക്ടിങ്, കില്ലിങ് ആൻഡ് പിന്നിങ്. CKP എന്ന് ആലോചിച്ചാൽ മതി. സോ നമ്മൾ പറയുകയാണ് മ്യൂസിയത്തിൽ നമ്മൾ ഡെഡ് ആൻഡ് പ്രിസർവ്ഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അത് പ്ലാന്റ്സ് ആവാം, ആനിമൽസ് ആവാം. അതിൽ തന്നെ നമ്മൾ ഇൻസെക്ട് ബോക്സ് ആണെങ്കിൽ വി ഷുഡ് കളക്ട്, കിൽ ആൻഡ് പിന്നിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്സ് ദ ഫോളോയിങ്, ഒരു അടിപൊളി മാത്സ് ദ ഫോളോയിങ് ചോദ്യമാണ്. കപ്ലറ്റ് എന്ന് പറയുന്നത് കീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ കീഴത്തെ രണ്ട് കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പേരെന്നല്ലേ. അപ്പൊ കീഴത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയായിരിക്കും? പരസ്പരം കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആയിരിക്കും. ലീഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും വിളിക്കുന്ന പേര്. രണ്ട് സ്റ്റേറ്റ്മെന്റിനെ ഒന്നിച്ച് വിളിക്കുന്ന കപ്ലറ്റ്, ഓരോ സ്റ്റേറ്റ്മെന്റിനെയും വിളിക്കുന്ന പേരെന്താണ്? ലീഡ് എന്ന. ഈച്ച് സ്റ്റേറ്റ്മെന്റിനെ കീ ആയിട്ട് വരും.
മോണോഗ്രാഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നല്ലേ? ഒരു ടാക്സ്, അത് ഒരു സ്പീഷ്യസ് ആവാം, ഒരു ജീനസ് ആവാം, ഒരു ഫാമിലി ആവാം, ഒരു കിങ്ഡം ആവാം, ഒന്നിനെ പറ്റി മാത്രമാണ് പറയുന്നതെങ്കിൽ മോണോഗ്രാഫ് എന്തായിരിക്കും? ഒന്നിനെ പറ്റി, ഒരു ടാക്സോനെ പറ്റി മാത്രമുള്ള വിവരങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത്. ആൻഡ് ഫ്ലോറ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡ് ഇൻഡെക്സ് ഓഫ് പ്ലാന്റ് സ്പീഷ്യസ്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലാന്റ്സ് ആണ്, ഫോണ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആണ്. സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? A5 വരണം. A5 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. യെസ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സോ എന്നിട്ട് എന്താ പറയണ്ടേ? എത്രണ്ണം തെറ്റാണ് എന്നാണ് പറയാൻ ചോദിച്ചിരിക്കുന്നത്. ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ ലിവിങ് തിങ്സ്. ആണോ? NCERT കൃത്യമായിട്ട് പറഞ്ഞു. ഞാനാണെങ്കിൽ സലൈവറി അമലൈസിനെ എടുത്തു, എന്നിട്ട് ഇച്ചിരി സ്റ്റാർച്ചിനെ എടുത്തു, എന്റെ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് ഇങ്ങനെ കുലിക്കുന്ന സമയത്ത് സ്റ്റാർച്ച് 30% ഓഫ് ദ സ്റ്റാർച്ച് എന്തായിട്ട് കൺവേർട്ട് ആയി മാറും? ഡൈസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ആയി മാറും. 30% ഓഫ് സ്റ്റാർച്ച്. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ വായി നടക്കുന്ന ഒരു റിയാക്ഷൻ ടെസ്റ്റ് ട്യൂബിൽ നടത്തി എന്ന് വിചാരിച്ചാൽ ടെസ്റ്റ് ട്യൂബിന് ജീവൻ വരൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവിങ് റിയാക്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻസ് ഒരു ടെസ്റ്റ് ട്യൂബിൽ, ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഇൻ ലാബ് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ നടത്തിയത് കൊണ്ട് ടെസ്റ്റ് ട്യൂബിന് ജീവൻ വരില്ല. ഈ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് എങ്ങനെയാണ്? ഫാൾസ് ആണ്. റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത് ഇൻ അമീബ. അമീബ പോലെയുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളിൽ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടുന്നത് എന്താണ്? ഗ്രോത്ത് അല്ലേ? ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് ഇൻക്രീസ് ഇൻ സൈസ് എന്ന് പറയുന്നത് 10 ക്യാരക്ടേഴ്സ് ഓഫ് ഗ്രോത്ത്. ശരിയാണ്. എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എണ്ണം കൂടുമ്പോഴത്തേന് അവർ റീപ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത് ഇൻ അമീബ. ശരിയാണ്. റീപ്രൊഡക്ഷൻ ഈസ് ആൻ ഓൾ ഇൻക്ലൂസീവ്. എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റൂ? ഇല്ല. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ്, മനുഷ്യന്മാരുടെ കപ്പിൾസിനെ പറ്റില്ല, മ്യൂളിനെ പറ്റില്ല, വർക്കർ ബീസിനെ പറ്റില്ല. അപ്പൊ എല്ലാവരെയും ഒത്തുചേർക്കുന്ന ഒരു ഡെഫിനേഷൻ അല്ല, ഓൾ ഇൻക്ലൂസീവ് ഡെഫിനേഷൻ അല്ല. പ്ലാന്റ്സിന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ലൈറ്റിനോട് ഫോട്ടോട്രോഫിക് ഗ്രോത്ത് കാണിക്കാൻ പറ്റും, മണ്ണിനോട് ജിയോട്രോഫിക് ഗ്രോത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോട് പ്ലാന്റ്സിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എത്രണ്ണം തെറ്റാണ്? ഒന്നും തെറ്റാണ്, സിയും തെറ്റാണ്. അപ്പം 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് ഈസ് അവർ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലിവിങ് വേൾഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിനുശേഷം ആരും എവിടെയും പോവില്ല കേട്ടോ. ബയോളജിയിൽ ഇനിയുമുള്ള വളരെ കുറച്ച് ചാപ്റ്ററും കൂടിയുള്ള റിവൈസ് ചെയ്യാൻ വേണ്ടി ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോകും. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം, ഒരു ചോദ്യം വരുമെന്നാണ് ഞാൻ ലിവിങ് വേൾഡിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ചോദ്യം എന്തായിരിക്കാമെന്ന് നോക്കാം. എന്തായാലും അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഹ്യൂമൻസ് എന്ന് പറയുന്നത് പ്രൈമേറ്റ എന്ന് പറയുന്ന ഫാമിലിയിലാണോ വരുന്നത്? അല്ല, പ്രൈമേറ്റ എന്ന് വിളിക്കുന്ന ഓർഡറിലാണ് വരുന്നത്. ഇത് തെറ്റിപ്പോയി. ഹൗസ് ഫ്ലൈ, മസ്ക എന്ന് പറയും, മസ്ക ഡൊമസ്റ്റിക്ക, മസ്ക എന്ന് പറയുന്ന ഓർഡർ ആണോ? അവരുടെ ഓർഡർ ഡിപ്റ്റീറിയ ആണ്. ഈ ഓർഡർ അല്ല, മസ്ക എന്ന് പറയുന്ന ഒരു ജീനസ് ആണ്. അപ്പൊ ഇതും തെറ്റിപ്പോയി. ടിഗ്രസ്, പാന്തേറ ജീനസ്, ടിഗ്രസ് എന്ന് പറയുന്ന സ്പീഷ്യസ് ആണ്. അപ്പൊ തേർഡ് ഓപ്ഷൻ ടിഗ്രസ് ഈസ് ട്രൂ, സ്പീഷ്യസ് ആണ്. കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത് മൊലിസ്ക എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. കട്ടിൽ ഫിഷ് അല്ലെങ്കിൽ സെപ്പിയ എന്ന് വിളിക്കുന്ന ആള് മൊലിസ്ക എന്ന് പറയുന്ന ക്ലാസ് ആണല്ലോ. മൊലിസ്ക എന്ന് പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഏത് മാത്രം ശരിയാണ്? ടൈഗറിനെ പറ്റി പറയുന്ന ടൈഗറിന്റെ സ്പീഷ്യസ് നെയിം ഇസ് ടിഗ്രസ് എന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണ്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മുടെ ലൈവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നെക്സ്റ്റ് ടീച്ചർ അവിടെ വെയിറ്റിംഗ് ആണ്. സോ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. സോ ബൈ, സൈനിങ് ഓഫ് ആൻഡ് വൺസ് അഗൈൻ വെരി 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 ബെസ്റ്റ് വിഷസ് ഫോർ എവ്രി വൺ. അടിച്ച് തകർത്ത് അടിപൊളിയായിട്ട് പഠിക്കുക. നാളത്തെ പരീക്ഷ, നാളത്തെ ദിവസം നിങ്ങളുടെയാണ്. ബൈ.
ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ട്വന്റി മിനിറ്റ്സ് ആവുമ്പോൾ എന്നോട് പറയണേ, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ. ഒരു മിനിറ്റടാ. ഇതൊന്ന് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? വൈഫൈ ഒരു ആൻസർ കീ എടുക്കാനാ. മാമിനെ കാണുമ്പോ വിഷമം വരുമ്പോൾ അമ്മയെ കാണുന്ന അതേ ഫീലാണെന്ന്. എന്നെ കണ്ടോ? എന്നെ കണ്ടടാ പിള്ളേര്. എത്ര പേര് കാണുന്നുണ്ട്? 2200. ആൻസർ കീ എടുക്കാനാ. ചിലപ്പോ പണി കിട്ടിയാലോ. Organism and population. ഇവിടെ ഏജയുടെ മെസ്സേജ്. രജേഷ്. ഓക്കെ, കേറട്ടെ. ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എവിടെ? നാളെ പൊളിക്കാൻ പോകുന്നതിന്റെ മക്കളൊക്കെ എവിടെ? ടെൻഷൻ ആവുന്നുണ്ടോടാ മക്കൾ? എന്താടാ നിങ്ങളുടെ ഫീലിംഗ് പറ. ടെൻഷൻ ആവുന്നുണ്ടോ? മാം ഇവിടെ തന്നെയുണ്ട്. ടുമോറോ എല്ലാരും പൊളിക്കണം. വിഷസ് ഫ്രം മൾട്ടിവേഴ്സ്. ശരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ വന്ന് നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് മക്കളെ. സോ നമ്മുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എൻ്റെ എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എടാ നിങ്ങളൊക്കെ ഡോക്ടർ ആവും. ഒന്നും വിഷമിക്കണ്ടടാ, ഫുൾ സെറ്റ് ആണ് കേട്ടോ. പോസിറ്റീവ്, ഓൺലി പോസിറ്റിവിറ്റി. യെസ്, അടിച്ചു പൊളിക്കണം. ഓക്കെ. ഹൗ മെനി ചാപ്റ്റേഴ്സ് ലെഫ്റ്റ് എന്നോ മുഹമ്മദ് പറയണ എത്ര? ഹൗ മെനി ചാപ്റ്റേഴ്സ് ലെഫ്റ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ആണ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് നാളെ ഒന്നും ടെൻഷൻ ഒന്നും അടിക്കേണ്ട, എല്ലാം സെറ്റാണ്. നമ്മൾ പോയി അടിപൊളിയായിട്ട് നമ്മൾ ആൻസർ ചെയ്യും. എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യും. ഓക്കെ, നിങ്ങൾ റിസൾട്ടിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നാളെ എങ്ങനെ നന്നായിട്ട് എക്സാം എഴുതാന്നുള്ളത് ആലോചിക്കുക. ഇനി ഇന്ന് രാത്രി ഒന്നും പഠിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഈ ലൈവ് കഴിഞ്ഞ് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങ്. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോടാ. ഈ ചാപ്റ്ററിന്റെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. നമുക്കൊരു 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ചെയ്താലോ? 2 to 3 ക്വസ്റ്റ്യൻസ്. അറിയില്ല NTA നമുക്ക് നാളെ എന്ത് സർപ്രൈസ് ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കാം. യെസ്, എവിടെ എന്റെ മക്കളുടെ എനർജി ഒക്കെ ഫുൾ തീ വരട്ടെ. തീ ചാറ്റ് ബോക്സിൽ കൂടെ ഫുൾ തീ പുറത്തുവിടാ. തീ എവിടെ എന്റെ സൈലമിയൻസ് ഒക്കെ? എല്ലാം പേടിച്ചിരിക്കുകയാണോ? ആയിഷ എന്താ മോനെ? യെസ്, പേടിയൊന്നും വേണ്ട അഭിഷ. സ്ട്രോങ് ആയിട്ടിരിക്കും മക്കളെ, എല്ലാം സെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ. റെഡി? യെസ്, റെഡി ചെയ്യാം. വെരി ഗുഡ്. ആഷ്ന ഒന്നും വിഷമിക്കേണ്ട. ആഷ്ന കുട്ടിക്കൊക്കെ ടോപ്പ് റാങ്ക് ആണ് AIR കിട്ടാൻ പോകുന്നത് കേട്ടോ. ഒന്നുമില്ല. ഓക്കെ, എല്ലാരും നോക്കിക്കേ, എല്ലാരും പേടിച്ചിരിക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? വെരി ഗുഡ്, എക്സലന്റ്.
Which one of the following statements cannot be connected to predation? ഇതിൽ predation ആയിട്ട് റിലേഷൻ ഇല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? predation എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ് അല്ലെ predation. യെസ്, പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ. കാരണം predator പോസിറ്റീവ്ലി എഫക്റ്റഡ് അല്ലെ, പോസിറ്റീവ്ലി എഫക്റ്റഡ് ആൻഡ് ദ prey is negatively affected. ആരാണ് പോസിറ്റീവ്ലി എഫക്റ്റഡ്? predator. കാരണം predatorന് ഫുഡ് കിട്ടൂലോ. പ്രേ നെഗറ്റീവ്ലി എഫക്റ്റഡ് ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? എന്റെ മക്കൾ പറഞ്ഞേ. ചോക്കോ പപ്പീസ്. ഞാൻ കണ്ടടാ. Okay, it helps in maintaining species diversity. It might lead to extinction. Both the interacting species are negatively impacted. Both are negatively impacted. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? Which cannot be connected to ആണ്. നമുക്കറിയാം ഇത് ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ് ആണ്. അപ്പം ബോത്ത് നെഗറ്റീവ് ആകുമോ? നെഗറ്റീവ് ആകുമോ? ഇല്ല അല്ലെ? ഓപ്ഷൻ സി. വെരി ഗുഡ്. വൈൽ എക്സ്പ്ലെയിനിങ്, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം എന്റെ മക്കള് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവസാന ഭാഗം മാത്രം നോക്കിയാൽ മതി. Which of the following interaction can be assigned as plus minus? ഇതിൽ ഏതാ പ്ലസ് മൈനസ്? predation പ്ലസ് മൈനസ് ആണ്. അമെൻസാലിസം എന്താണ്? +0 ആണോ? യെസ്. കോമൻസാലിസം എന്താണ്? പറഞ്ഞേ മക്കള് പറഞ്ഞേ. 1 +0. കോമൻസാലിസം പ്ലസ് ന്യൂട്രൽ ആണ്, അമെൻസാലിസം മൈനസ് ന്യൂട്രൽ ആണ് അല്ലെ? കോമ്പറ്റീഷനോ? രണ്ടുപേരും മൈനസ് ഇന്ററാക്ഷൻ ആണ്. isn't it? Correct children. So predation is plus minus interaction. കാരണം ഒരാൾ ബെനിഫിറ്റഡ് ആവുന്നു, മറ്റേയാള് ബെനിഫിറ്റഡ് ആവുന്നില്ല, മറ്റേ നെഗറ്റീവ്ലി എഫക്റ്റഡ് ആവുന്നു. പക്ഷെ ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് കാണാൻ പറ്റും. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗമാണ്. ഒന്ന് നമ്മുടെ ഗ്രോത്ത് കണ്ടീഷൻസ് പറയുന്നത്, ഗ്രോത്ത് കർവ്സ് പറയുന്നുണ്ട്, ഗോസസ് പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ററാക്ഷൻസ്, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് കേട്ടോ. If 8 Drosophila in a laboratory population of 80 died in a week, the death rate in the population of individuals per Drosophila is what? അതെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യെസ്, എല്ലാരും പറഞ്ഞേ. ഡെത്ത് റേറ്റ് ഇസ് ഗിവൺ ബൈ, അതിന്റെ ഇക്വേഷൻ എന്താ? ഡെത്ത് റേറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡെത്ത് റേറ്റ് ഇസ് ഗിവൺ ബൈ നമ്പർ ഓഫ് ഡെഡ് ഇൻഡിവിജ്വൽസ്. അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് അങ്ങനെ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, ടോട്ടൽ പോപ്പുലേഷൻ നമ്പർ. റൈറ്റ്, നിങ്ങൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇഗ്നോർ ചെയ്തോളൂ. യെസ്, 8 ഡിവൈഡഡ് ബൈ, അത് എത്രയാണ്? എത്ര പേര് മരിച്ചു? 8 പേര് മരിച്ചു. ടോട്ടൽ 80. സോ 8 ഡിവൈഡഡ് ബൈ 80 is 1/10. That is equal to what? 0.1. isn't it? 0.1 ആണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേടാ? ഇതുപോലെ തന്നെ നമുക്ക് ബർത്ത് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഈ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ഓക്കെ. അമെൻസാലിസം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, ഹൗ ക്യാൻ വി റെപ്രസെന്റ് അമെൻസാലിസം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. അമെൻസാലിസം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, പോസിറ്റീവ് നെഗറ്റീവ് ആണോ അമെൻസാലിസം? അമെൻസാലിസത്തിൽ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണോ അമെൻസാലിസം? നോ. വാട്ട് ടൈപ്പ് ഓഫ് ആൻ ഇന്ററാക്ഷൻ ഇസ് അമെൻസാലിസം? ഇറ്റ് ഈസ് എ -0 ഇന്ററാക്ഷൻ അല്ലെ? അതായത് ഒരു സ്പീഷീസ് നെഗറ്റീവ്ലി എഫക്റ്റഡ് ആവുന്നു, മറ്റേ സ്പീഷീസ് അത് അറിയുന്നു പോലുമില്ല. അതിന്റെ എക്സാമ്പിൾ പഠിച്ചത് ഏതാണ്? അമെൻസാലിസത്തിന്റെ എക്സാമ്പിൾ വേഗം പറഞ്ഞ മക്കളെ. അമെൻസാലിസത്തിന്റെ എക്സാമ്പിൾ, ഒരാൾ വളരുന്നു ഒരു പെട്രി ഡിഷില്. നമ്മൾ ആരെയാണ് വളർത്താൻ നോക്കുന്നത്? നമ്മൾ ബാക്ടീരിയനെ വളർത്താൻ വേണ്ടി ഇങ്ങനെ അതിനെ സ്ട്രീക്ക് ചെയ്ത് വിടുന്നു. പക്ഷെ അവിടെ വേറൊരാൾ വന്ന് വളരുന്നു. ആരാണ് അവിടെ വളരുന്നത്? ഫംഗസ് വന്നിട്ട് വളരുന്നു. ഫംഗസ് വന്നിട്ട് വളരുമ്പോൾ അവിടെ അതൊരു സോൺ ഓഫ് ഇൻഹിബിഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? സോൺ ഓഫ് ഇൻഹിബിഷൻ. ആര്? പെനിസീലിയം എന്ന് പറയുന്ന ഫംഗസ്. പെനിസീലിയം വളരുമ്പോൾ അത് അവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയ, ഇത് നമ്മുടെ ബാക്ടീരിയ ആണ്, സ്ട്രെപ്റ്റോകോക്കസോ, ബാക്ടീരിയനെ വളരാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഫംഗസ് അറിയുന്നുണ്ടോ ഞാൻ ബാക്ടീരിയനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന്? ഫംഗസ് 0 ആണ്, ന്യൂട്രൽ ആണ്, അറിയുന്നില്ല. പക്ഷെ ബാക്ടീരിയക്ക് വളരാൻ പറ്റുന്നുണ്ടോ? ഇല്ല. isn't it? പെനിസീലിയം ആൻഡ് ബാക്ടീരിയ, വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് അമെൻസാലിസം. ഓക്കെ, ഒരാള് അറിയുന്നേ ഇല്ല, മറ്റേ ആള് ഞാൻ നെഗറ്റീവ് ആയിട്ട്, നമ്മൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, അപ്പൊ അയാൾക്കത് ഭയങ്കര വിഷമായി. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മുടെ വായിന്ന് പോയ ആ വാക്ക് അല്ലെ, അത് മറ്റേ ആൾക്ക് എന്തൂരം വിഷമായി എന്ന് നമ്മൾ അറിയുന്നില്ല. isn't it? അമെൻസാലിസത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. റൈറ്റ് ചിൽഡ്രൻ? Okay, in spite of interspecific competition in nature, which mechanism the competing species might have evolved for their survival? ഇതിൽ ഏതാണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. യെസ്, വേഗം പറഞ്ഞേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നാളെ നമുക്ക് എക്സാം ഹാളിലെ ആൻസർ ഇങ്ങനെ വരണം അല്ലേ?
ഒന്ന് ചിന്തിക്കേണ്ട പോലെ ആവശ്യമില്ല, ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരട്ടെ. നമുക്ക് ഇവിടെ വെച്ച് വിഷ് ചെയ്യാടാ. എല്ലാരും ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് കണ്ണടയ്ക്ക്. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസ് വരണേ, വിഷ് ചെയ്യടാ. നമ്മൾ ജെന്യൂൻ ആയിട്ട് വിഷ് ചെയ്താൽ ചിലപ്പോൾ നടക്കും. ഇത് തന്നെ വരട്ടെ അല്ലെ, ഇതേ ക്വസ്റ്റ്യൻസ് വരട്ടെ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് കണക്കെടുക്കാൻ ഇവിടെ കുറച്ച് സെൻസസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കണക്കൊക്കെ എടുത്ത് എന്ത് ചെയ്യാനാണ് മക്കളെ? 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. യെസ്, ഇതിന്റെ പറഞ്ഞേ റിസോഴ്സ് പാർട്ടീഷനിങ് ആണോ? റിസോഴ്സ് പാർട്ടീഷനിങ്, ഇസ്ന്റ് ഇറ്റ് കറക്റ്റ്? 2 സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ്. പക്ഷെ അതിനകത്ത് നേച്ചർ നമ്മൾ പറഞ്ഞ പല പ്രിൻസിപ്പിൾസും അനുസരിച്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ, കോമ്പറ്റീറ്റീവ് റിലീസ് ഒക്കെ അനുസരിച്ച് സുപ്പീരിയർ സ്പീഷീസ് സർവൈവ് ചെയ്യും, മറ്റേ ഇൻഫീരിയർ വൺസിന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ആബിങ്ടൺ ടോർട്ടോയ്സും മറ്റേ ഷീപ്പിന്റെ ഒക്കെ എക്സാമ്പിൾ, ഗോട്ടിന്റെ ഒക്കെ എക്സാമ്പിൾ. പക്ഷെ അതല്ല നേച്ചറിൽ നമ്മൾ പഠിച്ചത്. ആക്ച്വലി നേച്ചറിൽ എന്താ സംഭവിക്കുക? ഓർഗാനിസംസ് എല്ലാം ഉള്ള റിസോഴ്സസ് പങ്കിട്ട് അവർ സർവൈവ് ചെയ്യും. അതാണ് റിസോഴ്സ് പാർട്ടി. അല്ലെങ്കിൽ ഒരു കാട്ടിൽ ആന മാത്രമല്ലേ ജീവിക്കുള്ളൂ, സുപ്പീരിയർ സ്പീഷീസ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു കാട്ടിൽ ലയൺ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണോ? എല്ലാവരും ഒരുമിച്ച് സർവൈവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്. അത് നമ്മുടെ ബേർഡിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ? ബേർഡിന്റെ എക്സാമ്പിൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വാബ്ലർ ബേർഡ്സിന്റെ എക്സാമ്പിൾ അല്ലേ? എന്ത് എക്സാമ്പിളാ? വാബ്ലർ ബേർഡ്സ്. വാബ്ലർ ബേർഡ്സ് എല്ലാരും കൂടി ഒരേ ട്രീയിലെ പല പല ഭാഗങ്ങള് അവര് യൂട്ടിലൈസ് ചെയ്യുന്ന എക്സാമ്പിൾ. ഇസ്ന്റ് ഇറ്റ്? യെസ്, ആരെങ്കിലും പറയാമോ ടൈം? എന്തിന്റെ ടൈമാടാ? ഓക്കെ. ഇൻ ദ എക്സ്പോണെൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ NT is equal to N0 ERT. റെപ്രസെന്റ് ഡയറക്റ്റ് NCERT നല്ലപോലെ വായിച്ചോട്ടോ. എല്ലാ മക്കളും NCERT എടുത്തു വെച്ചിട്ടില്ലേ അടുത്ത്? യെസ് മക്കളെ, അടുത്ത് വെച്ചിട്ടില്ല എല്ലാരും NCERT? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, ഇൻ ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ NT is equal to N0 ERT എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഗ്രോത്ത് റേറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതായത് ഒരു പോപ്പുലേഷൻ എങ്ങനെ ഗ്രോ ചെയ്യുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇന്റഗ്രൽ ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ NT is equal to N0 ERT where NT is the population density after time t. N0 എന്താണ്? at the initial population density at time 0 are intrinsic rate of natural increase and base of natural logarithm. Isn't it? Base of natural logarithms. Option A. Direct question ആണല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും നോക്കാനില്ല. അസർഷൻ റീസൺ ഇത് ഈസി അല്ലേടാ? പേഴ്സൺ ഗോസ് ത്രൂ ഹൈ ആൾട്ടിറ്റ്യൂഡ്. അഡാപ്റ്റേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡി പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യും. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ. പേഴ്സൺ ഗോ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് എക്സ്പീരിയൻസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. എന്തുകൊണ്ടാണ്? ആൾട്ടിറ്റ്യൂഡ് ഹൈ ആവുമ്പം പൊക്കം കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ കുറയും. ഇസ്ന്റ് ഇറ്റ്? ഓക്സിജൻ കണ്ടന്റ് ഈസ് ലെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഹൈ. Isn't it? Pressure is high, oxygen is less. So that means what? Pressure കൂടുന്ന സമയത്ത് നമുക്ക് പ്രഷർ കുറയാണോ കൂടുകയാണോ ചെയ്യുക? എല്ലാരും പറഞ്ഞേ. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയായിരിക്കോ കുറയായിരിക്കോ? ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Isn't it? കറക്റ്റ്. ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ? പറയേ. യെസ്, വെരി ഗുഡ്, എക്സലന്റ്. ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ലോ ഓക്സിജൻ. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര പ്രശ്നം വരും. നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടില്ല. ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ പറ്റില്ല. ബോഡിയിലെ എല്ലാ സ്ഥലത്തേക്കും എന്താ പറയാ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യപ്പെടില്ല. അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. Isn't it? So what should be the correct answer to this question? Yes, both assertion and reason are true. Option C. And reason is the correct explanation of the assertion. Altitude sickness ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ്. ഓർത്ത് വെക്കുക മക്കളെ. ഓക്കെ, യെസ്, എല്ലാവരും നോക്കണം. അതായത് നമുക്ക് ഇത് കഴിയുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ് നോസിയ, ഫറ്റീഗ്, ഹാർട്ട് പാൽപിറ്റേഷൻസ്. അതൊക്കെ മക്കൾ ഓർക്കണം കേട്ടോ. Which of the following is not an attribute of a population? Population attributes നമ്മൾ പഠിച്ചു. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, അതായത് ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഇതെല്ലാം പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ്. സ്പീഷീസ് ഇന്ററാക്ഷൻ, അതായത് രണ്ട് ലിവിങ് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒരിക്കലും ഒരു പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട് അല്ല. Isn't it? പഴയ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ല. അതിന്റെ ലാമിനേറ്റഡ് കോപ്പി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ. വേറെ എന്തെങ്കിലും ID പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ക്യാരി ചെയ്യാം. ഓക്കെ, യെസ്. Pinus seed cannot germinate and establish without fungal association. This is because അവര് രണ്ടുപേരും മ്യൂച്വലിസം അല്ലേ? അല്ലേ മക്കളെ? അവര് രണ്ടുപേരും മ്യൂച്വലിസം ആണ്. ദാറ്റ് മീൻസ് വാട്ട്? അതായത് പൈനസിന്റെ ട്രീയുടെ റൂട്ടിൽ പോയിട്ട് ആരാണ് ജീവിക്കുന്നത്? ഫംഗസ് ജീവിക്കുന്നുണ്ട്. ഏത് ഫംഗസ് ആണ് അവിടെ ജീവിക്കുന്നത്? ഗ്ലോമസ് എന്ന് പറയുന്ന
ഫംഗസ്. ഗ്ലോമസ് സ്പീഷീസ് ആണ് അവിടെ ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ പൈനസ് ട്രീയുടെ റൂട്ട് അല്ലെ. അപ്പം ഈ പൈനസ് ട്രീക്ക് തന്നെ അവിടുന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല. ആ കഴിവ് ഇവർക്ക് കൊടുക്കുന്നത് ആരാണ്? ഗ്ലോമസ് ആണ് അബ്സോർബ് ചെയ്ത് ന്യൂട്രിയൻസ് ഇങ്ങനെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ട്രീ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഫുഡും അതൊക്കെ ഗ്ലോമസിന് കഴിക്കാൻ കൊടുക്കും, അതുപോലെ അവർക്ക് ഷെൽട്ടറും കൊടുക്കും. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണ്. മ്യൂച്വലിസം അല്ലേ? യെസ്. സോ വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? എല്ലാവരും പറഞ്ഞേ. ഇറ്റ് ഹാസ് ആൻ ഓബ്ലിഗേറ്റ് അസോസിയേഷൻ വിത്ത് മൈക്കോറൈസേ. ഈ അസോസിയേഷൻ നമ്മൾ പറയുന്ന പേരാണ് മൈക്കോറൈസേ. മൈക്കോ മീനിങ് ഫംഗസ് ആൻഡ് റൈസ മീനിങ് റൂട്ട്, isn't it? Myco meaning fungus, rhiza meaning root. Mycorrhiza association, isn't it? അത് ഒരു മ്യൂച്വലിസത്തിന്റെ നല്ല എക്സാമ്പിൾ ആണ്. മാച്ച് കോളം 1 with കോളം 2. ഒന്ന് മാച്ച് ചെയ്തേടാ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. മക്കൾ ഒന്ന് മാച്ച് ചെയ്തേ എല്ലാരും. സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസം അല്ലെ. ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽ. പാരസൈറ്റ് സിംബയോട്ടിക് അസോസിയേഷൻ ആണോ? ലിവിങ് ഓൺ ലിവിങ് പ്ലാന്റ്സ്. അതുപോലെ ഒരു ലിവിങ് ഓർഗാനിസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ പാരസൈറ്റ് എന്ന് പറയുന്നു. വെരി ഗുഡ്. യെസ്. ലൈക്കൻസ്. ഫംഗസും ആൽഗയും കൂടെ ഉള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. ഫംഗസും ആൽഗയും കൂടി. ഫംഗൽ പാർട്ണറിനെ നമ്മൾ എന്ത് പറയും? മൈക്കോബയോണ്ട് എന്ന് പറയും. ആൽഗൽ പാർട്ണറിനെ ഫൈക്കോബയോണ്ട് എന്ന് പറയും. ലൈക്കൻസിനെ നമ്മൾ വേറൊരു സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്? ലൈക്കണിനെ വേറൊരു സംഭവമായിട്ട് പഠിച്ചിട്ടുണ്ട്. വേഗം പറയാം, ആർക്ക് പറയാൻ പറ്റും? മൈക്കോറൈസ. അതുപോലെ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ്, isn't it? കറക്റ്റ്. അപ്പം എന്താണ് ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻ? വെരി ഗുഡ്. ഓപ്ഷൻ സി അല്ലേടാ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. A is 2, B is 3, C is 4 and D is 1. Excellent. Very good, my future doctors. Excellent. Next, which one of the following plant shows a very close relationship with a species of moth where none of the two can complete its life cycle without the other? ഏതാണ്? യൂക്ക പ്ലാന്റും മോത്തും തമ്മിലുള്ള അസോസിയേഷൻ. അതായത് യൂക്ക പ്ലാന്റും മോത്തും രണ്ടുപേർക്കും അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. യൂക്ക പ്ലാന്റിന് പോളിനേഷൻ നടത്താൻ മോത്തിന്റെ ഫ്ലൈന്റെ ഹെൽപ്പ് വേണം അല്ലെ. അപ്പൊ എന്ത് പറയും? അത് അതിനൊരു റിവാർഡ് കൊടുക്കും. പ്ലേസ് ടു ലേ എഗ്സ് കൊടുക്കും അല്ലെ. യൂക്ക പ്ലാന്റും മോത്തും. യൂക്ക പ്ലാന്റ് പറയും നീ ഇവിടെ വന്നിട്ട് നിന്റെ മുട്ടയിട്ടോ, അറ്റ് ദ സെയിം ടൈം ഞാൻ നിനക്ക് കുറച്ച് പോളൻ ഗ്രെയിൻസ് തരും, അത് കൊണ്ടുപോയിട്ട് ഫീമെയിൽ ഫ്ലവറിൽ കൊടുക്കണം. സോ ദാറ്റ് ഇസ് മ്യൂച്വലിസം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. isn't it, my future doctors? യെസ്. പറഞ്ഞേ. യൂക്ക. നേറ്റാലിറ്റി റെഫേഴ്സ് ടു. നേറ്റാലിറ്റി എന്താണ്? എല്ലാരും പറഞ്ഞേ. നേറ്റാലിറ്റി എന്താണ്? ബർത്ത് റേറ്റ് ആണോ? ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലൊക്കെ ഒന്നുമില്ല. ഡെത്ത് റേറ്റ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയും, ബർത്ത് റേറ്റ് നമ്മൾ നേറ്റാലിറ്റി എന്ന് പറയും. അതായത് നമ്പർ ഓഫ് ബർത്ത് പെർ 1000 ഇൻഡിവിജ്വൽസ് പെർ ഇയർ ആണ് നേറ്റാലിറ്റി അല്ലെ. വെരി ഗുഡ്. നിഷ് ഇസ്. ഈക്കോളജിക്കൽ നീഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതും NCERT ലൈൻ ആണ്. അതുപോലെ കൊടുത്തിരിക്കുന്നു. ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ദി ഓർഗാനിസം നീഡ്സ് ടു ലിവ്, ദ ഫിസിക്കൽ സ്പേസ് വെയർ ആൻ ഓർഗാനിസം ലിവ്സ്, all the biological factors in the organism's environment. എന്താണ്? ഫങ്ഷണൽ റോൾ പ്ലേഡ് ബൈ ആൻ ഓർഗാനിസം വെയർ ഇറ്റ് ലിവ്സ്. ഒരു ഓർഗാനിസം ജീവിക്കുന്ന സ്ഥലത്ത് അതിന് കുറച്ച് ജോലികളും കൂടെ ചെയ്യാനുണ്ട്. അവിടെ അനാവശ്യമായിട്ട് വരുന്ന പ്ലാന്റ്സിനെ തിന്നു തീർക്കണം, അല്ലെങ്കിൽ അവിടെ ഇക്കോളജിക്കൽ ബാലൻസ് വരുത്താൻ വേണ്ടി അതിന് ഫുഡ് ചെയിനിൽ ആ ഇക്കോസിസ്റ്റത്തിൽ അതിന് റോൾ പ്ലേ ചെയ്യാനുണ്ട്. അത് അവിടെ ചെയ്യുന്നു, അതിന് ഇഷ്ടമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നു, അതിന്റെ ഡ്യൂട്ടി അത് ഫിനിഷ് ചെയ്യുന്നു. isn't it? Functional role played by the organism where it lives, that is niche. Which one of the following population interaction is widely used in medical science for the production of antibiotics? ആന്റിബയോട്ടിക് പ്രൊഡക്ഷന് ഏത് ഇന്ററാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്? പെനിസിലിയം ഇസ് എ ഫംഗസ്. പെനിസിലിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. isn't it? കറക്റ്റ്. ആ പെനിസിലിൻ ഏത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ആണ് പ്രിവെന്റ് ചെയ്യുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ആണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്. അത് എന്ത് എക്സാമ്പിൾ ആണ്? വേഗം പറഞ്ഞേ മക്കളെ. യെസ്, വേഗം പറഞ്ഞേ. കോമൻസാലിസം, അമെൻസാലിസം. വാട്ട് ഇസ് ഇറ്റ്? കോമൻസാലിസം ആണ്. ഒരാൾ നെഗറ്റീവ്ലി അഫക്റ്റഡ്, ഒരാൾ 0. അമെൻസാലിസം. വെരി ഗുഡ്. ഇൻ എ ഗ്രോയിങ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ഒരു ഗ്രോയിങ് പോപ്പുലേഷനിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ഗ്രോയിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് പിരമിഡ് ആയിരിക്കും? ഡിക്ലൈനിങ് പിരമിഡ് ആയിരിക്കുമോ? എക്സ്പാൻഡിങ് പിരമിഡ് ആയിരിക്കുമോ? എക്സ്പാൻഡിങ് പിരമിഡ് ആയിരിക്കും അല്ലെ. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ ലെസ് ദാൻ ദ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ ലെസ് ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. എന്തായിരിക്കും? എല്ലാരും പറഞ്ഞേ. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്.
പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ഇസ്ന്റ് ഇറ്റ്. അതായത് യങ്സ്റ്റേഴ്സ് കൂടുതലായിരിക്കും. യങ്സ്റ്റേഴ്സ് അതായത് ജുവനൈൽ ഫേസിലുള്ളവര്, പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുവനൈൽ ഫേസിലുള്ളത്. ആനിമൽസ് ആണെങ്കിൽ ജുവനൈൽ ഫേസ്, പ്ലാന്റ്സ് ആണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്. അതായത് യങ് ഫേസിലുള്ളവർ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പിന്നെ റീപ്രൊഡക്റ്റീവ് കയറും, പിന്നെ ഓൾഡ് ഏജിൽ കയറും. അപ്പൊ അതൊരു എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആയിരിക്കും അല്ലെ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇസ്ന്റ് ഇറ്റ്? വെരി ഗുഡ്. പ്രസൻസ് ഓഫ് പ്ലാന്റ്സ് അറേഞ്ച്ഡ് ഇൻ ടു വെൽ ഡിഫൈൻഡ് വെർട്ടിക്കൽ ലെയേഴ്സ്. ഒരു ഫോറസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും ഒരേ ഹൈറ്റ് ആയിരിക്കും മക്കളെ? ഇല്ല. ഗ്രാസസിന് ഒരു ഹൈറ്റ്, ഷ്രബ്സിന് വേറൊരു ഹൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള കോണിഫേഴ്സിന് ഇന്നും ഒരു ഹൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള വലിയ വലിയ ട്രീസിനൊക്കെ അവരുടെ സൺലൈറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, അവരുടെ അനാറ്റമി മോർഫോളജി അനുസരിച്ചിട്ട് വേറെ വേറെ റിക്വയർമെന്റ്, വേറെ വേറെ ഹൈറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഒരു ഫോറസ്റ്റ് ഫോം ചെയ്യുന്നത്, ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത് അല്ലെ. സോ അതിന് നമുക്ക് എവിടെയാണ് ഇത് കാണാൻ പറ്റുക എന്നാണ്. ഈ വെർട്ടിക്കൽ ലെയേഴ്സ് ഉള്ള അറേഞ്ച്മെന്റ് ഏത് ഫോറസ്റ്റിലാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് ഇൻഡയറക്ട്ലി അവർ ചോദിക്കുന്ന എന്താണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് കാണാൻ പറ്റുന്നത്? വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ബിക്കോസ് ഓഫ് ദ സ്പെസിഫിക് ക്ലൈമറ്റ് ദെയർ, ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ആവശ്യത്തിന് സൺലൈറ്റ് ഉണ്ട്. അപ്പൊ അതിനർത്ഥം അവിടെ പ്ലാന്റ്സ് നല്ലപോലെ ഫോട്ടോസിന്തസൈസ് ചെയ്ത് നന്നായിട്ട് വളരാൻ പറ്റും, അവിടെ ഇഷ്ടംപോലെ മഴ കിട്ടും. സോ ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ് there is lot of diversity, more biodiversity. So നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, asymptote in a logistic growth curve is obtained when. asymptote എന്താണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവില് asymptote എന്താണ്? dn/dt is equal to rn into n minus k minus n by k അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്? dn/dt is equal to എന്താണ് ഇക്വേഷൻ? rn multiplied by n k minus n അല്ലേ? k minus n divided by k, isn't it? Correct. അതായത് ഇഫ് ഇനി നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിൽ പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്തും അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിയും ക്യാരിയിങ് കപ്പാസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? പോപ്പുലേഷൻ ഡെൻസിറ്റിയും ക്യാരിയിങ് കപ്പാസിറ്റിയും തമ്മിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതായത് ഇവിടെ ഒരു കെ ഉണ്ട് അല്ലെ, ഇവിടെ ഒരു കെ ഉണ്ട്. ഈ കെ എന്താണ് സാധനം? ഈ പോപ്പുലേഷനിൽ ഇത്രയും ആൾക്കാരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ലോജിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് കർവ്. എൻവിറോൺമെന്റിൽ ഒരിക്കലും കുറേ ഫുഡൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല അല്ലെ? കുറെ ഓർഗാനിസംസ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഫുഡ് ലിമിറ്റഡ് ആയിരിക്കില്ലേ? സോ വെൻ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വെൻ ഫുഡ് ഇസ് ലിമിറ്റഡ്, റൈറ്റ്, ഓർഗാനിസം ഇങ്ങനെ വളരും. ആദ്യം അവരിങ്ങനെ ഫുഡൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ നല്ലതായിട്ട് പോപ്പുലേഷൻ ഇങ്ങനെ വളരും അല്ലെ. ഈ ലൈൻ കാണിക്കുന്നത് എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ കാണിക്കും. അതല്ലേ നമ്മൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിൽ പ്ലോട്ട് ചെയ്യുന്നത്? മക്കളെല്ലാവരും കേൾക്കുന്നുണ്ടോ മാം പറയുന്നത് അല്ലേ? യെസ്. ഇവിടെ ടൈം, വിത്ത് ടൈം, റൈറ്റ്, നമ്മൾ അതാണ് നോക്കുന്നത്. ഇവിടെ കെ കാണിക്കുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് ഇങ്ങനെ പോപ്പുലേഷൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അല്ലെ, ആ ഒരു പ്രത്യേക കപ്പാസിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഫുഡ് എല്ലാം തീരൂല്ലേ, എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ ഫുഡ് തീർന്നു, കാലിയായി. അപ്പൊ എന്ത് പറ്റും? അതിൽ കൂടുതൽ ആ പോപ്പുലേഷന് വളരാൻ പറ്റില്ല. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? പോപ്പുലേഷന് വളരാൻ പറ്റുമോ? അപ്പം എന്തായി ഇവിടെ? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് n ആണ്. ഇവിടെ n ഈസ് ഈക്വൽ ടു k ആയി. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിയും ക്യാരിയിങ് കപ്പാസിറ്റിയും കൂടെ ഒരുമിച്ച് വരുമ്പം ആ പോപ്പുലേഷൻ ഈക്വലിബ്രിയത്തിൽ എത്തുന്നു. അതിന് പിന്നീട് മുകളിലേക്ക് വളരാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് asymptote. asymptote എന്താണ് അതിന് പറയുന്ന പേര്? asymptote. ഓക്കെ, സോ k ഇസ് ഈക്വൽ ടു n ആവുമ്പോഴാണ് asymptote റീച്ച് ആവുന്നത്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ക്ലിയർ അല്ലേ എവരിബഡി? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ഫോർ ആർ സെലക്ടഡ് സ്പീഷീസ്? എന്താണ്? ലാർജ് നമ്പർ ഓഫ് പ്രോജനി വിത്ത് ലാർജ് സൈസ്. ഇതൊന്ന് ആൻസർ ചെയ്തേ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. ലാർജ് നമ്പർ ഓഫ് സ്മോൾ നമ്പർ ഓഫ് പ്രോജനി വിത്ത് സ്മോൾ സൈസ്, small number of progeny with large size, large number of progeny with small size. Which is correct for R selected species എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, അതായത് എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ ഗ്രോത്തും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്, റൈറ്റ്. അതായത് ഇവർക്ക് ദേ റിക്വയർ ഷോർട്ട് ജസ്റ്റേഷൻ പീരിയഡ്സ്, അതുപോലെ തന്നെ ദേ മെച്യൂർ ക്വിക്ലി,
isn't it? Unlike K selected species, K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ carrying capacity. Members of this group are capable of reproduction at a relatively young age, isn't it? ഈ question answer എന്താണ്? Large number of progeny with a small size. Next question. If plus sign is assigned to beneficial interaction, minus sign to detrimental, plus minus refers to ഇതിൽ ഏതാടാ plus minus? Simple question. Yes, ma'am, please reply, ma'am, please. അനന്തു കൃഷ്ണൻ എന്താണ് ചോദിച്ചത്? വേഗം പറഞ്ഞേ എന്താ അനന്തു കൃഷ്ണന്റെ ഡൗട്ട്? മാം സ്പീഡ് ആക്കോ? യെസ്, സ്പീഡ് ആക്കിയിരിക്കും. പ്ലസ് മൈനസ്, വേഗം പറഞ്ഞേ, പ്ലസ് മൈനസ് ഇന്ററാക്ഷൻ ഇതിൽ ഏതാണ്? വെരി ഗുഡ്. മ്യൂച്വലിസം ആണോടാ പ്ലസ് മൈനസ് ഇന്ററാക്ഷൻ? എല്ലാരും ഓപ്ഷൻ ഡി പറയണ്ടല്ലോ. യെസ്. അമെൻസാലിസം എന്താണ്? പോസിറ്റീവ് സീറോ ഇന്ററാക്ഷൻ. കോമൺ സാലിസം നെഗറ്റീവ്, സോറി എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കോമൺ സാലിസം പോസിറ്റീവ് സീറോ ഇന്ററാക്ഷൻ, അമെൻസാലിസം മൈനസ് സീറോ ഇന്ററാക്ഷൻ, പാരസൈറ്റിസം പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ, മ്യൂച്വലിസം പോസിറ്റീവ് ഇന്ററാക്ഷൻ. സോ പോസിറ്റീവ് നെഗറ്റീവ് ഇസ് പാരസൈറ്റിസം. ഹോസ്റ്റിന് അത് ബാഡ് ആണ്, ബെനിഫിഷ്യൽ ഒട്ടും ബെനിഫിഷ്യലേ അല്ല. പക്ഷെ പാരസൈറ്റിന് ബെനിഫിഷ്യൽ ആണ്. ഇസ്ന്റ് ഇറ്റ്? വെരി ഗുഡ്. അനന്തു, നിന്റെ ഡൗട്ട് ഞാൻ കണ്ടില്ലടാ. ഓക്കെ. ദ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ്. GF ഗോസ് അല്ലേ? ഗോസസ് എക്സ്ക്ലൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് റിലീസ്, രണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ. ഗോസസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്, കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്താണ് പറയുന്നത്? ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞേ, എന്താ പറയുന്നത്? No two species can occupy the same niche indefinitely for the same limiting resources. ഗോസ് പറഞ്ഞ പ്രിൻസിപ്പിൾ ശരിക്കും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പുള്ളി പറഞ്ഞത് എന്താണ്? ഇത്രയുള്ള ഒരു സ്ഥലത്ത്, റൈറ്റ്, 2 ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. അത് രണ്ട് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ചുറ്റിനും അത് കഴിക്കാൻ കുറെ 10 കുട്ടികളുണ്ട്. കുറെ വലിയ കുട്ടികളുണ്ട്, കുറെ കുഞ്ഞു കുട്ടികളുണ്ട്. ഇത് തന്നെയല്ലേ ആബിഗ്ഡൻ ടോർട്ടോയ്സിന്റെ എക്സാമ്പിൾ അല്ലെ? അപ്പം വലിയ കുട്ടികൾ ഐസ്ക്രീം കഴിക്കാൻ വരുമ്പോൾ കുഞ്ഞു കുട്ടികളെ അവിടുന്ന് ഓടിച്ചു വിടും. ദാറ്റ് ഈസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, ഇസ്ന്റ് ഇറ്റ്? പിന്നെ ഈ വലിയ കുട്ടികൾ ഐസ്ക്രീം കഴിച്ചിട്ട് മടുത്ത് അവർ പോകുമ്പോൾ ബാക്കിയുള്ളത് കഴിക്കാൻ കുഞ്ഞു കുട്ടികൾ തിരിച്ചു വരും. ദാറ്റ് ഈസ് ആബിഗ്ഡൻ ടോർട്ടോയ്സ് അങ്ങനെയല്ലേ ചെയ്തത്? മറ്റേ ഗോട്ട് ഈസ് സുപ്പീരിയർ സ്പീഷീസ്, അവരുടെ ഫീഡിങ് എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. അവരെല്ലാരും കൂടി അവിടെയുള്ള പുല്ലും കാടും ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും നമ്മുടെ ടോർട്ടോയ്സ് ഇറങ്ങി ഓടേണ്ട വന്നു. ഇസ്ന്റ് ഇറ്റ്? പക്ഷെ അത് കറക്റ്റ് ആണോ? 2 സ്പീഷീസിന് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. ലിമിറ്റഡ് ഫുഡുള്ള സ്ഥലത്ത് സുപ്പീരിയർ സ്പീഷീസിനായിരിക്കും കൂടുതൽ ഫീഡിങ് എഫിഷ്യൻസി ഉള്ളവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഗോസസ് പറഞ്ഞത്. അത് തെറ്റല്ലേ മക്കളെ? യെസ്. ഓക്കെ. നെക്സ്റ്റ്. When does the growth rate of a population following the logistic model equal 0? Growth rate in a logistic growth എപ്പോഴാ 0 ആവുക? വേഗം പറഞ്ഞേ. 0 ആവുന്നത് എപ്പോഴാണ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? യെസ്, നമുക്കറിയാം ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ എഴുതിയല്ലോ. dN/dt is equal to Rn into K minus N/K. അതിനകത്ത് എപ്പോഴാണ് നമുക്ക് 0 വാല്യൂ കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എപ്പോഴായിരിക്കും നമുക്ക് 0 വാല്യൂ കിട്ടുക? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. എപ്പോഴായിരിക്കും നമുക്ക് 0 വാല്യൂ കിട്ടുക? യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, യെസ്, വേഗം പറ. when N/K is exactly 1, right? when N/K 1 ആകുമ്പോൾ നമ്മുടെ എന്തായിരിക്കും? ആസ് പെർ ദ ഇക്വേഷൻ നമുക്ക് എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുക? ഗ്രോത്ത് റേറ്റ് 0 ആയിരിക്കും കിട്ടുക. സിമ്പിൾ അല്ലടാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ എ സ്മോൾ ആനിമൽ ടു റൺ അപ്പ് ഹിൽ ദാൻ ഫോർ എ ലാർജ് ആനിമൽ ബിക്കോസ് കുഞ്ഞ് ആനിമലിന് ഓടി മുകളിലേക്ക് കയറാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാരി സ്മോൾ ബോഡി വെയിറ്റ്. വാട്ട് ഇസ് ഇറ്റ്? സ്മോളർ ആനിമൽസ് ഹാവ് ഹയർ മെറ്റബോളിക് റേറ്റ്. High metabolism, small size, isn't it? High metabolism, higher physical activity. Yes or no, children? Very good. An association of individuals of different species living in the same habitat and having functional interaction is, see question very clearly ചോദിച്ചിട്ടുണ്ട്. Different species living in the same habitat. Different species വരുന്നത് എന്താ? നമ്മുടെ ഈക്കോളജിയിലെ നമ്മുടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഈക്കോളജി നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് വരുന്നത് ഓർഗാനിസം. ഒരു സിംഗിൾ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു എലിഫന്റ് അല്ലെ? അതൊരു ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സ് വരുമ്പോൾ, അതായത് കുറെ എലിഫന്റ്സ് ടുഗെദർ വരുമ്പോൾ അതൊരു പോപ്പുലേഷൻ. ഒരേ സ്പീഷിയിലുള്ള കുറെ ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അതൊരു പോപ്പുലേഷൻ. പക്ഷെ അതുപോലെ
എലിഫൻസിന്റെ പോപ്പുലേഷൻ, അതുപോലെ ബേർഡ്സിന്റെ ഒരു പോപ്പുലേഷൻ, ട്രീസിന്റെ ഒരു പോപ്പുലേഷൻ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പം അതൊരു കമ്മ്യൂണിറ്റി ആയി. അതിനെയാണ് നമ്മൾ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ. കുറെ ലിവിങ് ഓർഗാനിസംസ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അതിനെ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതുപോലെ ബയോട്ടിക്കിന്റെ കൂടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ കൂടെ നമ്മുടെ സോയിൽ ഉണ്ട്, അവർക്ക് ജീവിക്കാൻ സോയിൽ വേണം, അല്ലെങ്കിൽ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ എയർ വേണം, അവർക്ക് കുടിക്കാൻ വാട്ടർ വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പം ബയോട്ടിക്കും ഏബയോട്ടിക്കും കൂടെ ഒരുമിച്ച് വരുമ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഇക്കോളജിയിലെ പല ഹൈറാർക്കീസ്, പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ലിവിങ് ഇൻ ദ സെയിം ഹാബിറ്റാറ്റ് ഹാവിങ് ഫങ്ഷണൽ ഇന്ററാക്ഷൻ. എന്താണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി? ഈസി ക്വസ്റ്റ്യൻ isn't it? ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഇൻ ഡ്യൂറിങ് ഇക്കോളജിക്കൽ സക്സഷൻ എന്താണ്? the time taken to form an ecological community. ഒരു കംപ്ലീറ്റ് ഫോറസ്റ്റ്, ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാനുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. The gradual and predictable change in species composition occurs in a given area. The establishment of a new biotic community is very fast in its prime phase. The number and types of animals remain constant. The changes lead to a community that is in near equilibrium with the environment and is called pioneer community. എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ? ഒരു പ്ലാന്റ്, അതായത് രണ്ട് തരത്തിലുള്ള ഇക്കോളജിക്കൽ സക്സഷൻ ഉണ്ട്. പ്രൈമറി സക്സഷൻ ഉണ്ട്, സെക്കൻഡറി സക്സഷൻ ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് എന്താ? ഒരു ബാരൻ ലാൻഡിൽ, അതായത് റോക്കിന്റെ മുകളിലോ ആദ്യമായിട്ട് ഫോം ചെയ്ത ഒരു സ്ഥലത്തോ പ്ലാന്റ്സ് വളർന്നു വരുന്നതിന് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് പറയാം. പക്ഷെ ഓൾറെഡി ഒരു ഫോറസ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, അവിടെ ഫോറസ്റ്റ് ഫയർ വന്ന് എല്ലാം നശിച്ചുപോയി അല്ലെ, കത്തി നശിച്ചുപോയി. അത് കഴിഞ്ഞ് പതുക്കെ മഴയൊക്കെ പെയ്തപ്പം അവിടെ പിന്നെയും പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നു. അതിനാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയാം അല്ലെ. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എവിടെയാണ് മക്കളെ? ഇന്നലെ മരിച്ചവനൊക്കെ രാവിലെ മുതലുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അടിപൊളിയാണ്, അടിപൊളി, വെരി ഗുഡ്. ഞാൻ കുറേ പേരെ കാണുന്നുണ്ട്. എത്ര മക്കളുണ്ട് ഇവിടെ? രാവിലെ മുതൽ നമ്മളെ രാവിലെ 8 o'clock മുതൽ വിടാണ്ട് നമ്മുടെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന എത്ര പേര്? മിസ് ഡാർക്ക് ഡ്രോപ്പ് ഇടാൻ പറ്റുമോ? പറ്റും. യെസ്. എത്ര മക്കളുണ്ട് രാവിലെ മുതൽ? ഒരെണ്ണം എനിക്കറിയാം. അനന്തും ഉണ്ട്, മാളവികയുണ്ട്. ഇവരൊക്കെ രാവിലെ മുതൽ ഇരിക്കുന്ന കുട്ടികളാണ്. ആഷ്നയുണ്ട്. ഇവരൊക്കെ രാവിലെ മുതൽ മിസ് ചെയ്യാണ്ട് എല്ലാ സെഷനും കണ്ടവരാണ്. നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു എത്ര മക്കളുണ്ടെന്ന്. യെസ്, ഓക്കെ. എല്ലാവരും ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. സോ what happens? The gradual and predictable change in species composition that is occurring in a given area. ഫസ്റ്റ് എന്ത് വളർന്നു വരുന്നു? നമ്മുടെ ബ്രയോഫൈറ്റ്സ് വരും. ഫസ്റ്റ് ലൈക്കൺസ് വരുന്നു, പിന്നെ ബ്രയോഫൈറ്റ്സ് വരുന്നു, പിന്നെ ചെറിയ ചെറിയ ഗ്രാസസ് വരുന്നു അല്ലെ. അങ്ങനെ കോണിഫേഴ്സ് വരുന്നു, ഷ്രബ്സ് വരുന്നു, ഹെർബ്സ് വരുന്നു, കോണിഫേഴ്സ് വരുന്നു, ബിഗർ ട്രീസ് വരുന്നു. അങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. isn't it? Right? See, അശ്വിനി, കുറെ പേരുണ്ട്. ഏർണസ്റ്റ്, ശശികല, വാവ്, വെരി ഗുഡ്. നാളെ നമ്മൾ വൈകിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി കയറുമ്പോഴും ഞങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിക്കും. ഓക്കെ, ഈ പറയുന്ന മക്കളൊക്കെ വരണം. കാരണം നമുക്ക് മാക്സിമം ആൻസേഴ്സ് നമുക്ക് അപ്പം തന്നെ നോക്കി പോണം. എല്ലാരും വരൂലേ? യെസ്, എല്ലാരും വരില്ലേ? യാ, ഓക്കെ, ഓക്കെ. ഓക്കെ മക്കളെ, എല്ലാരും വരൂലേ നാളെ? ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. സെറ്റ് ആക്കാം, നമുക്ക് സെറ്റ് ആക്കാം. In which of the following interactions both parents are adversely affected? Which of the following interactions both partners are adversely affected? Competition, predation, parasitism, mutualism. കോമ്പറ്റീഷൻ, പ്രഡേഷൻ, പാരസൈറ്റിസം, രണ്ടു പേർക്കും അഫക്ട് ചെയ്യുന്ന ചുമ്മാ അൺനെസസറി കോമ്പറ്റീഷൻ, ടോക്സിസിറ്റി, രണ്ടുപേരും നെഗറ്റീവ്ലി അഫക്ട്. കോമ്പറ്റീഷൻ ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്, എക്സലന്റ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. എർത്ത് വർം, സക്സഷൻ, ഇക്കോസിസ്റ്റം സർവീസ്. പിന്നെ നാളെ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകുന്ന ഫോട്ടോഗ്രാഫിന്റെ കാര്യത്തിൽ അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ. വേഗം പറഞ്ഞേ, അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ മക്കളെ? യെസ്, എല്ലാവരും ഡൗൺലോഡ് ചെയ്തു അഡ്മിറ്റ് കാർഡ്. ഓക്കെ, അപ്പൊ അഡ്മിറ്റ് കാർഡിന്റെ 3 പേജ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ പേജ് ആവശ്യമില്ല, ആദ്യത്തെ 2 പേജ് മതി ശരിക്കും. പക്ഷെ നിങ്ങൾ 3ാമത്തെ കൂടെ വെച്ചോളൂ. പിന്നെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, സെക്കൻഡ് പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും നിങ്ങളത് വീട്ടിൽ നിന്ന് ഒട്ടിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് സെൻട്രി ചെന്ന് സൈൻ മാത്രം ഇട്ടാലും മതി. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒട്ടിക്കാൻ വേണ്ട, അവിടെ ചെന്നിട്ട് ഒട്ടിക്കണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ എക്സ്ട്രാ ഫോട്ടോ കയ്യിൽ വെക്കണം. പാസ്പോർട്ട് സൈസും വെക്കണം, പോസ്റ്റ് കാർഡ് സൈസും വെക്കണം. ഓക്കെ,
എക്സ്ട്രാ പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കയ്യിൽ വെക്കണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ ആവശ്യം വരും. സോ എക്സ്ട്രാ ഫോട്ടോ സെയിം ഫോട്ടോ തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത അതേ ഫോട്ടോ ഉണ്ടാവില്ലേ, അതിന്റെ ബാക്കി കോപ്പി ഉണ്ടാവില്ലേ, അത് കയ്യിൽ വെച്ചാൽ മതി. പിന്നെ മാസ്കും ഗ്ലൗസും കയ്യിൽ കരുതുക. മാസ്കും ഗ്ലൗസും കയ്യിൽ കരുതുക. ഓക്കെ, യെസ്. ഇതിന്റെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ മാം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെക്ക് ലിസ്റ്റ് 5 minutes എന്താ പറയാ, ലാസ്റ്റ് ഫൈനൽ ചെക്ക് ലിസ്റ്റ് പറഞ്ഞ ഒരു വീഡിയോ മാം ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, ഒരു ലാസ്റ്റ് മിനിറ്റ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ്, ഇനി ഞാൻ ഒന്നും എടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഇപ്പൊ പാനിക് ഒക്കെ മാറിയില്ലേ, സെറ്റ് അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറ, എല്ലാരും പറ. യെസ്, എ എന്ന് പറയുന്നത് 2. എർത്ത് വോം ഒരു ഡെട്രിറ്റീവ് വോർ ആണ്. സക്സഷൻ എന്ന് പറയുന്നത് പൈനിയർ സ്പീഷീസ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് എക്കോസിസ്റ്റം സർവീസ്. ഇതിൽ ഏതാണ് എക്കോസിസ്റ്റം സർവീസസിൽ വരുന്നത്? പോളിനേഷൻ. വെരി ഗുഡ്. പോപ്പുലേഷൻ ഗ്രോത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നേറ്റാലിറ്റി. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക അല്ലെ? യെസ്, വെരി ഗുഡ്. എക്സ്ട്രാ മാം പറഞ്ഞത് നിങ്ങൾ ഒരു പോസ്റ്റ് കാർഡും കൂടെ എക്സ്ട്രാ വെച്ചോ. ശരിക്കും പാസ്പോർട്ട് സൈസ് ആയിരിക്കും ആവശ്യം വരിക. രണ്ടും വെച്ചോളൂ. എന്തിനാണ് ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക് ആക്കും. അതുകൊണ്ടാണ് മാം പറയുന്നത് നിങ്ങൾ രണ്ടും വെച്ചോളൂ എന്ന്. ഗമ്മൊന്നും വേണ്ട, ഗമ്മൊക്കെ അവിടെ നിന്ന് തരും. ഓക്കെ, യെസ്. ബയോളജി സ്റ്റഡിയുടെ പോപ്പുലേഷൻ ഓഫ് റാറ്റ്സ് ഇൻ എ ബാൺ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞേ? യെസ്, അതിനകത്ത് ഇത് നമ്മുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ലേ, സിമ്പിൾ അല്ലേ മക്കളെ? നേറ്റാലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 250. നേറ്റാലിറ്റി എന്ന് പറയുന്നത് 250. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ ഇമിഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 20. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് യെസ് 240. എമിഗ്രേഷൻ എന്ന് പറയുന്നത് 30. ഓക്കെ, സോ ഈ ഇക്വേഷൻ എന്റെ മക്കൾക്ക് അറിയില്ലേ? എന്താണ് ഇക്വേഷൻ? അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നേറ്റാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് മോർട്ടാലിറ്റി പ്ലസ് എമിഗ്രേഷൻ ആണ്, റൈറ്റ്? അതായത് 250 + 20 മൈനസ് 240 + 30. അപ്പൊ അത് 0 വരും അല്ലെ? നിങ്ങൾ മുമ്പ് സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ? അല്ലടാ, 0 ആണ് ക്വസ്റ്റ്യൻ ആൻസർ വരിക. ഈസി ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A sedentary sea anemone gets attached to the shell lining of hermit crab. The association. sea anemoneന്റെ മുകളില് ഹെർമിറ്റ് ക്രാബ് ജീവിക്കുന്നത്. sea anemone അറിയത്തില്ല. sea anemone അത് ഒട്ടും എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ. sea anemone അതൊട്ടും എഫക്ട് ചെയ്യുന്നില്ല. sea anemone അറിയത്തില്ല. ദാറ്റ് മീൻസ് sea anemone 0 ഇന്ററാക്ഷൻ ആണ് അവിടെ വരുന്നത്. പക്ഷെ ഹെർമിറ്റ് ക്രാബിന് ഷെൽട്ടർ കിട്ടുന്നുണ്ട്. ഹെർമിറ്റ് ക്രാബിന് പോസിറ്റീവ് ഇന്ററാക്ഷൻ. സോ ദാറ്റ് ഈസ് വാട്ട്? പോസിറ്റീവ് 0 ഇന്ററാക്ഷൻ. എന്താ വരിക? കോമെൻസാലിസം ആണ് വരിക. പോസിറ്റീവ് ന്യൂട്രൽ ഇന്ററാക്ഷൻ, കോമെൻസാലിസം. അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാരും റെഡി അല്ലേ? ഓക്കെ, കുറെ പേർക്ക് ഫോട്ടോഗ്രാഫിന്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ട്. ഒന്നും പേടിക്കണ്ടടാ, ഇല്ല സെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? യെസ്, ഓക്കെ മക്കളെ. ഓക്കെ, അപ്പം എല്ലാവരുടെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിന്റെ കാര്യം ഒന്നും പാനിക് ചെയ്യേണ്ട. ഈ ലാസ്റ്റ് മിനിറ്റ് ചെക്ക് ലിസ്റ്റിൽ മാം പറഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇല്ലേ, അതിപ്പം നിങ്ങൾക്ക് സെയിം അതേ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല അതേ ഫോട്ടോ തന്നെയാണ് നിങ്ങളുടെ ഇതിലും കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ എന്താ പറയാ, അഡ്മിറ്റ് കാർഡിലും നിങ്ങളുടെ ഇതിലൊക്കെ കൊടുക്കേണ്ടത്, നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒട്ടിക്കേണ്ടത്. സോ അതേ ഫോട്ടോ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതേ ഡ്രസ്സ് കയ്യിലുണ്ടാവില്ലേ, അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചൂടെ? അത്യാവശ്യമായിട്ട് അത് എടുപ്പിച്ചിട്ട് അതിന്റെ ഒരു കോപ്പിയും കൊണ്ട് പോയാൽ മതി. 10 മിനിറ്റല്ലേ എടുക്കുള്ളൂ ഒരു കോപ്പി കിട്ടാൻ. ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ആ സെയിം അറ്റയറിൽ എടുപ്പിച്ചാൽ മതിയില്ലേ? എന്തിനാണ് ഈ ടെൻഷൻ എന്റെ പൊന്നു മക്കളെ? അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ അവർ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ഇമെയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നല്ല കളേർഡ് ലാമിനേറ്റഡ് പ്രിന്റ് ഔട്ട് എടുത്താലും പോരെ അല്ലെ? പാസ്പോർട്ട് സൈസിലും പോസ്റ്റ് കാർഡ് സൈസിലും എടുത്താൽ പോരെ?
തമ്പ് ഇംപ്രഷൻ മാം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെയ്തിട്ട് പോകാം. അത് എന്തിനാണെന്നറിയാമോ? ഈ എക്സാം ഹാളിൽ എത്തിയിട്ടുള്ള നിങ്ങളുടെ ഈ ടെൻഷനും പാനിക്കും ഇല്ലാണ്ടാക്കാനാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോവാം. ഇനി അത് വേണ്ട, നിങ്ങൾക്ക് അവിടെ പോയിട്ടാണെങ്കിൽ എക്സാം ഹാളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എക്സാമിനേഷൻ സെന്ററിൽ ചെന്നിട്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ ഈ ഫോട്ടോ ഒട്ടിക്കല്, തമ്പ് ഇംപ്രഷൻ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സമാധാനമായിട്ട് സൈൻ മാത്രം അവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അവ നമുക്ക് അത്രയും പീസ്ഫുൾ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് റഷ് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? മാസ്കും ഗ്ലൗസും കയ്യിൽ വെക്കുക. ഇനി അവിടെ ചെല്ലുമ്പോൾ അവർ ഇടണമെന്ന് പറഞ്ഞാലോ മാസ്ക്, അപ്പൊ പിന്നെ നിങ്ങളത് വാങ്ങിക്കാൻ ഓടണ്ടേ? ബാഗിൽ വെച്ചാൽ മതി. സാനിറ്റൈസർ ഒന്നും നിർബന്ധമില്ലടാ. ഓക്കെ, നിങ്ങൾ ഇനി വേറെ സിറ്റിന്ന് എവിടെ, നിങ്ങൾ ഇന്നലെ മരിച്ചവൻ എന്ത് നല്ല ബുദ്ധിയൊക്കെയാ പറഞ്ഞിരുന്നത്. അതെ, നിങ്ങൾ ഫോട്ടോ എടുത്ത ഷോപ്പിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ അവർ നിങ്ങൾക്ക് അതിന്റെ തന്നെ കോപ്പി എടുത്ത് തരും. ഇനി അതല്ല, ഫോട്ടോ ഇല്ല, അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്ത ഷോപ്പിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എങ്കിലും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാൻ പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ വേറൊരു സിറ്റിയിലേക്ക് മാറി നിന്നു, അപ്പൊ അതിന്റെ മെയിലായിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. എൻവറോൺമെന്റൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു സീനും ഇല്ല. ഓക്കെ, എല്ലാരും ഒരു സീനും ഇല്ല മക്കളെ, എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എൻവറോൺമെന്റൽ ഇഷ്യൂസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ്, കുഞ്ഞി ചാപ്റ്റർ ആണ്, വലിയ വെയിറ്റേജ് ഒന്നും ഇല്ല, 1-2 ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഓക്കെ, നമുക്ക് മാക്സിമം ചെയ്ത് നോക്കാം. യെസ്, ഡ്യൂറിംഗ് ദ പാസ്റ്റ് സെഞ്ചുറി ദ ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഹാസ് ഇൻക്രീസ്. NCERT ലൈൻ ആണ്. ടെമ്പറേച്ചർ ഓഫ് എർത്ത് തമ്പ് സെൻട്രൽ ചെയ്യാൻ പറ്റുമോ? എടാ, തമ്പ് ലെഫ്റ്റ് ഹാൻഡ് ഇംപ്രഷൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും ചെയ്യാം, വെർട്ടിക്കൽ ആയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് എൻവറോൺമെന്റൽ ഇഷ്യൂസ് ഒന്നും പഠിക്കാൻ, നിങ്ങൾക്ക് തമ്പ് ഇംപ്രഷന്റെ കാര്യം അറിഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അവിടെ ഇഷ്ടംപോലെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, എക്സാമിനേഴ്സ് ഉണ്ടാവും, ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പേടിക്കണ്ടടാ, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. ഡ്യൂറിംഗ് ദ പാസ്റ്റ് സെഞ്ചുറി ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഹാസ് ഇൻക്രീസ്ഡ് ബൈ. അൻസൽന എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടിയാണ് ഈ ആൻസർ പറയുന്നത്. നന്ദന, കറക്റ്റ്, വെരി ഗുഡ്. 0.6 ആണ് ഓപ്ഷൻ സി. വെരി ഗുഡ്, 0.6 ഡിഗ്രി സെൽഷ്യസ്. എക്സലന്റ്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ ആക്ട് ആസ് എ ഷീൽഡ് ഫോർ അബ്സോർബിംഗ്. Stratosphere act as a shield for absorbing what? UV radiation, IR radiation, both A and B, ozone. UV radiation അല്ലേ? Ultraviolet radiation, isn't it? Slash and burn agriculture commonly called as. Slash and burn agriculture commonly called as what? Slash and burn agriculture എന്ന് പറയുന്ന വേറെ പേരെന്താണ്? ജും കൾട്ടിവേഷൻ അല്ലേ? ഇത് നമ്മൾ പഠിച്ചതല്ലേ, ജം കൾട്ടിവേഷൻ. അതായത് ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടെല്ലാം കത്തിച്ച് കളയുക, ആ സ്ഥലം മുഴുവൻ ഒന്ന് കത്തിച്ചിടുക. isn't it? ഓക്കെ, ഇതൊക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1989 ഓഫ് ഇന്ത്യ വാസ് റെക്കമെൻഡഡ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് വാട്ട്? 33% ഫോറസ്റ്റ്. ഇതൊക്കെ NCERT ലൈനാണ്. കവർ ഫോർ ദ പ്ലെയിൻ 67% ഫോർ ദ ഹിൽസ്, 66% ഫോറസ്റ്റ് കവർ ഫോർ ദ പ്ലെയിൻസ്. എന്താണ് പറഞ്ഞത്? യെസ്, both A and B, 33% forest cover for the plains and 67% for the hills, isn't it? Very good, excellent. Citizens group called Friends of Arcata Marsh, അതായത് അവിടുത്തെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടി, സീവേജ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആർക്കാട്ട എന്ന് പറയുന്ന സിറ്റിയിലെ ആളുകളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു നാച്ചുറൽ ബയോളജിക്കൽ മെത്തേഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചു അല്ലെ? അതിനെന്താ അവർ ചെയ്തത്? ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ആണ് അവർ നടത്തിയത്. isn't it? ഓപ്ഷൻ ഡി ആണോ സി ആണോ? ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് ആണ് അവർ ചെയ്തത് അല്ലെ? FOAM, ഫ്രണ്ട്സ് ഓഫ് ദി ആർക്കാട്ട മാർഷ്, നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, രണ്ടും എടുത്തോടാ, പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസും എക്സ്ട്രാ എടുത്തോന്നാണ് മാം പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ബയോളജിക്കൽ എൻറിച്ച്മെന്റ്. നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ബയോളജിക്കൽ എൻറിച്ച്മെന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ സെറ്റ് അല്ലേ? യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് സെറ്റ് അല്ലേ? Okay, very good. Now, for the removal of particulate matter, the most widely used electrostatic scrubber, electrostatic precipitator, electrostatic incinerator, catalytic converters. For the removal of particulate matter, most widely used എന്താണ്? യെസ്, particulate matter എയർ പൊല്യൂട്ടന്റ് ആണ്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എന്താ പറയാ, കൺട്രോൾ മെഷേഴ്സിന്റെ പേരാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ എയർ പൊല്യൂഷനിലൊക്കെ കോസേറ്റീവ് എഫക്ട്, കോസസിനെയും എഫക്ട്സിനെയും കാളും കൺട്രോൾ മെഷേഴ്സ് എന്നാണ്. അതായത് കാറ്റലിറ്റിക് കൺവേർട്ടർ,
ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, സ്ക്രബ്ബർ, ഇതിനൊക്കെ കുറേ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതിനൊക്കെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻ വരും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണ് അല്ലേ കറക്റ്റ് ആൻസർ. ഹെഡ് ഏക്ക് വരുന്നു എന്ന് ആരാണ് പറയുന്നത്? ആദു. എന്താടാ തലവേദന എടുക്കുന്നുണ്ടോ? എന്നാ ഒരു ബ്രേക്ക് എടുത്തോടാ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ക്യാൻ റിമൂവ്, ഇതൊക്കെ NCERT ലൈനാണ്. എത്ര ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ക്യാൻ റിമൂവ് 99% particulate matter അല്ലെ. 99% particulate matter present in the exhaust from a thermal power plant. റൈറ്റ്. അത് ഭയങ്കര ഇഫക്റ്റീവ് മെത്തേഡാണ് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റിലൊക്കെ. In order to control environmental pollution, the government of India has passed the Environment Protection Act 1986, isn't it? To protect and improve the quality of our environment, air, water and soil, isn't it? എയറിന്റെയും വാട്ടറിന്റെയും സോയിലിന്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇൻട്രൊഡ്യൂസ് ചെയ്തത്, isn't it? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Catalytic converters having expensive metals, namely catalytic converters കുറച്ച് കോമൺലി അക്സെപ്റ്റഡ് മെത്തേഡ് അല്ല. എല്ലാ വെഹിക്കിൾസിലും ഒന്നും നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എക്സ്പെൻസീവ് മെറ്റൽസ്, നെയിംലി ഏതൊക്കെയാടാ എക്സ്പെൻസീവ് മെറ്റൽസ്? പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം അല്ലെ. പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. യെസ്, മാക്സിമം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുന്നു കൃഷ്ണ. മോട്ടോർ വെഹിക്കിൾസ് എക്സ്വിപ്സ് വിത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എടാ നിങ്ങൾ ഈ ഡ്രസ് കോഡിനെ കുറിച്ച് എന്തിനാണ് ഇത്രയ്ക്ക് ആങ്ഷ്യസ് ആവുന്നത്? ഡ്രസ് കോഡ് ഇസ് നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ എക്സാം. ഇത് എക്സാമിന്റെ പ്രിപ്പറേഷൻ്റെ ഒരു കാര്യം പോലെ അല്ല അല്ലേ. നിങ്ങൾ ആങ്ഷ്യസ് ആവാൻ വേണ്ടി എത്രയോ വീഡിയോസ് ഞങ്ങൾ ഇട്ടു തന്നു, എത്രയോ കാര്യങ്ങൾ മാം ഒന്ന് പറഞ്ഞു തന്നു. വീണ്ടും നിങ്ങൾ അതേ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. പ്ലീസ് റിലാക്സ്, ഡോണ്ട് പാനിക്, ഓക്കെ? നിങ്ങൾ ആ കറക്റ്റ് ഡ്രസ് കോഡ് ഫോളോ ചെയ്ത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് പോയാൽ മതി. കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. മോട്ടോർ വെഹിക്കിൾസ് എക്വിപ്ഡ് വിത്ത് കാറ്റലിറ്റിക് കൺവേർട്ടഡ് ഷുഡ് യൂസ് അൺലീഡഡ് പെട്രോൾ, ബിക്കോസ് അൺലീഡഡ് പെട്രോൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? എല്ലാവരും പറഞ്ഞേ, അൺലീഡഡ് പെട്രോൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ലെഡ് ഇൻ ദ പെട്രോൾ വിൽ ഇനാക്ടിവേറ്റ് ദ കാറ്റലിസ്റ്റ്. പക്ഷെ അൺലീഡഡ് പെട്രോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഒന്നും എല്ലാ സ്ഥലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പോക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി ആയിഷ. അല്ലെ, പോക്കറ്റ് ഉണ്ടെങ്കിലും ചിലപ്പം പോക്കറ്റിന് ഇങ്ങനെ മെറ്റൽ സിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പ്രശ്നം. Euro 2 norms, ഇതൊക്കെ NCERT ഡയറക്റ്റ്. ഫോർ എക്സാമ്പിൾ, stipulates that sulfur can be controlled at what? Yes, 350 parts per million in diesel and 150 parts per million in petrol. നല്ല NCERT റീഡിംഗ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം ഡയറക്റ്റ് ആണ്, ഒന്നും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഡയറക്റ്റ് സെന്റൻസസ് എടുത്തിട്ടാണ് ചോദ്യം. അതായത് ഇവിടെ എന്താ പഠിക്കാനുള്ളത്? ഓരോ പൊല്യൂഷന്റെയും കോസസ്, ഇഫക്ട്സ്, കൺട്രോൾ മെഷേഴ്സ്, പിന്നെ സീവേജ് ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ് അല്ലെ, ഹസാർഡസ് വേസ്റ്റ്സ്, ഇതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്, ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡർഡ് ആസ് ദി ഇഫക്റ്റ് ഓഫ് നോയ്സ്? പിന്നെ ഗ്ലോബൽ വാർമിംഗ്, അതായത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതൊക്കെ നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് അല്ലേ. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ EVS പഠിക്കുന്നതല്ലേ. അതിലിപ്പോൾ പുതുതായിട്ട് എന്താ പഠിക്കാനുള്ളത്? പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇയർ എന്താണ്, എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ടിന്റെ ഇയർ എന്താണ്, ഇതൊക്കെയാണ് ചോദിക്കുക. നോയ്സ് പൊല്യൂഷൻ എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് ഇഫക്റ്റ് ഓഫ് നോയ്സ്? Yes, sleeplessness, increased heart beating, altered breathing pattern, all of the above. എല്ലാം അല്ലേ. സ്ലീപ്ലെസ്നെസ്, ഇൻക്രീസ് ഹാർട്ട് ബീറ്റിംഗ്, ഓൾട്ടേർഡ് ബ്രീതിങ് പാറ്റേൺ, ഓൾ ഓഫ് ദി അബവ് എല്ലാമാണ് അല്ലേ മക്കളെ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ഞാൻ ആൻസർ ആദ്യം തന്നെ വായിച്ച്. BOD is what? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയാം, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയാം. isn't it? Correct. അതായത് ഒരു വാട്ടർ ബോഡിയിൽ നാച്ചുറൽ ആയിട്ടും വെള്ളത്തിൽ ഓക്സിജൻ പ്രസന്റ് ആയിരിക്കും. ആ ഓക്സിജൻ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുക. ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് നമ്മൾ കുറെ വേസ്റ്റ് വാട്ടർ ഇടുമ്പം എന്ത് പറ്റും? ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് കുറയും. അപ്പം ആ വാട്ടർ ബോഡിയിൽ ഓക്സിജന്റെ ഡിമാൻഡ് കൂടും. ബിക്കോസ് വേസ്റ്റിനകത്ത് ഇങ്ങനെ കുറേ ഓർഗാനിക് കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനെയൊക്കെ ബയോഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഈ ഡീകമ്പോസേഴ്സിനും മൈക്രോ ഓർഗാനിസത്തിനും ഒക്കെ എന്ത് വേണ്ടി വരും? ഓക്സിജൻ വേണ്ടി വരും. സോ ഓക്സിജന്റെ ഡിമാൻഡ് കൂടും. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. isn't it? സോ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും, വെള്ളത്തിൽ വേസ്റ്റ് ഇടുന്നതനുസരിച്ച്. isn't it? ഓക്കെ. ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു, ബയോമാഗ്നിഫിക്കേഷൻ എന്താണ്? എല്ലാവരും പറഞ്ഞേ. ബയോമാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, എസ്പെഷ്യലി ഈ
മെറൈൻ, അതായത് അക്വാറ്റിക്, നമ്മുടെ ഓഷ്യൻസ് ഒക്കെ പൊല്യൂട്ടഡ് ആകുമ്പം ലൈക്ക് മെർക്കുറി ഒക്കെ ഒത്തിരി വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ടോക്സിക് സബ്സ്റ്റൻസ്, ടോക്സിക് കെമിക്കൽസ് ഈ ഫിഷസ് കഴിക്കും. അപ്പം ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൺ ഉണ്ട്, സൂ പ്ലാങ്ക്ടൺ ഉണ്ട്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. ഓരോന്നിന്റെയും ബോഡിയിൽ ഈ ടോക്സിക് കെമിക്കലിന്റെ കണ്ടന്റ് കൂടി വരും. അപ്പൊ നമ്മൾ മനുഷ്യന്മാരെ ഫിഷിനെ പിടിച്ച് കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ആ ടോക്സിന്റെ കണ്ടന്റ് വരും. അതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ ബി ആണ് അല്ലെ, ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻ അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽസ്. Human excreta can be recycled into a resource as natural fertilizer, which reduces the need for chemical fertilizers. These are correct with ecos and toilet. Human excreta ഒരു വെള്ളത്തിന്റെ ആവശ്യമില്ലാണ്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ ഈ ഇറിഗേഷൻ പ്രോസസ്സിനും, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിന് പറയുന്ന പേരെന്താണ്? ഈക്കോസ് ആൻഡ് ടോയ്ലറ്റ്സ്. ഇസിന്റെ ഈക്കോസ് ആൻഡ് ടോയ്ലറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഹമ്മദ് ഖാൻ പ്ലാസ്റ്റിക്. അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് ട്രീറ്റ്മെന്റിന്, പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. യൂസ് ടു ലേ റോഡ്സ്, എൻഹാൻസ് ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് റോഡ് ലൈഫ് ബൈ ദ ഫാക്ടർ ഓഫ് പോളിത്തീൻ ആൻഡ് ബിറ്റുമെൻ. പോളി ബ്ലെൻഡ് പുള്ളി ഉണ്ടാക്കി അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അഹമ്മദ് ഖാൻ എന്തുണ്ടാക്കി? പോളി ബ്ലെൻഡ് ഉണ്ടാക്കി. ഓപ്ഷൻ ബി, പോളി ബ്ലെൻഡ് ആൻഡ് ബിറ്റുമെൻ. Very good. Next question. The first is accidental leakage as occurred in. Accidental leakage, 3 Mile Island, Chernobyl, New Delhi and Nagasaki. എന്താണ് ഇതിന്റെ correct answer? എന്താണ് ഇതിന്റെ correct answer? Option A, NCERT direct question. The thickness of the ozone is measured in units of. Ozone measure ചെയ്യുന്ന യൂണിറ്റ്സ് എന്താണ്? ഡോപ്സൺ, ഗ്രഹാം, ആൻസൺ, ഡെസിബൽ. ഡോപ്സൺ യൂണിറ്റ്സ് ആണ് അല്ലേ, ഡോപ്സൺ യൂണിറ്റ്സ്. വെരി ഗുഡ്. Recognizing the deleterious effects of ozone depletion. മക്കളെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോടാ? യെസ്, എല്ലാവരും പറഞ്ഞേ. ആൻസേഴ്സ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? Recognize the deleterious effect of ozone depletion. International treaty known as Montreal Protocol was signed at. Montreal Protocol എവിടെയാണ് സൈൻ ചെയ്തത്? Montreal is where? In Canada, right? Yes, simple. അത്രയും ആലോചിക്കാൻ പോലും ഇല്ല. The ozone hole over Antarctica develops each year between. Ozone hole എവിടെയാണ് എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്നത്? അതായത് ടൈം കേട്ടോ, എവിടെയാണെന്നല്ല, അത് അന്റാർട്ടിക്കൻ റീജിയന്റെ മുകളിലാണ് ഉള്ളത്. പക്ഷെ ഏത് ടൈമിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വേഗം പറഞ്ഞേ. യെസ്, എല്ലാരും പറഞ്ഞേ. ഓസോൺ ലെയർ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ലേറ്റ് ജൂലൈ ആൻഡ് ഏർലി ഒക്ടോബർ ആണോ? അല്ല, ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഏർലി ഒക്ടോബർ. റൈറ്റ്, ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഏർലി ഒക്ടോബർ. വെരി ഗുഡ്, എക്സലന്റ്. High dose of UVB causes inflammation of cornea called. അതായത് ഈ എക്സസ് UV റേഡിയേഷൻ വരുമ്പോൾ, ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ കാരണം എക്സസ് UV റേഡിയേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് പറയുന്ന പേരെന്താണ്? ഹൈ ഡോസ് ഓഫ് UV കോസസ് ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ. ഈ കോർണിയയുടെ ഇൻഫ്ലമേഷൻ പറയുന്ന പേരാണ് സ്നോ ബ്ലൈൻഡ്നെസ്. റൈറ്റ്, സ്നോ ബ്ലൈൻഡ്നെസ്. വെരി ഗുഡ്, എക്സലന്റ്. അക്കോർഡിംഗ് ടു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. എടാ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റാടാ. എനിക്ക് തന്നെ നിങ്ങളുടെ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആൻസർ ചെയ്യുന്ന കാണുമ്പം. വെരി ഗുഡ്. ഓക്കെ, ഈ ചാപ്റ്റർ സെറ്റാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിച്ച് പർട്ടിക്കുലേറ്റ് സൈസ് ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ കോസ് ഗ്രേറ്റസ്റ്റ് ഹാം ടു ഹ്യൂമൻ. ഏത് സൈസ് ആണ് പറയുന്നത് ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ളത്? ഏത് സൈസ് എന്നാണ് പറയുന്നത്? 2.5 മൈക്രോമീറ്റർ. മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് 2.5 മൈക്രോമീറ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. നേഹ, നന്ദന, ലിറ്റ്മാൻ. യെസ്, എക്സലന്റ്. Excellent മക്കളെ. The Bharat stage is equivalent to ചൈന നോംസ്, ഇൻഡോ നോംസ്, അമേരിക്കൻ നോംസ്, യൂറോ നോംസ്. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഒന്നും കോൺസെപ്റ്റ് പഠിക്കാനില്ല, മഗ്ഗപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില ടേംസ് ഒക്കെ അല്ലെ. എന്ത് കോൺസെപ്റ്റ് പഠിക്കാനാണ് ഇവിടെ? യൂറോ നോംസ്. വെരി ഗുഡ്. An exposure to extremely high sound level of dash decibel or more may damage eardrums. അതായത് നോയ്സ് പൊല്യൂഷന്റെ എഫക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത് അല്ലെ. ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 150 decibel or more can cause eardrumsന്റെ ഡാമേജ്. റൈറ്റ്, ഹിയറിംഗ് അബിലിറ്റിനെ എഫക്ട് ചെയ്യാൻ പറ്റും. Presence of large amounts of nutrients in water. കുറേ ന്യൂട്രിയൻസ് സോയിലിൽ കൂടെ കൊല്ലിച്ച് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഒക്കെ ഇടുമ്പം ആ ഫെർട്ടിലൈസറിലുള്ള മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ കൊല്ലിച്ച് വാട്ടറിലേക്ക് പോകുന്നു. അത് വാട്ടറിലെ മിനറൽ കണ്ടന്റ് കൂട്ടുന്നു. അതെന്ത് പറ്റും? ഈ പ്ലാങ്ക്ടോണിക് ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗയ്ക്കൊക്കെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അത് ആൽഗൽ ബ്ലൂം ആയിട്ട് നമ്മുടെ വാട്ടർ ബോഡിയുടെ മുകളിൽ കൂടെ മൊത്തം വളർന്ന് പടരുന്നു. റൈറ്റ്, അതിനെന്താണ് നമ്മൾ പറയാ? ആൽഗൽ ബ്ലൂം. ഓപ്ഷൻ എ, ആൽഗൽ ബ്ലൂം. കറക്റ്റ്. നെയ്മൻ. ഈ ആൽഗൽ ബ്ലൂം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബയോ റെമഡിയേഷൻ അല്ലേ നമ്മൾ അതിന് പറയാ? ബയോ റെമഡിയേഷൻ എന്നാണോ പറയാ? അത് യൂട്രോഫിക്കേഷൻ എന്നാണോ പറയാ? ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്ന ആ ഫിനോമിനൻ
ആൽഗൽ ബ്ലൂം, എക്സസ് ന്യൂട്രിയൻസ് കാരണം ആൽഗി ഒക്കെ വളർന്ന് വാട്ടർ ബോഡി തന്നെ നശിച്ചു പോകുന്ന ഫിനോമിനന് നമ്മൾ എന്താ പറയാ? യൂട്രോഫിക്കേഷൻ ആണ് പറയാം. വേഗം പറഞ്ഞ ചാറ്റ് ബോക്സിൽ. നെയിം ആൻ അക്വാട്ടിക് ആൻജിയോസ്പേം, ഗ്രോത്ത് ഓഫ് ഇറ്റ് റെഡ്യൂസസ് ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഇൻ അക്വാട്ടിക് വേസ്റ്റ്. എഖൈനോറിയ, വാലിസ്നേരിയ, പിസ്റ്റിയ, സജിറ്റേറിയ. ഇതിൽ ഏതാണ് അക്വാട്ടിക് വീഡ്? വാട്ടർ വീഡ്, വാട്ടർ ഹൈസിയാന്ത്. യെസ്, എഖൈനോറിയ. ടെറർ ഓഫ് ബംഗാൾ. ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആരാണ്? എഖൈനോറിയ. ടെറർ ആണല്ലേ? യെസ്, നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടനാട് റീജിയനിലൊക്കെ എല്ലാ കായലിൽ കൂടെ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. isn't it? Correct. The result of ozone hole is acid rain, global warming, greenhouse effect, the UV radiations that reach the earth. Ozone hole കൂടെ excess UV radiations ആണ് വരുന്നത്. isn't it? Yes, very good. In a polluted environment, the maximum pollutant will occur in a polluted environment. Maximum pollutant ഏത് റീജിയനിലാണ് വരിക? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ടെർഷറി. ആക്ച്വലി പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ടെർഷറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്. മാക്സിമം പൊല്യൂട്ടന്റ് ഏതിലായിരിക്കും വരിക? ഫൈനൽ കൺസ്യൂമറിലായിരിക്കില്ലേ വരിക ഏറ്റവും കൂടുതൽ പൊല്യൂട്ടന്റ്? അല്ലേ മക്കളെ? Yes, in a polluted environment, maximum pollutant will occur in tertiary consumer level, right? Yes. Form means friends of Arcata Marsh. ഇതിലിപ്പം പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാൻ പോലും ഇല്ല. Which one of the following is not an air pollutant? ഇതിൽ ഏതാണ് എയർ പൊല്യൂട്ടന്റ് അല്ലാത്തത്? ഫോസ്ഫേറ്റ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോകാർബൺ, പോളൻ ഫ്രം പ്ലാന്റ്സ്. ഇതിൽ ഏതാണ് എയർ പൊല്യൂട്ടന്റ് അല്ലാത്തത്? ഫോസ്ഫേറ്റ്സ് എയർ പൊല്യൂട്ടൻസ് അല്ല. dB is a standard abbreviation used for the quantitative expression of. Decibel is a standard abbreviation used for the quantitative expression of what? എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിന് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? dB is a standard abbreviation used for the quantitative expression of a particular pollutant that causes noise pollution. Highest DDT deposition shall occur in. ഹൈയസ്റ്റ് DDT ഡെപ്പോസിഷൻ ഉണ്ടാവുന്നത് ഏതിലായിരിക്കും? ബയോ മാഗ്നിഫിക്കേഷന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. ഫൈറ്റോ പ്ലാങ്ടണിലാണോ, സീകളിലാണോ, ക്രാബിലാണോ, ഈലിലാണോ? ആരാണ് ഫൈനൽ കൺസ്യൂമർ? ഫൈനൽ കൺസ്യൂമർ ആരായിരിക്കും? സീകളിലായിരിക്കും അല്ലെങ്കിൽ ബേർഡ്സ് ആയിരിക്കും. isn't it? Air pollution effects are usually found on leaves, flowers, stems, roots. എക്സ്പോസ് ചെയ്യപ്പെടുന്ന പ്ലാന്റിന്റെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? യെസ്, ലീവ്സ് ആണോ, ഫ്ലവേഴ്സ് ആണോ, സ്റ്റെംസ് ആണോ, റൂട്ട്സ് ആണോ? നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ലീവ്സ് ആണ്. isn't it? Right? Because most exposed parts leaves ആണ്. Okay, my future doctors, my 2023 batch. എൻ്റെ 2023 ബാച്ചിലെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിൽ കൂടുതൽ ഇനി ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. നിങ്ങൾ നാളെ പോയി പൊളിക്കും. എക്സാം ഹാളിൽ നന്നായി എൻ്റെ മക്കൾ പെർഫോം ചെയ്യും. ഒന്നും വിഷമിക്കേണ്ടടാ, കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും കൂടെയുണ്ട്, മാം കൂടെയുണ്ട്. എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ഗുഡ് വിഷസും എൻ്റെ മക്കളുടെ കൂടെയുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നാളെ പോയി പൊളിച്ചിട്ട് വരണം. എക്സാം എങ്ങനെയുണ്ടെന്ന് ഞങ്ങളോട് പറയണം. വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടിച്ച് പൊളിക്കടാ. ബൈ 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 ബൈ. എനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് എൻ്റെ 2023 ബാച്ചിനോട് ബൈ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഗുഡ് ബൈസ് ഒന്നും ഇല്ല. യെസ്, അങ്ങനെ ഗുഡ് ബൈസ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഗുഡ് ബൈസ് ഒന്നും പറയില്ല അല്ലേ? ടെൻഷൻ ഒന്നും ആവണ്ട. ഡോക്ടർ ബിപിൻ, ഡോക്ടർ ഷാലു, ഡോക്ടർ ജിബിൻ, ഡോക്ടർ ദേവിക, ഡോക്ടർ അങ്ക, ഡോക്ടർ സന്ധ്യ, ഡോക്ടർ അഖിൽ, ഡോക്ടർ ഷൈൻ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ അതീര, നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇന്ന് രാത്രി എൻ്റെ മക്കൾ കിടന്ന് ഉറങ്ങണം. വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കരുത്. റിലാക്സ് ചെയ്യുക, ഫുഡ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക. നാളെ രാവിലെ എണീറ്റ് ഫ്രഷായി പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഒന്ന് ഓടിച്ച് എന്താണോ റിവൈസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് നേരെ പോയി പൊളിച്ചിട്ട് വാടാ എക്സാം ഹാളിൽ. യെസ്, ഡോക്ടർ അമൽ, ഡോക്ടർ ഇന്നലെ മരിച്ചവൻ, ഇനിയെങ്കിലും പേര് പറ ശരിക്കും മാമിനോട്, കറക്റ്റ് പേര് പറ. ഡോക്ടർ റാനിയ, ഡോക്ടർ ആദേശ്, ഡോക്ടർ വിസ്മയ. യെസ്, ഡോക്ടർ ആഷ്ന, വിഷമിക്കേണ്ട, എങ്ങോട്ടും പോകണ്ട, മാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. യെസ്, ഓൾ ദ വെരി ബെസ്റ്റ്. എൻ്റെ മക്കളെല്ലാവരും ഡോക്ടറാവും. നിങ്ങളൊക്കെ നീറ്റ് ക്ലിയർ ചെയ്യും, അടിപൊളി മാർക്സ് കിട്ടും. ഉറപ്പിച്ച കാര്യമാണെടാ, അതിലൊരു സംശയമില്ല. യെസ്, ബൈ. അപ്പൊ മാം പോട്ടെ, പേടിക്കണ്ട. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ടേക്ക് കെയർ and see you tomorrow after the exam. Ta-ta. Not much.
അതെ സാറിനാണോ താങ്കൾ അത്ര ഹൈറ്റ് അല്ലല്ലോ വെച്ചമ്മ ഇപ്പൊ ക്യാമറ ഓഫ് അല്ലേ എവിടെ വെക്കണം മാഷേ ഒരു സെക്കൻഡ് മാ ഭയങ്കര തണുപ്പ് മാഷേ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടാവോ ready ma ready Namaskaram. So now in this one I'm going to discuss about the 3 chapters. Okay, first I'm going to start with the biomolecules. Okay, so I hope everybody ready. So come along with me. So I'm going to start. Okay, the first question I'm showing on the screen, triglycerides made up of. First I will give the clarity about the answer, then after that I will discuss. Okay, triglyceride means one glycerol molecule. Okay, one glycerol molecule links with 3 fatty acids. So one glycerol molecule links with 3 fatty acids to forms the triglycerides. This is a chemical name, triglyceride. The triglyceride commonly called as a fat. If it is a solid, it is called as a fat. It is in case of liquid, this is called as a oil. So that is why first clarity is that what is a triglyceride means one glycerol molecule links with 3 fatty acid. Okay, first one answer. So one glycerol molecule links with 3 fatty acids. Okay, right? Then what is the information you need to remember? So in case of triglyceride, the first thing is that this triglyceride fat is exclusively storing in the adipose tissue. First point, okay? The bond between the glycerol and the fatty acid. What is the bond present between the fatty acid and glycerol? That is a ester bond. Okay? The next one is that, so fat is exclusively storing in the adipose tissue. The bond present between the glycerol and fatty acid is the ester bond. The next one is that this fat is synthesizing at smooth endoplasmic reticulum. So what are the points you need to remember in case of adipose fat means? So fat is chemically is called as a triglyceride. It is exclusively storing in the adipose tissue. The bond present between the glycerol and fatty acid is the ester bond. One more. What I said, adipose tissue is designed for the storing of the fat. This adipose tissue storing the fat under the influence of hormone is insulin. So these are the points you need to remember when fat comes into your brain. Okay, now I'm going to next question. Peptide bond is present between the amino group and the carboxylic group of adjacent amino acids with the formation of dash bond with a release. First, before that, here the question is that peptide bond. Peptide bond is a CONH bond. The bond present formed between the carboxylic group of the first amino acid, amino group of the next amino acid, results the formation of peptide bond. So CONH bond is calling as a peptide bond. That is an example of the amide. CONH is a amide bond. The second one is that this peptide bond is a formation of with the release of the water. So first time telling the answer is that 4. That one is a 3. Amide with the release of the water. Now what is importance to know? Before going to, after telling the answer, just you listen what I am telling the explanation. So the important point here it is that the bond present between the 2 amino acid in a protein,
That bond is calling as a peptide bond. The bond present between the sugars. In case of disaccharide, the polysaccharide is called as a glycosidic bond. The bond present between the nucleotides in a nucleic acid. That bond is calling as a phosphodiester bond. Okay, clear, right? The bond present between the two amino acid in a protein is called as a peptide bond. The bond present between the two sugar molecule is a glycosidic bond. The bond present between the two nucleotides in a nucleic acid is a 3' to 5' phosphodiester bond. The most important logic is either you take peptide bond, glycosidic bond, or phosphodiester bond. These three bonds are examples of the dehydration. That means whenever the peptide bond, whenever the glycosidic bond, whenever the phosphodiester bond is formed, there is a release of one water molecule. That is why these three bond formations are examples of dehydration. Okay, going forward. The next one is that this question is related to the secondary metabolites. Every year, from the NEET exam starting, every year there is always one question from the table secondary metabolites. When you are speaking about the secondary metabolites, alkaloids, morphine and codeine, followed by the essential oils, lemongrass oil, what it called as a toxins, aspirin and ricin, drugs, vinblastine and curcumin, lectin, concanavalin A, so pigments, anthocyanin, so this is antibiotic, penicillin and streptomycin. That table everybody should remember. There should, tomorrow evening you will get, there should one question on the secondary metabolites table. That is why here the one is a category of secondary metabolite. Correctly matched one is a alkaloids. What are the examples of the pigments? Pigments example is a anthocyanins. Next one is a drug, vinblastine and curcumin, lectin, concanavalin A, polymeric substances, rubber, gums and cellulose. These are the examples comes under secondary metabolites. The most abundant protein in the whole of biosphere, direct question. That one is a Rubisco. Rubisco is the first point I'm confirming with Rubisco. Rubisco is the most abundant protein in the biosphere, 1 point. The next one, it is the most abundant protein in the stroma of the chloroplast. It is the rate determining enzyme of the photosynthesis. You understood? Rubisco is the most abundant protein in the biosphere. It is the rate determining enzyme of dark reactions of the photosynthesis. Next, I'm going next option. Collagen is the most abundant protein in the animals. I'm speaking about the collagen. Collagen is the most abundant protein in the animals. 1 point. Next one. It is the dominated protein in the connective tissue. Intercellular substances, connective tissue low. The most dominated protein is a collagen. The next one, very important. This collagen, triple helical structure of collagen, triple helical structure of collagen was given by G.N. Ramachandran Sir. These 3 points. Collagen is the most abundant protein in the animals. It is the most abundant protein in the connective tissue. The triple helical structure of the collagen was given by the G.N. Ramachandran Sir. These 3 points you need to remember when it comes to the collagen. The next one is a glycogen. Glycogen is a polysaccharide. It is a polymer of glucose. This one, glycogen. Okay? Glycogen is a store in our body. Glycogen is a storing in the liver and muscles. So I hope you are clear. Next one, the primary structure of the protein here is a simple. Primary structure of the protein is a linear sequence of amino acids linked by the peptide bond. The left end is a amino terminal, right end is a C terminal. That point important. First point. Second one is called as a helix. Helix and beta sheet. The most common secondary structure is a right-handed alpha helix. Tertiary structure, the 3-dimensional structure of the protein. Tertiary structure is absolutely required for the biological functions. The next one is a quaternary structure.
quaternary structure ki nammada syllabus lo na only one example is a hemoglobin in adults. Hemoglobin in adults alpha 2 beta 2, 2 alpha polypeptide chains, 2 beta polypeptide chain in one hemoglobin molecule. So primary structure is a linear sequence of amino acids linked by the peptide bond. The most common secondary structure is a right-handed helix. Tertiary structure is absolutely required for the biological activity of the protein. Quaternary structure lo number syllabus lo only one example is a hemoglobin in adults, 2 alpha polypeptide chains and 2 beta polypeptide chains. So I'm going for option 1. The next one, enzymes that catalyzes that classification. Enzyme catalyzes the removal of the group from substrates by removing the mechanism other than hydrolysis. With hydrolysis, Ambo, that enzyme groups are belongs to hydrolases. Other than the hydrolases are belongs to lyases. That 6 classes, that general definition, just to see. To remember, there is a code called as a OTHLIL. OTHLIL. That 6 classes you should remember in the same order. Oxidoreductases, transferases, hydrolases, lyases, isomerases, and ligases. There are 6 classes. Now I'm going with option 3. The cofactor for the proteolytic enzyme carboxypeptidase. Carboxypeptidase K combo, that is secreted by the pancreas. Okay. Here the concept is not that one. There is a cofactors. That one is a prosthetic group, followed by the coenzymes, followed by the metal ion. The difference between the prosthetic group and the coenzyme is only one. Prosthetic group and coenzyme both are the organic. Pakshe. Prosthetic group is a tightly covalently associated with the apoenzyme. Coenzyme is also organic, but coenzymes are associated with apoenzyme transiently. That means temporarily only. The difference is prosthetic group is a permanent. Coenzyme is a temporary. The best example for the prosthetic group is a heme. Heme is the prosthetic group of the catalases and peroxidases. Number syllabus lo unna coenzyme is a NAD or NADP plus. Synthesizing from the vitamin is a niacin. The next one is a metal ion. Metal ion is also covalently associated, but it is inorganic. But it is covalently associated with apoenzyme. That is why number syllabus lo zinc is a metal ion for the enzyme carboxypeptidase. So heme, one example, prosthetic group, followed by the coenzyme NAD plus NADP plus. Metal ion is a zinc. Okay, now I'm going for the option 2. The next one is the insulin. Just I said insulin. Basically, it is a hormone too. Insulin is a protein. Okay, I'm telling about the insulin. Okay, insulin is basically a protein. First point. Functionally, insulin is a hormone. When I called hormone, insulin is a hypoglycemic hormone produced by the beta cells of the pancreas. Sure, alle? The next one is a recombinant insulin produced by the company is a Eli Lilly. Okay, alle? The next one is a insulin. Insulin was the first protein has been sequenced that consists of 51 amino acids. The structure was sequenced by the Frederick Sanger. These are the points you have to come into the brain when you are heard about the insulin. Insulin is a protein, hormone, Eli Lilly, first protein sequenced by the Frederick Sanger. The next one, collagen, already I said, triple helical structure, G.N. Ramachandran sir. That one is a 5. Receptors, that I am going for the 1. Trypsin, that is a enzyme, 4. So one is called as, this one is a 5. This you can, insulin is a hormone, 2. So 2, 5, 1, 4. That option you can check. Okay. These are the information you need to remember. So one is a 2 followed by the 5. So I hope you can go for the option 4. The next one is the phospholipid. Example is a lectin. Don't confuse with the lecithin and lectin. Okay. So that one is a lecithin is a phospholipid. Lectin is a secondary metabolite. That is why numbered syllabus lo na only one example of the phospholipid is a lectin.
thin. Lecithin. So that this I am going for the 3. Trihydroxypropane, that is a name for the glycerol. 1. Uridine means uracil plus ribose sugar, that is a nucleoside. 2. Adenylic acid means what? Adenine plus ribose sugar plus phosphate together called as a that adenylic acid is a nucleotide. So 3, 1, 2 and 4. The next one, identifies the correct statement. Tertiary structure. We need correct statement. Tertiary structure is necessary for the biologically. Absolutely necessary. I already covered this one. Proteins are never acts as a homopolymer. When you are defining the proteins are the heteropolymers of the 20 types of amino acids. That is the definition. So that is why I am going for option 1. Tertiary structure is absolutely required for the biological activity of the proteins. Example, the active sites of enzyme due to the tertiary structure. Okay. Next one. Which of the following statement not true regarding the polysaccharide? Not true venom. Okay. Inulin is a polysaccharide of the, don't confuse. Inulin is a polysaccharide. Insulin is a protein. Okay. It is a polysaccharide of the fructose. Correct. Chitin is a heteropolysaccharide. This one is a wrong. When you heard about the chitin is a homopolysaccharide. It is a polymer of the NAG. N-acetyl glucose. N means nitrogen. Chitin is a homopolysaccharide. It is a polymer of the N-acetyl glucose amine. First point. Second one, it is a part of the exoskeleton of the invertebrates, especially arthropods. It is exoskeleton of the invertebrates. Second point. Next one. This is a reason why, because of the presence of the chitin, insects are the most diversified animals. You understood na? So chitin is a homopolysaccharide, is a polymer of the N-acetyl glucose amine. First point. The next one is it is a part of the exoskeleton of the invertebrate. Third one, because of presence of this chitinaceous exoskeleton only, that particular insects become the most diversified animals. That is why glycosis. So we can go for the not true one, is a second one. Okay. Next one, all proteins are enzyme. This one is a one. 99%, most of the, and this question important, I will make it to clear. 99% or the most of the enzymes are proteins. Okay, when I said what it called, 99% of the enzymes are proteins, parayambo. There is exception, that exception is a RNA. Among all biomolecules, other than the protein, only molecule that dare to act as enzyme, that is a sum of the RNA molecule. RNA with a catalytic activity called as a ribozyme. That is why this statement wrong. Reason is correct. I will tell you why. First thing in question lo, assertion is a false, reason is true. That is the answer. First point is that some RNA molecule with enzymatic activity called as a ribozyme. Second, in nammada syllabus lo, NEET syllabus lo only one example of ribozyme is a 23SR RNA, that is in the prokaryote, responsible for the formation of the peptide bond. So that is why I am telling. So RNA molecule ribozyme venam. Second one is that nammada syllabus lo the 23SR RNA only. 23SR RNA, never confuse, it's not eukaryote, it is a prokaryotes, bacteria. That enzyme responsible for the formation of the peptide bond. This question based on the competitive inhibitor. At any cost, there is a most possible one question will come from the competitive inhibition. Adi either Km value based or directly. This is an example of representation. Enzyme succinate dehydration. You know, this is enzyme in the Krebs cycle. This competitively inhibited by the succinate is a substrate.
Now I am telling about the melonade. Direct question I am giving here. Okay. So this question will come in the different way. That is why I am telling melonate is a competitive inhibitor of enzyme succinate dehydrogenase. Another one is that succinate and melonate both are structurally similar. This question important. Okay. So these are the question I discussed under the biomolecule. So this one. Next I am going to speak about the chemical coordination and integration. So GnRH, this question is related to the number reproduction. GnRH is a hypothalamic hormone. 20 minutes okay. GnRH is a hypothalamic hormone. When you are speaking about this, I am writing here gonadotropic releasing hormone. This is a releasing from the hypothalamus. Hypothalamus releases the GnRH. Once it is released, this GnRH reaches to the APG, anterior pituitary gland. How? Through hypophyseal portal circulatory system. Okay? Then this APG releases the two hormones. One is called as LH, another one is called as a FSH. These two, LH and FSH, together called as a gonadotropins. Here were up to here I am telling hypothalamus releasing the GnRH, that GnRH reaching to the anterior pituitary gland through the hypophyseal portal circulatory system. Then APG releases the two hormones, those together called as the gonadotropins, LH and FS. You should know that what is the function of LH in male and female, what is the function of FSH in male and female. So anterior pituitary gland stimulating the release of LH and FSH. The posterior pituitary gland is not a true endocrine gland because very simple thing is that this posterior pituitary gland just to store and releases the two hormones, that is oxytocin and vasopressin, these two hormones. So clearly remember, oxytocin and vasopressin produced by the hypothalamic neurons. After producing, oxytocin and vasopressin reaches to the posterior pituitary gland through axon. There they will store. Then whenever it is required, this oxytocin or vasopressin released into the blood. That is why I am giving the clarity is that it only store and releases the two hormones, oxytocin and vasopressin. Oxytocin, parayambu, what you need to remember? Oxytocin is also called as a birth hormone or milk releasing hormone. One point remember, oxytocin is also called as a birth hormone or milk releasing hormone. Vasopressin or ADH is mainly concerned with the water balance in our body. One. Second one, deficiency of the vasopressin or deficiency of the ADH leads to diabetes insipidus. These 2 points you need to remember. Okay, clear, right? Just to peacefully you place the mobile phone and that tab and listen carefully. Now I am going forward. Which of the following are not effects of the PTH, parathyroid hormone? This TCD, thyrocalcitonin. This one is a hypocalcemic hormone. Next one is called as a PTH. Parathyroid hormone is a hypercalcemic hormone. So that TCT and PTH both are antagonistics. This TCT is trying to decrease the blood calcium level. PTH try to increase the blood calcium level. Here we need to know what are not effects of the PTH. So this one stimulates the process of bone resorption. That means stimulates the process of bone demyelination. So it increases the blood calcium level. Next one, decreases the blood calcium level. Allah. So it is a wrong. B is not related to the PTH. The next one, reabsorption of the calcium. This also increases the blood calcium level. The next one, decreases the absorption of calcium. Is wrong, okay? Increases the absorption of calcium from the digestive fluid. So this one is also not wrong. Increases the metabolism of carbs. There is no relation between that one and this. So these three, B, D and E, I am going forward. Okay.
So that question about the PTH, there is a possibility of asking going forward. Fight or flight hormone. Fight or flight hormones parayambo, we need to remember these are called as a catecholamines. Emergency hormones are catecholamines. These catecholamines include epinephrine and norepinephrine. Epinephrine and norepinephrine are belongs to emergency hormone. Fight or flight hormones, there belongs to catecholamines. Produced from the adrenal cortex, adrenal medulla. So, adrenal medulla increase the secretion of epinephrine and norepinephrine under the stimulation of sympathetic parasympathetic under the stimulation of the sympathetic neurons. So, adrenal medulla, I am speaking about adrenal medulla. Adrenal medulla is also called as a suprarenal gland. It is present in the anterior part of the kidney. That is why adrenal medulla produces the two hormones, emergency hormones, epinephrine and norepinephrine under the influence of the sympathetic neurons. So third one. The next one, which of these statements is false about the thymus? Thymus is not only endocrine gland but also primary lymphoid organ. Bone marrow and thymus both are belongs to primary lymphoid organ. This thymus secretes the hormone is a thymosin. Thymosin responsible for the differentiation of the T lymphocyte, maturation and differentiation of T lymphocytes. Next one is that T lymphocytes promotes the production of antibodies. These three statements are correct. It intact for the person? No. While the age is going on, the size and the function of the thymus gradually decreases. That is why in the old persons, that immune system it goes on, it decreases. That is why the size and the function of thymus goes on, decreases along with the age. That is why the start statement. Next one. The following are the functions of the glucocorticoids, cortisol. I gave first one is all of the above the answer. Gluconeogenesis, stimulates the lipolysis, proteolysis. Okay. This one stimulates the RBC production 1. Next one, it has a specific function. Cortisol belongs to glucocorticoid. It has a specific function. Do you remember? It is a anti-inflammatory activity and suppress the immune system. Important point. For this point, I gave this one. Cortisol along with this one supports the RBC formation. This cortisol having the anti-inflammatory function and suppress the immune system. A point venum going. So along with that, cortisol belongs to glucocorticoid. Source of somatostatin. Somatostatin, don't confuse. There is a small thing is there. Somatostatin is a GRIH. That is a growth hormone releasing inhibitory hormone. That is coming from the hypothalamus. So, the source of somatostatin is the same that of oxytocin and vasopressin, because oxytocin and vasopressin also produced by the hypothalamus or hypothalamic neurons. These two hormones just store in the posterior pituitary gland. The next one, gastric inhibitory peptide. Gastric inhibitory peptide inhibits the secretion of the gastric juice. 2. Gastrin, that makes the secretion of the HCl and pepsinogen. 4. CCK, that area is a somewhat tricky area. Cholecystokinin causes the contraction of the gallbladder to releases the bile. 3. Secretin stimulates the exocrine cells of the pancreas to releases the water and bicarbonate. That is why 1, 2, 4, 3 and 1. Okay. The next one is that peptide. Chemical classification important. Last one I am going to do. Okay. This one is a peptide hormone. This one, I will tell you peptide hormone. Steroid hormones, when you are speaking, steroid hormones. There are 5 steroid hormones you need to remember. Testosterone, estrogen, progesterone, aldosterone and cortisol. If 5 are belongs to steroid hormones, they are synthesizing from the cholesterol, that is a lipid. The next one is a amino acid derived hormone, that is a epinephrine and norepinephrine.
This epinephrine and norepinephrine synthesizing from the amino acid tyrosine. The next one is that iodothyronine. Iodothyronines include T3 and T4. You should be sure about this one. Steroid hormones, Angi. Okay, testosterone, estrogen, progesterone, aldosterone, cortisol. Amino acid derived in our syllabus, that is epinephrine and norepinephrine. Synthesizing from amino acid tyrosine. Iodothyronine T3 and T4. Remaining all hormones are belongs to either protein or peptide derived hormones. So you heard, except these three, what I gave. Remaining all are protein or peptide derived hormone. That is why steroid hormones, that included 3. Iodothyronine T3 and T4. T4 is also called as a thyroxine. That is why 4. Amino acid derived epinephrine 2. Remaining one is called as a 1. 1, 3, 4 and 2. Should be sure. The last question. The following hormones do not stimulate. Give one moment. Do not stimulate intracellular secondary chemical messenger. Small. Give last moment here. There is a 2. You consider this is a group 1 and group 2. Group 1 hormones basically hydrophobic. These 2 are the hydrophilic. These hormones, because they are hydrophobic, they interact with the intracellular receptor, the receptor present within the cell. These are associated with the extracellular or membrane-bound receptors. The next one is that they do not generate secondary chemical messenger. They generate secondary chemical messenger like a cyclic AMP. You understood, right? One is this category, another one is group 1 hormones. This here under hydrophobic 7 hormones you should remember. That one is a testosterone, estrogen, progesterone, aldosterone, cortisol, T3 and T4, steroid hormones and iodine. Total 7 hormones. So testosterone, estrogen, progesterone, aldosterone, cortisol, T3 and T4. These 7 hormones comes under hydrophobic, combines with the intracellular receptors. They don't want the secondary intracellular secondary chemical messenger. Remaining all hormones are hydrophilic. They combines with extracellular membrane-bound receptor. They stimulate the intracellular secondary chemical messenger like a cyclic. Yeah, this last question is very important. The most probably the question will come in this area. So this is a one. Okay. These are the diseases you used to remember. Dwarfism, acromegaly, diabetes insipidus, diabetes mellitus, simple goiter, cretinism, exothalmic goiter and Addison's disease. Total 40 minutes, brother. Total 40 minutes. 1 second. Okay. Okay, so when it comes to the give for last 5 minutes regarding this one. So one more chapter is there, that is a human health and disease. Okay. So the last one is when you are studying the chemical coordination, check one by one. When you are telling about the hypothalamus, GnRH, somatostatin. When you are studying under what it called as a pituitary gland, APG, anterior pituitary gland, GH, PRL, TSH, ACTH, LH, FSH. Next one is a pars intermediatal, MSH. Posterior pituitary gland, oxytocin and vasopressin. Next one, pineal gland varambo, melatonin. Next, thyroid, what it called as a next gland varambo, thyroid gland varambo, T3 and T4. T4 is a thyroxine. The next one is, you will forget under the thyroid gland is a TCT. So, T3, T4 and TCT. Next one, parathyroid gland varambo, PTH. Next one is adrenal gland, adrenal cortex varambo, cortisol, aldosterone, small amounts of the androgens. Adrenal medulla varambo, catecholamines, epinephrine and norepinephrine. Pancreas varambo, glucagon and insulin. Thymus varambo, thymosin. Testis varambo, androgen, that is a testosterone. Ovaries varambo, what it called as a estrogen and progesterone. The next one is a placenta varambo, HCG varanam, HPL varanam, relaxin varanam,
Along with that, estrogen and progesterone varanam. The next one, other hormones varambo, erythropoietin varanam. JG cells of kidney produces the erythropoietin varanam. Next one is a ANF varanam, atrial node, that is a right atrium of the heart varanam. The next one is a gastrin, GIP, CCK, and what it called as a GIP varanam. So gastrin, GIP, cholecystokinin, and secretin. These are the all hormones. That is a way of remembering the things. Along with the last I said this question I said. So this is about the chemical coordination. Okay. The next I'm going to speak about the match the fall. This one is a chapter is a human health and disease. That is the last chapter of mine. This match the cause to agents with the diseases. Mark the correct option. Salmonella typhi. That is belongs to typhoid. 2. Haemophilus influenza and streptococcus pneumonia. These two are belongs to pneumonia. That is a 4. 3 followed by 2 followed by the pneumonia. That is a 4. Rhino. Rhino means nose. That is belongs to common cold. 5. Plasmodium. Plasmodium parayambo. The most important thing is the Plasmodium falciparum varanam. Plasmodium falciparum causes the most dangerous malaria. That is a malignant tertian malaria. Okay, Plasmodium that is belongs to the malaria. That is a 6. Next one is Oceraria. That is a filariasis or elephantiasis. That is a 3. Trichophyton, epidermatophyton, that comes under the fungi. That is a ringworm. So 1. So 2, 4, 5, 6, 3, and followed by the 1. Okay, all the things came. Okay, I'm going. The next one is just find out the true statement. Malignant malaria is caused by the Plasmodium falciparum. Already I mentioned this is the wrong statement. One more point I'm adding here. The persons who are carriers of the sickle cell anemia are the resistant to the symptoms caused by the Plasmodium falciparum. First point is that malignant malaria caused by the Plasmodium falciparum, most dangerous. Second one, the second some persons are asking, give one fraction of moment, okay? When this live ends, sir, this is the one, 2 more sessions are there, sir, I think, okay? So if you are hungry, go and eat and come, okay? While discussing, don't disturb. Now I am going forward. Malignant malaria parayambo, that is a Plasmodium falciparum. 1 point. The persons who are carrier for the sickle cell anemia. Okay, those are resistant to the symptoms. Okay, these 2 points. Okay, important. Lips and fingernails become a gray bluish color in case of the pneumonia. That is a wrong. Rhinoviruses represent the group of viruses. This one is a correct. Last one is that here the only way of causing the common cold is a wrong. Okay. Now I am going to the true statement, that is a 3. Where you look the sporozoites of the malarial patient. Malarial parasite lo primary host is a female Anopheles mosquito. Along with that one, it is also vector also. That is why saliva, if confuse aganda, saliva of the infected female Anopheles mosquito. So that here this one they will ask, they will shift this one, infected. So saliva of the infected female Anopheles mosquito. Which of the, this question is important. Which of the following, which of the immune response responsible for the graft rejection? That is a cell-mediated immunity. Otherwise, which lymphocytes suppressing responsible for the graft rejection? T lymphocytes. So, which part of immune system parayambo? That is a cell-mediated immunity. Okay. Which cells are suppressing the graft rejection parayambo? That is a T lymphocytes. Okay. The next one.
At which stage of HIV infection does usually shows the symptoms of the AIDS? When the HIV attacks, then after that one, when the HIV started lysing the TH cell, as you know, HIV is the target, the most susceptible to the HIV is a TH cells or helper T lymphocytes. When the HIV started lysing the TH cell, person starts showing the symptom, that is a sudden fever, weight loss and diarrhea. They given this one. So 4. Okay. The next one is that there is a 4 in non-specific immune system or innate immune system. There are 4 barriers are present. If you remember, physical barrier, physiological barrier, cellular barrier, and cytokine barriers. Okay. That physical barriers include a skin and mucous membrane. Okay. This here I am going for the 4. Physical barriers include skin and mucous membrane. Next one, physiological barriers parayambo, saliva and stomach acidic pH. These two, saliva and stomach acidic pH. The next one is a cellular barrier. When you are speaking about the cellular barriers, that phagocytic cells, neutrophils are a polymorphonuclear leukocyte. Next one, monocytes. Next one is a macrophages. And another one is called as a natural killer cells. So, cellular barriers parayambo, neutrophils also called PMNL, polymorphonuclear leukocytes. Okay, monocytes, macrophages and natural killer cells. So I am going for this one. Cytokine barriers parayambo, interferons, IFN, interferons, antiviral glycoproteins. One important thing is that alpha interferons are used in the what it called immunotherapy of the cancer. That is a immune system modifiers. So interferons for cytokine barriers, that interferons comes under the cytokine barriers. 1 point, interferons are the antiviral glycoproteins. Alpha interferons are used in the immunotherapy of the cancer. That is why I am going for the 3. So 4, 2, that is a 4 followed, that is a 4th option. Okay, right? The next one. This question, autoimmune disorder. You heard this name, autoimmune disorder is the condition in which where the body defense mechanism recognizes its own cells as a foreign bodies. That is a good to ask. That is because before this one, along with this one important thing is that autoimmune disorder due to the losing of which property of the specific immune system? Self and non-self discrimination. Okay. When the specific immune system or acquired immune system loss self and non-self discrimination, that leads to immune system recognizes the self antigens as a foreign antigen. And there is immune response again as the self antigens. See point important, losing of the self and non-self discrimination. So this statement is correct. Rheumatoid are number syllabus lo unde human health and disease chemical coordination lo there are examples of this one. Number human disease lo undu one example of the autoimmune disorder is a rheumatoid arthritis. Is a condition where body does not attack Allah. So does it attacks the cell? This statement is a wrong. So statement 1 is the correct. Statement 2 is a incorrect. Okay. So autoimmunity, what is the reason? Okay. The next one followed by this statement. Example of the autoimmunity is a rheumatoid arthritis, a chronic inflammation of joints. Okay. The next one. The infectious stage of the plasmodium, that is a sporozoa. Sporozoites are the infectious stage of the plasmodium, that is present in the saliva of the infected Anopheles, female Anopheles mosquito, enters into the human secondary host as a result of biting. That is why sporozoites are the infectious form of the plasmodium. The next one is a colostrum that containing Ig antibodies comes under natural passive. There is a 2 example. One is a natural passive immunity mediating by the IgG from mother to fetus by crossing the placenta. 1. Only known antibody can cross the placenta is a IgG.
Second one is from mother to the baby through the colostrum, that is a IgA. These two example comes under passive immunity or natural passive immunity. So IgG and IgA. The only known antibody can cross the placenta is a IgG. Okay, this one is a 4. The next one, heroin. Heroin is also called as a diamorphin. Diamorphin or a diacetylmorphin. Do you remember this name? Important. Heroin is a smog or chemically called as a diamorphin or a diacetylmorphin. One of the most powerful sedative. That is deriving from the acetylation of the morphine. That is why it is called as a diamorphin or diacetylmorphin. Okay, the question important. Okay, the next one is that hemazoin, that plasmid. Hemazoin is a toxic substances released by the placenta while that one is while rupturing of the RBC. So it is a hemazoin is a toxin released by the plasmodium during the lysis of the RBC. The next one is a smog. Smog is a heroin that is coming from the morphine. That morphine is deriving from the plant is a Papaver somniferum. 4. Coke is also called as a coke or cocaine. Deriving from the coca plant is a Erythroxylum coca. 1. Marijuana, that is deriving from the what it called as a cannabis sativa. It comes under cannabinoids, cannabis sativa. Nicotine is deriving from the Nicotina tabacum, that is a 3. Sources are important too. Along with this one, which part is forming that source is also important. So that is why number syllabus lo the morphine undu sedatives comes under morphine undu, followed by what it called as a heroin undu. Followed by next one is a hallucinogens for ambo, LSD undu. Lysergic acid extracting from the ergot fungi, that is a clavicepsis. Stimulants for ambo, cocaine undu. Okay, na? That this is along with that one sedative, that hallucinogen, that called as the chemicals deriving from datura and Atropa belladonna. So please classify, be careful about that area. Okay, now I am going. The next one, the following are examples of the recombinant vaccine. Number syllabus lo the only one example is a recombinant vaccine. Pneumonia vaccine. This pneumonia vaccine comes under the capsular polysaccharide vaccine. Capsular polysaccharide vaccine. Next one is a triple vaccine, is a DTP vaccine. Diphtheria, tetanus and pertussis vaccine. Triple vaccine. Next one, this is comes under toxoids. The next one is a MMR. So triple vaccine. That is a mumps, measles and rubella. That is a inactivated vaccine. This vaccine number syllabus lo the important. Hepatitis B vaccine. That is a recombinant vaccine producing from the unicellular fungi, that is comes under yeast. The next one, adi number syllabus lo only one example. Okay. The next one, what is the function of the secondary lymphoid organ? Here, that one is a primary lymphoid organs include a bone marrow and thymus. So these primary lymphoid organ involved in the maturation of the lymphocytes. Okay, secondary lymphoid organs include a lymph node, spleen. Next one is a mucus-associated lymphoid tissue, pair patches. So these secondary lymphoid organ function very important. Secondary lymphoid organs where lymphocytes interact with the antigen. After interaction, lymphocytes undergo proliferation and different. Primary lymphoid organs where lymphocytes undergo maturation. Secondary lymphoid organs where lymphocytes undergo proliferation and differentiation. That is why I am going for the option C. So thank you very much. So all the best for everyone. Take care. Hello.
എന്തെങ്കിലും കുട്ടിയോട് സംസാരിച്ചോളാം. ഹായ് കുട്ടീസ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ഒരു ഫിസിയോളജി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് എലിമിനേഷൻ. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിലും നമ്മൾ NCERT-യിലെ അതേ മെത്തേഡിൽ നമ്മൾ ഓരോ പാർട്ട് വീതം ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ വീതം ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആർ ദ മേജർ നൈട്രോജീനിയസ് വേസ്റ്റ്. കറക്റ്റ് ആണ്. അമോണിയ is the most toxic. അത് കാരണം തന്നെ it needs more water to eliminate. Uric acid being the least toxic, actually it requires very less amount of water to eliminate it. And humans are uricotelic എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്, which is the wrong statement because humans are ureotelic organism. നമ്മൾ യൂറിയ ആണ് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതൊരു മേജർ പാർട്ടാണ്. ഇതിന്ന് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Bony fishes, aquatic amphibians and aquatic insects are examples of. ഏതാണ്? വെള്ളത്തിലുള്ള ഇവരെല്ലാവരും അമോണോടെലിക് ആണ്. ആൻഡ് കാർട്ടിലേജസ് ഫിഷസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ they are ureotelic organisms. ഓക്കെ, അപ്പൊ അവര് മാത്രമാണ് അക്വാട്ടിക്കിൽ വരുന്ന ഒരു എക്സെപ്ഷൻ. ഇനി നമ്മൾ നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ശരിക്കും ഡിഫറെന്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഡിഫറെന്റ് ഓർഗാനിസംസ് ആൻഡ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ഫ്ലാറ്റി ഹെൽമെന്റസ്, ഫ്ലെയിം സെൽസ് ആണ് അവർക്കുള്ളത്. സോ ഡയറക്റ്റ് മാച്ചിങ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. യൂറോകോഡേറ്റ, ന്യൂറൽ ഗ്ലാൻഡ്, ഇത് അറിഞ്ഞൂടെങ്കിൽ കൂടി ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എർത്ത് വേം, നെഫ്രിഡിയ, കോക്രോച്ച്, മാൽഫീജിയൻ ട്യൂബ്യൂൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ കിഡ്നിയുടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ABCD നിങ്ങൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാം. A എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. A അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. B എന്ന് പറയുന്നത് പെൽവിക്സ് റീജിയൻ ആണ്. C എന്ന് പറയുന്നത് മെഡുല്ല ഓഫ് കിഡ്നി ആണ്. ആൻഡ് D ഈസ് കോർട്ടെക്സ്. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് D കോർട്ടെക്സ് ആണ്. കറക്റ്റ് ആണ്. പക്ഷെ പ്രശ്നം എക്സ്പ്ലനേഷൻ കൂടെ വായിക്കുക. ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി ആൻഡ് ഡു നോട്ട് കണ്ടെയ്ൻ എനി പാർട്ട് ഓഫ് നെഫ്രോൺ. അല്ലേ നമുക്കറിയാം കോർട്ടെക്സിൽ യു ഹാവ് മാൽഫീജിയൻ കോർപ്പസ്യൂൾ എന്ന് പറഞ്ഞാൽ ബോമൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറുലസ്. യു ഹാവ് PCT, DCT ഓൺ ദി കോർട്ടിക്കൽ റീജിയൻ. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, adrenal gland located on the top superior portion of the kidney. So അത് റൈറ്റ് ഓപ്ഷൻ ആണ്. തേർഡ് ഓപ്ഷൻ നോക്കാൻ അറിയാം, pelvis broad funnel shaped structure, shaped space inner to hilum, directly connected to loop of Henle. അല്ല, it is directly connected to the calyx ആണ് അല്ലെ. ഇനി അടുത്ത C, medulla inner zone of the kidney contains complete nephron. അല്ല, മെഡുലയിൽ ആകെ ഉള്ളത് loop of Henleയും കളക്ടിങ് ഡക്റ്റും ആണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ഈസ് 2. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ, നെഫ്രോണിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ ഓഫ് കിഡ്നി എന്നൊരു ക്വസ്റ്റ്യൻ ആയി നമുക്ക് നെഫ്രോണിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എപ്പിത്തീലിയൽ സെൽ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ ഇസ് കോൾഡ് ആസ്. പെട്ടെന്ന് പറഞ്ഞോളൂ. ഇറ്റ്സ് കോൾഡ് ആസ് എ പോഡോസൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് കോൾഡ് ആസ് എ പോഡോസൈറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. എഗെയിൻ ഇതും സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാൽഫീജിയൻ കോർപ്പസ്യൂൾ. മാൽഫീജിയൻ കോർപ്പസ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൊമൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറുലസ്, ബൊമൻസ് ക്യാപ്സ്യൂൾ പ്ലസ് ഗ്ലോമറുലസ്, പിന്നെ PCT, ഹെൻലീസ് ലൂപ്പ് ഇങ്ങനെ വരുന്നു. ദെൻ യു ഹാവ് DCT ആൻഡ് യു ഹാവ് കളക്ടിങ് ഡക്ട്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് മാൽഫീജിയൻ കോർപ്പസ്യൂൾ, PCT, DCT എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? These 3 structures are located on the cortex of kidney. And Henle's loopum നമ്മുടെ കളക്ടിങ് ഡക്റ്റും വരുന്നത് it is on the medulla region. ഇനി ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ നിങ്ങളെ. നമുക്ക് 2 types of nephron ആണുള്ളത് അല്ലെ. കോർട്ടിക്കൽ നെഫ്രോണും ഉണ്ട്,
ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ ഉണ്ട്. ഇവിടെ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കൺഫ്യൂസ് ആവരുത് ഹോൾ പാർട്ട് കോർട്ടെക്സിലാണെന്ന്. അങ്ങനെയല്ല, കോർട്ടിക്കൽ നെഫ്രോണില് ഹെൻലീസ് ലൂപ്പ് കുഞ്ഞായിരിക്കും. ഓക്കെ, സോ ദാറ്റ് അത് ചെറുതായിട്ടൊന്ന് മെഡുലയെ ഡിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. എങ്കിൽ നമ്മൾ എടുക്കുകയാണ് നമ്മുടെ ജെക്സ്റ്റാ മെഡുലറി ആണെങ്കിൽ ലോങ് ഹെൻലീസ് ലൂപ്പാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷനും ഒന്ന് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കോർട്ടെക്സ്, ഓപ്ഷൻ 2. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് നെഫ്രോണിലേക്ക് പോയിരിക്കുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് അൾട്രാ ഫിൽറ്ററേഷൻ അല്ലേ? അത് നടക്കുന്ന എവിടെയാണ്? നമ്മള് ബൊമൻസ് ക്യാപ്സ്യൂളിലാണ് നടക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു GFR, glomerular filtration rate related ഒരു ക്വസ്റ്റ്യൻ ആണ്. The amount of filtrate formed by the kidney per minute is called as glomerular filtration rate. GFR in a healthy individual is 125 ml per minute എന്ന് പറയുമ്പോൾ അത് 1 ഡേയിൽ എത്രയാവും? എഗെയിൻ കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടണ്ട കേട്ടോ. ഇത് ഡയറക്ട്ലി അല്ലെങ്കിൽ NCERT കൊടുത്തിട്ടുണ്ട്. 180 liters per day. ഫൈൻ, ഫോർത്ത് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ട്യൂബുലാർ. അപ്പൊ നമ്മൾ ഇനി നോക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഏറ്റവും അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് മേജർ ലൈക്ക് അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് നെഫ്രോൺ, PCT, DCT, ഹെൻലീസ് ലൂപ്പ്, കളക്ടിങ് ഡക്ട്. അവിടെ ഇത്രയും 4 സ്ഥലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അബ്സോർബ് ചെയ്യപ്പെടുക, സെക്രീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ ഒരു ഡയഗ്രം NCERT കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ട്യൂബുലാർ സെക്രീഷൻ. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂബിലേക്ക് അകത്തേക്ക് വിടുന്ന കാര്യങ്ങൾ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ. വൈ? ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫസ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് അയണിക് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. കറക്റ്റ് ആണ് അല്ലെ? കാരണം K+ അയോൺസിനെയൊക്കെ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. മെയിൻറ്റെയിൻ ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി. കറക്റ്റ് ആണ്. H+ അയോൺസിനെയും അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ടേക്സ് പ്ലേസ് ഇൻ PCT ആൻഡ് DCT. എഗെയിൻ അതും കറക്റ്റ് ആണ്. PCTയിലും DCTയിലും ഇത് നടക്കുന്നുണ്ട്. ഈവൻ ഇഫ് കളക്ടിങ് ഡക്റ്റിൽ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒള്ളി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ PCT ആൻഡ് DCT. ആൻഡ് സോ ദ ആൻസർ ഓപ്ഷൻ വിൽ ബി ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ഏരിയയിൽ തന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ റീഅബ്സോർബ് ബൈ ദിസ് സെഗ്മെന്റ്. ഏത് സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത്? യെസ്, ആൻസർ ഓപ്ഷൻ ഈസ് 2 PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ന്യൂട്രിയൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് 100% അബ്സോർബ് ചെയ്യപ്പെടുന്നത് PCTയിൽ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന ഏരിയ PCT ആണ്. ഫൈൻ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ്. There is an increasing osmolarity towards the inner. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. There is an increasing osmolarity towards the inner medullary interstitium. ആണല്ലേ? 300 താഴോട്ട് പോകുമ്പോൾ 300, 600, 900, 1200 അങ്ങനെയാണ് നമുക്ക് പോകുന്നത് അല്ലെ? 300 to 1200 milliosmolars പോവും in the inner medullary interstitium. This gradient, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏത് സോൾട്ടിനെ എടുക്കുന്നത് കൊണ്ടാണ്? ഏത് സോൾട്ടിനെ എടുക്കുന്നതുകൊണ്ടാണ്? അതെ, സോൾട്ട് നമ്മുടെ NaClഉം അതുപോലെ യൂറിയയും എടുക്കുന്നതുകൊണ്ടാണ് ഇന്നർ പാർട്ട് എന്താവുന്നത്? കുറച്ചും കൂടെ എന്താവുന്നത്? കോൺസെൻട്രേറ്റഡ് ആയി മാറുന്നത്. സോ ഇറ്റ് ഈസ് സോൾട്ട് ആൻഡ് യൂറിയ, NaCl ആൻഡ് യൂറിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്നത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം അവിടെയാണ് നമ്മൾ റാസ് മെക്കാനിസം ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ ഏട്രിയൽ നാട്രി യൂറിട്രിക് ഫാക്ടറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എഗെയിൻ നീറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? യൂറിൻ ഫ്ലോയുടെ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഈവൻ പ്രീവിയസ് ഇയറിലും ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ
to the atria of heart causes the release of. എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കൂടുകയാണ്? ബ്ലഡ് പ്രഷർ കൂടുകയാണ്. അപ്പൊ ബ്ലഡ് ഫ്ലോ ഹാർട്ടിലേക്ക് കൂടുകയാണ്, ഹാർട്ടിന്റെ ഏട്രിയയിലേക്ക് കൂടുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഏട്രിയ സ്ട്രെച്ച് ചെയ്യും, എന്നിട്ട് അത് ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യും. സോ ദ ആൻസർ ഇസ് 3 ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ADH സെക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. എപ്പോഴാണ് ADH സെക്രീറ്റ് ചെയ്യുക? ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ. ബ്ലഡ് പ്രഷർ കുറയുമ്പോഴാണ് JG സെൽസിൽ നിന്നും റെനിൻ സെക്രീറ്റ് ചെയ്യുന്നതും പിന്നെ റെനിൻ ചേഞ്ചസ് ഉണ്ടാകുന്നു അല്ലെ. നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജൻ അതിനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു. ഈ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. ആൻഡ് ഈ ആൻജിയോടെൻസിൻ 2 ആണ് ശരിക്കും നമ്മൾ പറയുന്ന ചേഞ്ചസ്. അതെന്ത് ചെയ്യുന്നു? ഇത് ഹൈപ്പോതലാമസിൽ പോയിട്ട് നമ്മുടെ ADH റിലീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് ആൽഡോസ്റ്റിറോൺ ഫ്രം യുവർ അഡ്രിനൽ കോർട്ടെക്സ്. അപ്പോ രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻ ആണ്. ജസ്റ്റ് ഓർക്കുക, BP കൂടുമ്പോ അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കൂടുമ്പോ റിലീസ് ചെയ്യുന്നത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടറും, ബ്ലഡ് പ്രഷർ കുറയുമ്പോ നമ്മൾ സെക്രീറ്റ് ഔട്ട് ചെയ്യുന്നത് ADH ആണ്, അല്ലെങ്കിൽ ആൽഡോസ്റ്റിറോൺ. ADH ആൻഡ് ആൽഡോസ്റ്റിറോൺ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ സെയിം ആണ്. A decrease in blood pressure or volume will not cause the release of. Will not ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ നടക്കുകയാണെങ്കിൽ എന്ത് റിലീസ് ചെയ്യും? മിസ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, റെനിൻ റിലീസ് ചെയ്യും. റെനിൻ വഴി അവസാനം ADHഉം ആൽഡോസ്റ്റിറോണും റിലീസ് ചെയ്യും അല്ലെ. പക്ഷെ അവർ വിൽ നോട്ട് ചോദിക്കുമ്പോൾ വി ഓൺലി ഹാവ് വൺ ഓപ്ഷൻ വിച്ച് ഈസ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് മിക്ചുറേഷൻ റീജിയൻ എന്നാണ്. അപ്പൊ എന്താണ് മിക്ചുറേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് യൂറിൻ ഫ്രം ദി യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന് യൂറിനെ പുറത്തേക്ക് കളയുന്നതാണ് മിക്ചുറേഷൻ. അപ്പൊ മിക്ചുറേഷനില് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ if the stretch receptors of the urinary walls are totally removed? എടാ, നമ്മുടെ യൂറിനറി വാളില് യൂറിൻ നിറയുമ്പോൾ, ഇത് യൂറിനറി ബ്ലാഡർ ആണ്, യൂറിൻ നിറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് സ്ട്രെച്ചസ് ദ വാൾ അല്ലെ. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ്, ഇവിടെയുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആണ് ഈ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നതും ബ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ യൂറിറ്ററിലുള്ള സ്പിങ്ക്റ്റേഴ്സിലേക്ക് ഇൻഫർമേഷൻ പോകുന്നതും അത് തുറക്കുന്നതും. അപ്പൊ സിമ്പിൾ ആയിട്ട് സ്ട്രെച്ച് റിസപ്റ്റർ ഇല്ല എങ്കിൽ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പോവില്ല, നിങ്ങൾക്ക് ഒരിക്കലും യൂറിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞു പൊട്ടാനേ പറ്റുള്ളൂ. ഓക്കെ, സോ there will be no micturition. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എഗെയിൻ ഇത് യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്ചുറേഷൻ പാർട്ടിൽ തന്നെ യൂറിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കാം. പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് എസ് മിക്ചുറേഷൻ. കറക്റ്റ് ആണ്. ആൻഡ് അഡൾട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ്സ് ഓൺ ആവറേജ്, പക്ഷെ നമുക്ക് ഇൻകറക്റ്റ് അല്ലേ കണ്ടുപിടിക്കാറുള്ളേ. അപ്പോ ആൻ അഡൾട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ്സ് ഓൺ ആൻ ആവറേജ് 1 to 1.5 liters ഓഫ് യൂറിൻ പെർ ഡേ. കറക്റ്റ് ആണ്. ഓൺ ആൻ ആവറേജ് അതിനകത്ത് തന്നെ 20 to 30 ഗ്രാമും യൂറിയ ആയിരിക്കും. സോ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ pH ഓഫ് യൂറിൻ ഈസ് സ്ലൈറ്റ്ലി അസിഡിക്. NCERT കൊടുത്തിട്ടുണ്ട് 6 ആണ് pH വരിക. ഇവിടെ 7.6 ആ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 6 ആണ് pH, സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് എക്സ്ക്രീറ്ററി ഓർഗൻസും അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യൂറിൻ, അതിനകത്ത് എന്താ ഉള്ളത്? യൂറിയ ആണുള്ളത്. സ്വെറ്റില് സോൾട്ട് ആണുള്ളത്. സെബത്തില് സ്റ്റിറോൾസ് ആണുള്ളത്. ബൈൽ ബിലിറുബിൻ ആണുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് ABCD.
ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് യുറീമിയ ഡിസോർഡേഴ്സ്. ലാസ്റ്റ് പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസോർഡേഴ്സ്. അതില് യുറീമിയ ഈസ് എ ഡിസീസ് വെൻ ദർ ഈസ് എക്സസ് ഓഫ്. യുറീമിയ എന്ന് പറഞ്ഞാൽ എക്സസ് യൂറിയ. എവിടെയാണ് എക്സസ് യൂറിയ ഉള്ളത്? ഇൻ ബ്ലഡ്. യൂറിൻ എന്ന് തെറ്റിദ്ധരിക്കല്. ബ്ലഡിൽ എക്സസ് യൂറിയ ഉള്ള കണ്ടീഷൻ എന്നാൽ കിഡ്നി നേരത്തെ നല്ലപോലെ ഫിൽറ്റർ ചെയ്യുന്നില്ലാത്ത കണ്ടീഷനാണ് യുറീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ, യൂറിയ ഇൻ ദി ബ്ലഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡയാലിസിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയാലിസിങ് ഫ്ലൂയിഡ് ഹാവ് ദ സെയിം കോമ്പോസിഷൻ ആസ് ബ്ലഡ് പ്ലാസ്മ. ഡയാലിസിങ് ഫ്ലൂയിഡ് വെച്ചിട്ട് അതിലൂടെയാണ് ചെറിയ ട്യൂബ്സ് വഴി നമ്മൾ ബ്ലഡ് കടത്തി വിടാൻ പോകുന്നത് അല്ലെ, ഫിൽട്ടറേറ്റ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പൊ ഈ ഒരു ബാഗിനകത്ത് ഫുള്ള് ഡയാലിസിങ് ഫ്ലൂയിഡ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ബ്ലഡ് കടത്തി വിടുമ്പോ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ചെയ്യാത്ത ഒരാളുടെ ബ്ലഡ് കടത്തി വിടുമ്പോ ഇവിടുന്ന് എന്താണ് ഈ ഫ്ലൂയിഡിലേക്ക് മൂവ് ചെയ്യാനുള്ളത്? യൂറിയ ആണ് മൂവ് ചെയ്യാനുള്ളത്. ഡിഫ്യൂഷൻ വഴിയാണ് മൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഈ ഡയലൈസിങ് ഫ്ലൂയിഡിൽ ഒരിക്കലും എന്ത് കാണില്ല? യൂറിയ കാണില്ല. സോ ദ ആൻസർ ഈസ് ദർ വിൽ ബി നോ യൂറിയ ഇൻ ദ ഡയലൈസിങ് ഫ്ലൂയിഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബ്ലഡിൽ നിന്ന് യൂറിയ അങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത്രയും പറയുമ്പോഴേക്കും ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാണ്. ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ ഡിസോർഡർ തന്നെയാണ്. വളരെ സിമ്പിൾ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ഇൻ ദി ജോയിന്റ്സ്. ജോയിന്റ്സിൽ യൂറിക് ആസിഡ് വന്നിട്ട് ജോയിന്റ്സ് ഒക്കെ പെയിൻഫുൾ ആവുന്ന കണ്ടീഷൻ. എന്താ റീനൽ കാൽക്കുലേ എന്ന് പറയുന്നത്? അതാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ. മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്സ് ഓൺ ദി കിഡ്നി. ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കിഡ്നിയിൽ ഉണ്ടാവുക. ആൻഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ ആണ്. ദിസ് ഇസ് ഇൻഫ്ലമേഷൻ ഇൻ ഗ്ലോമറുലൈ. അപ്പൊ നമുക്ക് ആൻസർ വരിക ഇറ്റ്സ് A1 വരുന്ന ആൻസർ ആണ്. ദാറ്റ് ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ മെയിൻ പോയിന്റ്സും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പോവാൻ പോകുന്നത് ചാപ്റ്റർ എവല്യൂഷനിലേക്കാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് എവല്യൂഷൻ ചാപ്റ്ററിനെ ശരിക്കും ആദ്യത്തെ പാർട്ട്, നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ എന്നാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടായ ഒറിജിൻ പാർട്ട് എന്നാണ് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയടാ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫോർമേഷൻ ഓഫ് എർത്ത് ആൻഡ് ദ ലൈഫ്. ഫോർമേഷൻ ഓഫ് എർത്ത് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ. ആൻഡ് അത് കഴിഞ്ഞ് 0.5 ബില്യൺ കഴിഞ്ഞിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? അവിടെ ലൈഫ് ഫോം ചെയ്യുന്നത്. അപ്പോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ 0.5 ബില്യൺ ഇയേഴ്സ് ഓർ അതിന് ഈവൻ അവർക്ക് 500 മില്യൺ ഇയേഴ്സ് ആഫ്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാണ്. നമ്മുടെ പഴയ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻസ് നോക്കിയാല്. കാരണം പ്രിമിറ്റീവ് എർത്തിൽ ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അപ്പോ ഓക്സിജൻ 3 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. സോ ദ ഓൺലി ആൻസർ ഇസ് 3: ഹൈഡ്രജൻ, സ്റ്റീം, മീഥേൻ, അമോണിയ. എപ്പോഴും ഓർക്കുക, പ്രിമിറ്റീവ് എർത്തിൽ എന്തുണ്ടായിരുന്നില്ല? ഫ്രീ ഓക്സിജനേ ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാക്കിയത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോബ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എക്സ്പെരിമെന്റ് സജസ്റ്റ് ദാറ്റ് simplest living organism could not have originated spontaneously from non-living things. എന്ന് പറഞ്ഞാല് ഒരിക്കലും നോൺ ലിവിങ് തിങ്സ് ആസ് സച്ച് ലിവിങ് തിങ്സ് ഉണ്ടായില്ല എന്ന് ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കേ. മീറ്റ് was not spoiled when heated and kept in a sealed vessel. നമ്മൾ മീറ്റിന്ന് ജസ്റ്റ് ഒരു ലൈഫ് ഫോം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റ് ഒക്കെ എടുത്ത് അതിനെ ചൂടാക്കി സീൽഡ് ബോട്ടിൽ അടച്ചു വെച്ചാൽ അതിനകത്ത് ഒന്നും വളരില്ല. അതിനർത്ഥം നോൺ ലിവിങ് തിങ്സ് ലിവിങ് തിങ്സ് ആസ് സച്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ 4th ആണ് നമ്മുടെ റൈറ്റ് ഓപ്ഷൻ വരിക. ഇനി നെക്സ്റ്റും
ഇതുപോലെ ഒറിജിൻ ഓഫ് ലൈഫിന്റെ തിയറീസിലെ ഒരു തിയറിയെ കുറിച്ച് അവർ ചോദിക്കുന്നത്. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ഓഫ് ലൈഫ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ, ആരാ പറഞ്ഞത്? എന്താണ് ആ തിയറിയുടെ പേര്? എക്സ്ട്രാ ടെറസ്ട്രിയൽ, നമ്മൾ പറയുന്ന പോലെ ET ഓർഗാനിസംസ് സ്പോർസ് ഇട്ടാണ് ഉണ്ടായത്. ആ തിയറിനെയാണ് നമ്മൾ തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് പറയുക. സോ ഓപ്ഷൻ 4 is the right one. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കെമിക്കൽ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. റഷ്യൻ സയന്റിസ്റ്റ് ഹു പ്രപ്പോസ് ദ തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ആരാടെ? ഫസ്റ്റ് ഓപ്ഷൻ ഒപ്പാരിൻ. ആൻഡ് ഹാൽഡിൻ ഇംഗ്ലണ്ട് സിറ്റിസൺ ആണ്. ഒപ്പാരിൻ റഷ്യക്കാരനാണ്. ഇത് രണ്ടും NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അഗെയിൻ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിനെ പ്രൂവ് ചെയ്തത് യുറേ ആൻഡ് മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ മില്ലേഴ്സ് എക്സ്പെരിമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മില്ലർ ആൻഡ് യുറേ performed an experiment to prove the origin of life. They took gases, ammonia and hydrogen along with. അപ്പൊ അവർ ഏതൊക്കെ ഗ്യാസ് എടുത്തതെന്ന് അവിടെ ചോദിച്ചേക്കുന്നേ. അവർ തന്നിട്ടുണ്ട് അമോണിയ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അല്ലാതെ എന്തുണ്ട്? അവിടെ സ്റ്റീം, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, മീത്തേൻ. അപ്പൊ ഇത്രയും ഗ്യാസസ് എടുത്താണ് ആ എക്സ്പെരിമെന്റ് ചെയ്തത്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഓപ്ഷൻ. ആ എക്സ്പെരിമെന്റിന്റെ ഒരു പടം നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ പടം. അതുപോലെ തന്നെ ഏതൊക്കെ ഗ്യാസസ് ആണെന്നുള്ളത്. ഇവിടെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാം. ഇവര് എന്താണ് ക്രിയേറ്റ് ചെയ്തത്? അവരുടെ എക്സ്പെരിമെന്റിന്റെ എൻഡ് റിസൾട്ട് ആയിട്ട് അവർക്ക് കിട്ടിയത് അമിനോ ആസിഡ്സ് ആയിരുന്നു. അലാനിൻ, ഗ്ലൈസിൻ, 2 അമിനോ ആസിഡ്സിനെയാണ് അവർ ശരിക്കും ആഫ്റ്റർ ദി എക്സ്പെരിമെന്റ് ആ വാട്ടറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഇത് നമ്മൾ എവിഡൻസ് ഓഫ് എവല്യൂഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോസിൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ഓഫ് ഫോസിൽസിന് നിങ്ങൾ പാലിയന്റോളജി എന്ന് പറയും അല്ലെ. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നു ആർക്കിയോപ്റ്റെറിക്സ് ഈസ് നോൺ ആസ് മിസ്സിംഗ് ലിങ്ക് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫോസിൽ ആൻഡ് ഹാസ് ക്യാരക്ടർ ബിറ്റ്വീൻ. ഏത് 2 ഓർഗാനിസത്തിനെ കണക്ട് ചെയ്യുന്നതാണ്? റെപ്റ്റൈലിനെയും ബേർഡിനെയും കണക്ട് ചെയ്യുന്നതാണ് അല്ലെ. സോ ദ ഓപ്ഷൻ 2 is the right one. ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്റ്റിന്റ് ആയിട്ടുള്ള ബേർഡ് ആണ്. പക്ഷെ അവരുടെ ബീക്കിനകത്ത് ടീത്ത് ഒക്കെ ഉണ്ടായിരുന്നു, സ്കെയിലി ആയിരുന്നു അവരുടെ ഹോൾ ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ റെപ്റ്റൈൽസിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ആ റെപ്റ്റേലിയൻ ക്യാരക്ടറിലുള്ള ഒരു ബേർഡ് ആണ് ആർക്കിയോപ്റ്റെറിക്സ്. ഇനി which one is not vestigial in humans? അപ്പൊ വെസ്റ്റീജിയൽ ഓർഗൻസ് എന്നാണ്. നമ്മൾ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ എല്ലാം പേര് പഠിക്കണം. ഇവിടെ വെസ്റ്റീജിയൽ ഓർഗൻ അല്ലാത്തത് ഏതാടെ? നമ്മുടെ ഫിംഗർ നെയിൽസ്. നിങ്ങൾ ആലോചിക്കും വെറ്റിയൊക്കെ കളയുന്നതല്ലേ മിസ്, ഇത് വെസ്റ്റീജിയൽ ആണോ? ഇറ്റ്സ് നോട്ട് എ വെസ്റ്റീജിയൽ ഓർഗൻ. ഇത് ശരിക്കും ഇവിടെ ഉള്ളത് ഫിംഗർ ടിപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എൻ ഓർഗാനിസം ഈസ് നോൺ ആസ്. ഇത് ശരിക്കും എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്, ബയോജെനറ്റിക് ലോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ് ഫൈലോജനി. ഓണ്ടോജനി എന്ന് പറഞ്ഞാൽ എംബ്രിയോളജി ഈസ് എ റെപ്പറ്റീഷൻ ഓഫ് ഫൈലോജനി എന്ന് പറഞ്ഞാല് എവല്യൂഷണറി ചേഞ്ചസ്. അപ്പൊ ഇവിടെ എവല്യൂഷണറി ഹിസ്റ്ററിയുടെ ടേം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഫൈലോജനി, ഓപ്ഷൻ 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ നോട്ട് ഹോമോലോഗസ്. ഹോമോലോഗസ് അല്ലാത്ത സ്ട്രക്ചേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോറാം ഓഫ് ഹ്യൂമൻ ആൻഡ് ഫിൻസ് ഓഫ് ഫിഷസ്, അത് ഹോമോലോഗസ് ആണോ? അപ്പൊ വിച്ച് ആർ നോട്ട് ഹോമോലോഗസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് അനലോഗസ് ആണ്. വിങ് ഓഫ് ബാറ്റും ഇൻസെക്റ്റും അനലോഗസ് ആണ്. ഫിൻ ഓഫ് ഫിഷസ്, ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽസ് അനലോഗസ് ആണ്. ഹ്യൂമൻ ഫോറാം, ബാറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽ, ഇതും എല്ലാം ഹോമോലോഗസ് ആണ് അല്ലെ. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ, സോറി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ഹോമോലോഗസ് ആണ്. ഐ എം സോറി കുട്ടികളെ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നതെന്ന് പറഞ്ഞാല് വിങ്സ് ഓഫ് ബാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ്, അതെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Potato and sweet potato have edible parts. Which are examples of analogous, homologous, continuous questions വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ എഡിബിൾ പാർട്സ് ആണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും 2 ഒറിജിൻ ആണ് ഉള്ളത് അല്ലെ. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു റൂട്ട് മോഡിഫിക്കേഷനും, പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റെം മോഡിഫിക്കേഷനും,
സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് സ്ട്രക്ചർ ആണ്, രണ്ട് ഒറിജിൻ ആണ്. അതുകൊണ്ട് അവര് അനലോഗസ് ഓർഗൻസ് ആണ്. ഈവൻ ഇഫ് ദേ പെർഫോം ദ സെയിം ഫങ്ഷൻ, ഒറിജിൻ ഇസ് ഡിഫറെന്റ്. ഇനി വിച്ച് വൺ ആർ നോട്ട് അനലോഗസ് ഓർഗൻസ്? അനലോഗസ് ഓർഗൻസ് അല്ലാത്തത് ഏതൊക്കെയെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതില് അനലോഗസ് അല്ലാത്തത് ഏത് നമുക്ക് നോക്കാം. ആൻസർ ഏതാ വരൂ കുഞ്ഞുങ്ങളെ? ഇത് NCERT ആൻസർ ആണ് വന്നിരിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ, തോൺസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുബീറ്റ. നമുക്കറിയാം ഈവൻ ഒരെണ്ണം തോണും ഒരെണ്ണം ടെൻഡ്രിലും ആണ്, രണ്ടിനും രണ്ട് ഫങ്ഷൻ ആണെങ്കിലും ഇവര് രണ്ടുപേരും ലീഫിന്റെ സൈഡിൽ നിന്ന് വരുന്ന ആക്സിലറി ബഡ്സ് ആണ്. ആക്സിലറി ബഡ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒറിജിൻ സെയിം ആണ്, ഈവൻ ഇഫ് ദേ ആർ പെർഫോമിംഗ് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അനലോഗസ് ഹോമലോഗസിന്റെ എക്സാമ്പിൾസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. സാധാരണ എവല്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് ഹോമലോഗസ് അനലോഗസ് ഓർഗൻസും അഡാപ്റ്റീവ് റേഡിയേഷനും ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ കൺവേർജന്റ് എവല്യൂഷൻ പാർട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഡാർവിൻ, ഡൈവേഴ്സിറ്റി ആസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ ഈസ് ഡ്യൂ ടു. എടാ, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിന്റെ ഒരു പടം കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ എന്ന് കൊടുത്തിട്ട് യു ഹാവ് കങ്കാരു, യു ഹാവ് ഓം ക്യാറ്റ്, യു ഹാവ് ലൈക് ഡിഫറെന്റ് കോള, ഇതിന്റെ എല്ലാം ഒരു പടം കൊടുത്തിട്ടില്ലേ നമ്മുടെ NCERT-യില്? ഇത് ശരിക്കും എന്താണ് കാണിക്കുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു പോയിന്റിൽ നിന്നും പല പോയിന്റിലേക്ക് പല പല ഡിഫറെന്റ് ഓർഗാനിസം, ഒരു ഒറ്റ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ ആൻസിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിന്ന് നമുക്ക് എന്തുണ്ടായി? ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർസുപ്പിയൽസ് ഉണ്ടായി, വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. 2 ഓപ്ഷൻ. ഇനി അടുത്തതാണ് ഡാർവിൻ ജഡ്ജസ് ദ ഫിറ്റ്നസ് ഓഫ് ഇൻഡിവിജ്വൽസ് ത്രൂ. അപ്പം നമ്മൾ ഇനി തിയറീസ് ഓഫ് എവല്യൂഷനിലെത്തി. അപ്പം ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതില് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും അതാണ്, എന്താണ് ഈ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാല്? ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി അങ്ങനെ ഒന്നുമല്ല. ഇവിടെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളെ ഉണ്ടാക്കുന്നു അടുത്ത ജനറേഷനിലേക്ക്, അതാണ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പൊ ഡാർവിൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്? നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് ഓൺ ദി നെക്സ്റ്റ് ജനറേഷൻ, എത്ര കുട്ടികളെ ഉണ്ടാക്കുന്നു. സോ 3rd ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മുടെ നാച്ചുറൽ സെലക്ഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ മെലനിസത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വൈറ്റും ബ്ലാക്കും മോത്തില് ഏറ്റവും കൂടുതൽ വൈറ്റ് മോത്തായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു പ്ലാന്റ്സിലെ, ട്രീസിന്റെ ബാർക്കെല്ലാം, കാരണം ലൈക്കൻസ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഇവരെല്ലാം സ്മോക്കും സൂട്ടും എല്ലാം വെച്ച് കവർ ചെയ്തു, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയി. അവിടെ വൈറ്റിന് പെട്ടെന്ന് പ്രിഡേറ്റേഴ്സ് പിടിച്ച് കഴിക്കാൻ തുടങ്ങി, ഡാർക്ക് മാത്രം സർവൈവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാല് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൊട്ടക്റ്റീവ് റിസംബ്ലൻസ് വിത്ത് ദി സറൗണ്ടിങ്. സറൗണ്ടിങ്ങുമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് റിസംബ്ലൻസിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ മെലനിസം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3. അല്ലാതെ സ്കിന്നില് സ്മോക്ക് വന്ന് വീണ് കറുത്തു പോയതല്ല അവര്. ആക്ച്വലി കറുപ്പും വെളുപ്പും ഉണ്ടായിരുന്നു. ആദ്യം വെളുപ്പിന് സർവൈവ് ചെയ്യാൻ ബെറ്റർ ആയിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോ വെളുത്തതിന് പെട്ടെന്ന് പ്രിഡേറ്റേഴ്സ് പിടിച്ചു കഴിച്ചു. അപ്പൊ കറുത്തതിന്റെ എണ്ണം കൂടി കൂടി വന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. അടുത്തത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ പിന്നെ ലാസ്റ്റ് തിയറി ആയ സിന്തറ്റിക് തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ടോട്ടൽ ഓഫ് ജീൻസ് ഇൻ എ പോപ്പുലേഷൻ. ഇത് വളരെ സിമ്പിൾ ആണ്. എന്തെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജീൻ ഒരു പോപ്പുലേഷൻ ഉണ്ടോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ അവരെ ജീൻ പൂൾ എന്ന് വിളിക്കും. സോ 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജീൻസ് ഇൻ എ പോപ്പുലേഷൻ ഈസ് കോൾഡ് ആസ് എ ജീൻ പൂൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂഗോ ഡീവറസ് കോൺട്രിബ്യൂഷൻ. അടുത്ത തിയറിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഹ്യൂഗോ ഡിവേഴ്സിന്റെ തിയറിനെയാണ് നമ്മൾ എന്ത് പറയുക? തിയറി ഓഫ് മ്യൂട്ടേഷൻ. അദ്ദേഹമാണ് പറഞ്ഞത് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ നടന്നാൽ എവല്യൂഷൻ നടക്കും. ഒറ്റയടിക്ക് ഒരു വലിയ മ്യൂട്ടേഷൻ നടന്ന് ഒരു പുതിയ സ്പീഷീസ് തന്നെ ഉണ്ടാവാന്ന് പറഞ്ഞത്. അപ്പൊ ഹ്യൂഗോ ഡിവേഴ്സിന്റെ തിയറിയാണ് തിയറി ഓഫ് മ്യൂട്ടേഷൻ. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എങ്ങനെയുള്ള പോപ്പുലേഷനിലാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റൽ ഫിനോമിന വഴി പോപ്പുലേഷനിൽ കുറച്ച് ജീൻസ് ഒന്നി ഡിസ്ട്രോയിഡ് ആയി പോവും, അല്ലെങ്കിൽ കുറച്ച് പേര് വേറൊരു സ്ഥലത്ത് പോയി പുതിയൊരു പോപ്പുലേഷൻ ഉണ്ടാവും. ഈ രണ്ട് നടക്കണമെങ്കിൽ ഇത് നടക്കുന്നത് ഒരു കുഞ്ഞു പോപ്പുലേഷനിലായിരിക്കും. സോ ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാൻ ഓൺലി ഓപ്പറേറ്റ് ഇൻ എ വെരി സ്മോൾ പോപ്പുലേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ വിൽ ബി 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ എവല്യൂഷനിലെ പാർട്ടാണ് ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ കനോട്ട് ഓപ്പറേറ്റ് ഇഫ്. അപ്പൊ ഹാർഡി-വീൻബർഗ് എന്ന് പറഞ്ഞത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ പറയുന്നത് എവല്യൂഷൻ ഒരു പോപ്പുലേഷനിൽ നടക്കരുത് എങ്കിൽ എവല്യൂഷന് സഹായിക്കുന്ന ഒരു ഫാക്ടറും അവിടെ കാണരുത്, അല്ലെ? എവല്യൂഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാടാ? ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, ജീൻ ഫ്ലോ ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഇത് ഒന്നും നടക്കരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ഹാർഡി-വീൻബർഗ് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോപ്പുലേഷനിൽ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ഏത് ഫാക്ടറെങ്കിലും ഒരു പോപ്പുലേഷനിൽ കാണിക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിൽ ഹാർഡി-വീൻബർഗ് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാടാ വരിക? നമ്മുടെ ആൻസർ ഓപ്ഷൻ വരുന്നത് 3, ഫ്രീക്വന്റ് മ്യൂട്ടേഷൻ ഇൻ എ പോപ്പുലേഷൻ. ഓക്കെ, ഇനി ഹാർഡി-വീൻബർഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഹാർഡി-വീൻബർഗിന്റെ ജനറൽ ഫോർമുലയൊക്കെ അറിയാം. P+Q = 1 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ P² + 2PQ + Q² = 1. ഇവിടെ നമുക്ക് ഹാർഡി-വീൻബർഗിൽ അവര് ഫ്രീക്വൻസി ഓഫ് അലീസ് A, ക്യാപിറ്റൽ A, ദാറ്റ് ഇസ് P, അവര് തന്നിട്ടുണ്ട് 0.4 ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന സ്മോൾ എയുടെ ഫ്രീക്വൻസി എത്രയാണ്, അഥവാ Q എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. A + small a = 1 അല്ലെങ്കിൽ P + Q = 1 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 0.4 + A = 1. അപ്പൊ A എത്രയായിരിക്കും? 0.6 അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 0.6 ഓപ്ഷൻ 1. ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കാൽക്കുലേഷൻ ഒന്നും അല്ലടാ. ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങളുടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഉണ്ട് അല്ലെ? യു ഹാവ് 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. നമ്മുടെ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ, ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആൻഡ് യു ഹാവ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഒരു ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുള്ള ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സ്റ്റെബിലൈസിങ് ഉണ്ട്, മീൻ വാല്യൂവിനെ സെലക്ട് ചെയ്യുന്നു. ഒരു പോപ്പുലേഷന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ സെലക്ട് ചെയ്യുന്നതാണ് ഡയറക്ഷണൽ. പിന്നെ നമുക്ക് വരുന്നതാണ് ഡിസ്റപ്റ്റീവ്. 2 എക്സ്ട്രീംസിനെയും സെലക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരിവിടെ ചോദിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ടു ഒബ്റ്റെയിൻ cows yielding high milk output represent. ഇതിൽ ഏതാണ്? എടാ, നമുക്കൊരു കൗവിന്റെ പോപ്പുലേഷൻ ഉണ്ട്. അതിൽ ലോ yielding കൗ കാണും, മീഡിയം മിൽക്ക് yielding കൗ കാണും, ഒരുപാട് പാല് തരുന്ന പശുക്കൾ കാണും അല്ലെ? അപ്പൊ കുറച്ച് പാല് തരുന്നവർ കാണും, ഒരു മീഡിയം എമൗണ്ട് പാല് തരുന്നവർ കാണും, ഒരുപാട് പാല് തരുന്നവർ കാണും. ശരിക്കും നമ്മൾ ഇവിടെ ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഒരാളെ മാത്രം സെലക്ട് ചെയ്യാണ്. ഒരുപാട് മിൽക്ക് തരുന്നവരെ മാത്രം സെലക്ട് ചെയ്യാണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്? ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷനിലേക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ 2, ഡയറക്ഷണൽ, ആസ് ഇറ്റ് പുഷസ് ദ മീൻ ക്യാരക്ടർ ഇൻ 1 ഡയറക്ഷൻ. ഹൈ yielding മാത്രം സെലക്ട് ചെയ്യുന്നു. ഇത് ശരിക്കും നീറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോ
ഇങ്ങനെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പടമൊക്കെ വരച്ച് നോക്കുക അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് പിടികിട്ടും കേട്ടോ. നിങ്ങൾ ആ ഗ്രാഫ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഒരാളെ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഡയറക്ഷനിൽ തന്നെ അല്ലേ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റുഡ് ഇറക്റ്റ് ഫസ്റ്റ്? അപ്പൊ ഹ്യൂമൻ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ നമ്മൾ എവല്യൂഷൻ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഹോമലോഗസ് അനലോഗസ് ഓർഗൻസ് തന്നെയാണ്. പക്ഷെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഹ്യൂമൻ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഹ്യൂമൻ എവല്യൂഷനിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റുഡ് ഇറക്റ്റ് ഫസ്റ്റ്? ആദ്യം നിവർന്നു നിന്ന മനുഷ്യൻ ഏതാണ്? അപ്പൊ ഒരിക്കലും പേരിൽ മനസ്സിൽ വരരുത് കുഞ്ഞുങ്ങളെ ഹോമോ ഇറക്ടസ് എന്ന്. അതിന്റെ അർത്ഥം അതല്ല. ആദ്യമായിട്ട് എണീറ്റ് ചെയ്യുന്ന ആള് ഓസ്ട്രലോപിത്തിക്കസ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഈസ് 2 ആസ്ട്രലോപിത്തിക്കസ്. ഓക്കെ, ഈ പേര് വെച്ച് പെട്ടെന്ന് ഇറക്റ്റ് ആയിട്ട് നിന്ന് ഇറക്ടസ് ആണോ എന്നൊന്നും ഓർക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആ മിസ്റ്റേക്ക് സ്ഥിരമായിട്ട് വരുന്നോണ്ടാണ് നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞേ. സോ ഇറ്റ് വിൽ ബി ആസ്ട്രലോപിത്തിക്കസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈമേറ്റ് വിച്ച് എക്സിസ്റ്റഡ് 15 മില്യൺ ഇയേഴ്സ് എഗോ. ആദ്യം ഉണ്ടായ ഹ്യൂമന്റെ ആൻസിസ്റ്റർ ഏതാണ്? ഇറ്റ് ഈസ് ഡ്രയോപിത്തിക്കസ് അല്ലെ, അല്ലെങ്കിൽ രാമാപിത്തിക്കസ്. നമ്മുടെ ഇന്ത്യൻ ശിവാലിക്സിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഫോസിൽ എവിഡൻസ് ആണ് രാമാപിത്തിക്കസ്, ശിവാപിത്തിക്കസ്. അപ്പം ഇവരും ഡ്രയോപിത്തിക്കസ്, കെനിയെന്ന് കിട്ടിയ ഡ്രയോപിത്തിക്കസ്, ഇവരാണ് 15 മില്യൺ ഇയേഴ്സ് മുമ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ നെക്സ്റ്റ് ഫോസിൽ എവിഡൻസ് ശരിക്കും ആസ്ട്രലോപിത്തിക്കസ് ആണ്, പക്ഷെ അത് 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഓക്കെ, അപ്പൊ ഓരോ ഫോസിൽസും കിട്ടിയ ടൈം പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ജസ്റ്റ് മെമ്മറൈസ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇനി the extinct human ancestor who ate only fruits and hunted with stone weapons. ആരാണ് നമ്മുടെ പ്യുവർ വെജിറ്റേറിയൻ? സ്റ്റോൺ വെപ്പൺസ് വെച്ച് ഹണ്ട് ചെയ്ത പ്യുവർ വെജിറ്റേറിയൻ ഇവിടെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ആസ്ട്രലോപിത്തിക്കസ്. ഹോമോ ഇറക്ടസ് ആണ് ഫയർ കണ്ടുപിടിക്കുന്നത്. സോ അവിടെ നിന്നാണ് നമ്മൾ ഓംനിവോറസ് ആയി മാറുന്നത്. മീറ്റും കഴിക്കും ഫ്രൂട്ട്സും കഴിക്കും. ഓക്കെ, അവർ ഫയർ കണ്ടുപിടിച്ചു, അപ്പൊ കുക്ക് ചെയ്യാൻ പഠിച്ചു, മീറ്റ് കുക്ക് ചെയ്ത് കഴിക്കാൻ പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ ആരാ വരിക? ആസ്ട്രലോപിത്തിക്കസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചർ ഇൻ ഹ്യൂമൻ സിവിലൈസേഷൻ വാസ് സ്റ്റാർട്ടഡ്. എപ്പോഴാണ് നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്? 10,000 ഇയേഴ്സ് എഗോ. ഓക്കെ, അഗ്രികൾച്ചർ വാസ് സ്റ്റാർട്ടഡ് 10,000 ഇയേഴ്സ് എഗോ. ആൻസർ ഓപ്ഷൻ ഇസ് 2. അപ്പോ നമ്മള് ഇന്ന് 2 ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, എക്സ്ക്രീഷനും എവല്യൂഷനും. ലാസ്റ്റ് സെക്ഷനുമായിട്ട് നമ്മുടെ സാറ് വരുന്നുണ്ട്. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ് കിഡ്സ്, നിങ്ങൾ ഇത്രയും നേരം ചെക്ക് ചെയ്തതെല്ലാം മേജർ ഇമ്പോർട്ടന്റ് ഏരിയാസും അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇതെല്ലാം പോകുന്നുണ്ട് എന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ടുമോറോസ് എക്സാം. അടിപൊളിയായിട്ട് പോയി എഴുതിയിട്ട് വരും കേട്ടോ. മക്കളെ പോകണ്ടേ? ഓക്കെ, നമ്മുടെ സുവോളജിയുടെ ലെജൻഡ് ആണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. ഓക്കെ മക്കളെ, പോകണ്ട. ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ലാബ്.